വെൽക്കം ഓൾ. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ FLT 1-ൻ്റെ 50 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മുടെ ഓപ്പൺ മോക്കിൻ്റെ 50 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. സോ നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദി നെക്സ്റ്റ് സെറ്റ് ഓഫ് 50 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്താണ് നമ്മൾ ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഇതിന് മുമ്പേ ഉള്ള ലെക്ചറിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ അതെല്ലാവരും കണ്ടിട്ട് വേണം ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 51st question. Melanin gives color to which of the following in the human body? Select the correct answer using the code below. മെലാനിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബയോളജിക്കൽ പിഗ്മെൻ്റ് ആണ്, നമ്മുടെ ശരീരത്തുള്ള ഒരു ബയോളജിക്കൽ പിഗ്മെൻ്റ് ആണ്. ഈ മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെൻ്റ് ആണ് നമ്മുടെ ഒരു ശരീരത്തിലുള്ള എക്സ്റ്റേണൽ ഫീച്ചേഴ്സിൻ്റെ കളർ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഈ മെലാനിൻ എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ പിഗ്മെൻ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോമിനൻ്റ് ആയിട്ടുള്ള എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്, നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ള പ്രോമിനൻ്റ് എക്സ്റ്റേണൽ ഫീച്ചേഴ്സിൻ്റെ കളർ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ അവർ ഹെയർ, നമ്മുടെ സ്കിൻ കളർ, നമ്മുടെ ഐ കളർ, ഇതെല്ലാം ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണ്? ഈ മെലാനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെൻ്റ് ആണ്. അപ്പോൾ നോക്കിയേ, മെലാനിൻ ഗീവ്സ് കളർ ടു വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻ ഹ്യൂമൻ ബോഡി? സ്കിൻ, ഹെയർ, ഐറിസ് ഓഫ് ദി ഐ, ഇതിനെല്ലാം ഡിഫറെൻറ്റ് കളർ നിങ്ങൾ കാണുന്നുണ്ട്. പല സ്കിൻ ടോൺസ് ഉള്ള ആൾക്കാർ നിങ്ങൾക്കറിയാം, പല ഹെയർ കളറുള്ള ആൾക്കാരെ നിങ്ങൾക്കറിയാം, പല ഐറിസിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സിന് ബ്രൗൺ, ബ്ലാക്ക്, ബ്ലൂ, ഗ്രീൻ, ഡിഫറെൻറ്റ് കളേഴ്സ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി കോൺസെൻട്രേഷൻ ഓഫ് മെലാനിൻ. മെലാനിൻ എന്ന് പറയുന്നത് ബയോളജിക്കൽ പിഗ്മെന്റിന്റെ കോൺസെൻട്രേഷൻ ആണ്. സോ വാട്ട് ഈസ് ദി ആൻസർ ഫോർ ദിസ് വൺ? ദി ആൻസർ ഈസ് സി. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യം വന്നാൽ ഇത് നോക്കി, മെലാനിൻ ഗിവ്സ് കളർ ടു വിച്ച് ഓഫ് ദി ഫോളോയിങ്, നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിനകത്ത് എല്ലാം ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് ഉണ്ടെന്ന് അറിയാം അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ആൻസർ എന്തായിരിക്കും? ദി ആൻസർ വുഡ് ബി ഓൾ ദി അബോവ്, വിച്ച് ഈസ് സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 52. ശ്രദ്ധിച്ച് കേൾക്കണം, ഈ ഒരു ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. കൺസിഡർ ദി ഫോളോയിങ് ഐറ്റംസ്: ഇലക്ട്രിക് വെഹിക്കിൾ മോട്ടോഴ്സ്, വിൻഡ് ടർബൈൻ, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് മെക്കാനിക്സ്, ലൗഡ് സ്പീക്കേഴ്സ് ആൻഡ് ഓഡിയോ എക്യുപ്മെന്റ്, ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ്. Permanent magnets find applications in how many of the above? ഒരു സയൻസ് ആൻഡ് ടെക് ചോദ്യമാണേ. നമുക്ക് ഒരുപാട് സയൻസ് ആൻഡ് ടെക് ചോദ്യങ്ങളുണ്ട്, നിങ്ങൾക്കറിയാം. ഈ നമുക്കൊരു ലാസ്റ്റ് 5-6 ഇയേഴ്സ് ആയിട്ട് സയൻസ് ആൻഡ് ടെക് ഏത് രീതിയിലാണ് ചോദിക്കുന്നതെന്നും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, PYQ അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. സോ സയൻസ് ആൻഡ് ടെക് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ചോദ്യം കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ആപ്ലിക്കേഷൻ ബേസ്ഡ് ആണ്. ഓരോ ടെക്നോളജി അതിൻ്റെ ആപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ, ഒരു പുതിയ ടെക്നോളജി ആൻഡ് വിച്ച് ഓൾ ആർ ദി ആപ്ലിക്കേഷൻസ് ഫോർ ദ ന്യൂ ടെക്നോളജി എന്ന് പറയുന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഉറപ്പാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റായിട്ട് എടുക്കാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്കൊരു ഐഡിയ ഇല്ലെങ്കിൽ, അതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണം. ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആവും. വളരെ ചുരുക്കം ക്വസ്റ്റ്യൻസ് നമുക്ക് തെറ്റിപ്പോകുമായിരിക്കും, പക്ഷേ സ്റ്റിൽ നമ്മുടെ അപ്രോച്ച് ഇത് തന്നെ ആയിരിക്കണം. നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. കൺസിഡർ ദി ഫോളോയിങ് ഐറ്റംസ്: ഇലക്ട്രിക് വെഹിക്കിൾസ്, വിൻഡ് ടർബൈൻ, മാഗ്നറ്റിക് റെസൊണൻസ്, ലൗഡ് സ്പീക്കേഴ്സ്, ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ്. പെർമനന്റ് മാഗ്നറ്റ്സ് ഫൈൻഡ് ആപ്ലിക്കേഷൻസ് ഹൗ മെനി ഓഫ് ദി അബോവ്? ഇതിനകത്ത് ഏതെങ്കിലും, ഈ 5 ഏതെങ്കിലും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ഷുവർ ഷോർട്ടായിട്ട് അറിയാം ഇത് തെറ്റാണ്. നിങ്ങൾക്ക് ഷുവർ ഷോർട്ടായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് എന്താണ് ആൻസർ? നമ്മുടെ ഓൾ 5. ഇപ്പോൾ സയൻസ് ആൻഡ് ടെക് ചോദ്യങ്ങൾ ഈ രീതിയിൽ ആകണം നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. സയൻസ് ആൻഡ് ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം ഇതേ രീതിയിൽ തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്ത് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളുടെ FLTസിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 53rd question. Consider the following statements. Statement 1 അസേർഷൻ റീസണിങ് ടൈപ്പ് ആണ്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആദ്യം വായിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. ഓക്കെ, ഞാൻ ഒന്നുകൂടെ വായിക്കാം. സ്റ്റേറ്റ്മെന്റ് 1: ഇന്ത്യസ് മലേറിയ ബർഡൻ ഹാസ് സിഗ്നിഫിക്കന്റ്ലി ഇൻക്രീസ്ഡ് ഓവർ ദി പാസ്റ്റ് ഡിക്കേഡ്. മലേറിയ പാരസൈറ്റ്സ് ആൻഡ് ദി മൊസ്കിറ്റോസ് ദാറ്റ് ട്രാൻസ്മിറ്റ് ദം ആർ ഇൻക്രീസിംഗ്ലി ഡെവലപ്പിംഗ് റെസിസ്റ്റൻസ് ടു റെക്കമെൻഡഡ് ആന്റി മലേറിയൽ മെഡിസിൻസ് ആൻഡ് ഇൻസെക്ടിസൈഡ്സ് യൂസ്ഡ് ഇൻ പബ്ലിക് ഹെൽത്ത് മെഷേഴ്സ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ദി അബോവ് സ്റ്റേറ്റ്മെന്റ്സ്? അസേർഷൻ റീസണിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കി. മലേറിയ പാരസൈറ്റ്സ് ആൻഡ് ദി മൊസ്കിറ്റോസ്, ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോസിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. പ്ലാസ്മോഡിയം പാരസൈറ്റ്, പ്ലാസ്മോഡിയം ദാറ്റ് ട്രാൻസ്മിറ്റ് ദം ആർ ഇൻക്രീസിംഗ്ലി ഡെവലപ്പിംഗ് റെസിസ്റ്റൻസ് ടു റെക്കമെൻഡഡ് ആന്റി മലേറിയൽ മെഡിസിൻസ് ആൻഡ് ഇൻസെക്ടിസൈഡ്സ് യൂസ്ഡ് ഇൻ പബ്ലിക് ഹെൽത്ത് മെഷേഴ്സ്.
നമ്മൾ കൂടുതലായിട്ടും കേൾക്കുന്നതാണ് ഈ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിനെ കുറിച്ച്. പല ബാക്ടീരിയയും ഇപ്പോൾ അത് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻ്റ് ആണ് എന്ന് നിങ്ങൾ കേൾക്കുന്നൊരു കാര്യം. അപ്പോൾ ഇത് എക്സ്ട്രീമായിട്ട് എന്തെങ്കിലും ഇവിടെ ഉണ്ടോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ? ഇവിടെ ഒന്നും എക്സ്ട്രീം ആയിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ നിൽക്കട്ടെ. ഇനി ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ഇന്ത്യാസ് മലേറിയ ബർഡൻ ഹാസ് സിഗ്നിഫിക്കൻ്റ്ലി ഇൻക്രീസ്ഡ് ഓവർ ദി പാസ്റ്റ് ഡിക്കേഡ്. സിഗ്നിഫിക്കൻ്റ്ലി ഇൻക്രീസ്ഡ് എന്നാണ് പറഞ്ഞേക്കുന്നത് ഇവിടെ അല്ലേ. ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്തു എന്നല്ല, കുറച്ച് ഇൻക്രീസ് ചെയ്തു എന്നല്ല, ഇറ്റ് ഹാസ് ഇൻക്രീസ്ഡ് സിഗ്നിഫിക്കൻ്റ്ലി എന്ന് പറഞ്ഞേക്കുവാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തായി? ഇതൊരു എക്സ്ട്രീം വേർഡഡ് സ്റ്റേറ്റ്മെൻ്റ് ആയി മാറുവാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അപ്പോൾ എന്താ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇവിടെ റോങ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അത് മാത്രമല്ല മലേറിയയിലേക്ക് വരുമ്പം നമുക്കറിയാം ഈ ഒരു റീസെന്റ് ഡെക്കേഡിൽ ഒരുപാട് പബ്ലിക് ഹെൽത്ത് ഇന്റർവെൻഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മലേറിയയുടെ കേസ് ആണെങ്കിൽ തന്നെയും നമ്മുടെ റിസൾട്ട് എന്താണ്? ഇറ്റ് ഹാസ് സിഗ്നിഫിക്കൻ്റ്ലി റെഡ്യൂസ്ഡ്. നമ്മൾ മലേറിയയുടെ കേസസിൽ നമ്മൾ ഒരുപാട് റിഡക്ഷൻ നമ്മൾ സംഭവിച്ചു കഴിഞ്ഞു ഇപ്പം. അപ്പം നമ്മുടെ എയിം എന്താണ്? ടു എലിമിനേറ്റ് മലേറിയ ബൈ 2030. ഇതാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ നോക്കി വെച്ചേക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റുമാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ് ആൻഡ് ദി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. ദി ആൻസർ ഈസ് ഡി. അടുത്ത ചോദ്യം, how many of the following are applications of the NASA ISRO synthetic aperture radar mission? നിസാർ മിഷനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. നാസയുടെയും ISROയുടെയും ഒരു ജോയിന്റ് മിഷനാണ് നിസാർ മിഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ? സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദി ആപ്ലിക്കേഷൻസ്? അപ്പോൾ നമ്മുടെ അപ്രോച്ച് എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ അബ്സൊല്യൂട്ട് ആയിട്ട് നിങ്ങൾക്ക് തെറ്റാണെന്ന് ഉറപ്പാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റേറ്റ്മെന്റ് റോങ് ആയിട്ട് എടുക്കാം. ഇല്ലാത്ത പക്ഷം നിങ്ങൾ ഡൗട്ട്ഫുൾ ആണ്, ഇത് എങ്ങനെ ശരിയാകും എന്ന് നിങ്ങളുടെ മൈൻഡ് തന്നെ പറയുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു അപ്രോച്ചിലേക്ക് പോകരുത്. ഇപ്പോഴേ പറയാണ്, സയൻസ് ആൻഡ് ടെക്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഷുവർ ആയിട്ട് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം എലിമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആകും. അൺലെസ് ആൻഡ് അണ്ടിൽ അതിനകത്ത് എക്സ്ട്രീം ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ. ഓക്കെ, സ്റ്റേറ്റ്മെന്റ്സ് വായിക്കാം. അപ്പം നിസാർ മിഷന്റെ ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. Monitoring the rate of groundwater depletion and land subsidence in urban areas. എക്സ്ട്രീം ആയിട്ടൊന്നുമില്ല. മോണിറ്റർ ചെയ്യുന്ന പറഞ്ഞേക്കുന്നത് നിസാർ മിഷൻ സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ. അപ്പൊ ഇതിനകത്ത് നമുക്ക് മനസ്സിലായി ഇതൊരു എർത്ത് ഒബ്സർവേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. എർത്ത് ഒബ്സർവേഷൻ ആണ്. ഓക്കെ, അപ്പൊ എന്താണ്? മോണിറ്ററിംഗ് ദ റേറ്റ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷൻ ആകാം. തെറ്റായിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടോ? Tracking the health and maturity stages of the agriculture crops for yield prediction. എക്സ്ട്രീം ആയിട്ടൊന്നുമില്ല, അതും ശരിയാകാം. Measuring the flow velocity of glaciers and the collapse of ice sheets. അതും തെറ്റായിട്ട് എടുക്കണ്ടോ? നിങ്ങൾക്ക് അറിയാമോ അത് തെറ്റാണെന്ന്? ഉറപ്പുണ്ടോ തെറ്റാണെന്ന്? ഇല്ലാത്ത പക്ഷം അതും കറക്റ്റ് ആണ്. Mapping the extent of damage to infrastructure. മാപ്പിംഗ് ആണ് ഇവിടെ, അതും കറക്റ്റ് ആയിരിക്കും. Detection of marine oil spills. അതും കറക്റ്റ് ആണ്, എർത്ത് ഒബ്സർവേഷൻ ആണ്. ആൻസർ എന്താ ഇവിടെ? All 5. ഇത്തരത്തിലുള്ള ചോദ്യം എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിസാർ മിഷനെ കുറിച്ച് പഠിക്കുക. നിസാർ മിഷൻ ഇന്ത്യയുടെയും നാസയുടെയും ISROയുടെയും ഒരു ജോയിന്റ് മിഷനാണ്. അപ്പം നിങ്ങൾക്ക് ഫർദർ കാര്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ കീന്ന് വായിക്കാം. അടുത്ത ചോദ്യം, വിത്ത് റെഫറൻസ് ടു സിക്കിൾ സെൽ ഡിസീസ്, അഗെയിൻ സയൻസ് ആൻഡ് ടെക് ആണ്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഇറ്റ് ഈസ് എ ജനറ്റിക് ബ്ലഡ് ഡിസോർഡർ. Cell-based gene therapies are effective against sickle cell disease. In India, sickle cell diseases is predominantly seen among the tribal people. Sickle cell disease ne kurichana ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? സിക്കിൾ സെൽ ഡിസീസിനെ കുറിച്ച് എന്താ പറഞ്ഞേക്കുന്നത്? ഇറ്റ് ഈസ് എ ജനറ്റിക് ബ്ലഡ് ഡിസോർഡർ. സപ്പോസ് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെന്റ് വായിക്കുക. സെൽ ബേസ്ഡ് ജീൻ തെറാപ്പീസ് ആർ എഫിഷ്യന്റ് അഗെയിൻസ്റ്റ് സിക്കിൾ സെൽ ഡിസീസസ്. ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കണക്ഷൻ കിട്ടുന്നുണ്ടോ? പല ക്വസ്റ്റ്യനിലും പെയർ ചെയ്യാന്ന് പറഞ്ഞായിരുന്നു. സ്റ്റേറ്റ്മെന്റ്സ്, രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് രണ്ടും ഒരുമിച്ച് ശരിയാകാനുള്ള സാധ്യതകൾ എന്താണ്? കൂടുതലാണ്. ഇതൊന്ന് നോക്കിയേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കുന്നത് ഒരു ജനറ്റിക് ഡിസോർഡർ ആണെന്ന് പറഞ്ഞേക്കുന്നു. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? സെൽ ബേസ്ഡ് ജീൻ തെറാപ്പി അതിൽ യൂസ് ചെയ്യാന്ന് പറയുന്നുണ്ട്. ഇത് രണ്ടും എന്താണ്? കോംപ്ലിമെന്ററി അല്ലേ? ജനറ്റിക് ഡിസോർഡർ ആണ്. ജനറ്റിക് ഡിസോർഡറിനെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ജീൻ ബേസ്ഡ് തെറാപ്പീസ് യൂസ് ചെയ്ത്. രണ്ടും കോംപ്ലിമെന്ററി അല്ലേ? അപ്പൊ ഇത് രണ്ടും കറക്റ്റ് ആകണ്ടേ?
ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഏതൊക്കെ ഓപ്ഷൻസിലുണ്ട്? 1 and 2 ഇതില്ല, ഇതില്ല. അപ്പോൾ നമുക്ക് 50-50ലേക്ക് എത്തിയില്ലേ? അപ്പം തന്നെ രണ്ട് ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റി. Either 1, 2, 3 or 1 and 2. In the third statement, in India, sickle cell disease is predominantly seen among the tribal people. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഏറ്റവും കൂടുതൽ പ്രിഡോമിനൻ്റ് ആയിട്ട് നമുക്ക് സിക്കിൾ സെൽ ഡിസീസസ് കാണാൻ കഴിയുന്നത് ട്രൈബൽസിനാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം പുതിയ നിങ്ങൾ ഈ ടേം, ഇനി അടുത്ത ടേം ബേസ്ഡ് ആയിട്ടായിരിക്കും ഇതിനകത്തൊരു ചോദ്യം വരുന്നത്. ബിർസ 101. വാട്ട് ഈസ് ബിർസ 101? ബിർസ 101 എന്ന് പറയുന്ന ഒരു എന്താണിത്? ഫസ്റ്റ് ഇൻഡിജീനസ് ക്രിസ്പർ ബേസ്ഡ് ആയിട്ടുള്ള ആദ്യത്തെ ഇൻഡിജീനസ് ജീൻ ബേസ്ഡ് തെറാപ്പിയാണ് ഫോർ സിക്കിൾ സെൽ ഡിസീസ്. ഇതിനകത്ത് ബിർസ എന്ന് പറയുന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ബിർസ മുണ്ട, മുണ്ട റിബല്യൻ, ട്രൈബൽ പീപ്പിൾ. കണക്ട് ചെയ്യ്. ബിർസ മുണ്ട, മുണ്ട റിബല്യൻ, ട്രൈബൽസ്. അവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇത് പ്രിഡോമിനൻ്റ്ലി ട്രൈബൽ കമ്മ്യൂണിറ്റീസിൽ കാണപ്പെടുന്ന ഒരു ഡിസീസ്. അതുകൊണ്ട് തന്നെയല്ലേ അതിന് ബിർസ എന്നൊരു പേര് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ബിർസ 101 ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടേം എന്താണെന്ന് ഓർത്ത് വെച്ചേക്കണം. ഇറ്റ് ഈസ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് സിക്കിൾ സെൽ ഡിസീസ് ആൻഡ് ഇറ്റ് ഈസ് എ ക്രിസ്പർ ടെക്നോളജി ബേസ്ഡ് ട്രീറ്റ്മെൻറ്റ്. ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കണം. ഇതിൻ്റെ ആൻസർ എന്താണ്? 1, 2 and 3. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Question number 56. Air independent propulsion. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, ഒരു ചോദ്യം തന്നിട്ട് ഒരു 4 സ്റ്റേറ്റ്മെന്റ് അതിനെ അസോസിയേറ്റ് ചെയ്ത് തരുവാണെങ്കിൽ, ഇതിനകത്ത് ഏത് കറക്റ്റ് ആണ് എന്ന് അസോസിയേറ്റ് ചെയ്ത് 4 സ്റ്റേറ്റ്മെന്റ് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ അപ്രോച്ച് എങ്ങനെയായിരിക്കണം? ആ ടേമിനെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കണം. ആ ടേമിനെ ബ്രേക്ക് ചെയ്തിട്ട് ഈ ടേമിനെ ഇങ്ങോട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണം. ഇതിനെയാണ് വേർഡ് അസോസിയേഷൻ. ഈ ഒരു അപ്രോച്ച് വേണം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ എന്താണ് ചോദിച്ചത്? എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ. എയർ ഇൻഡിപെൻഡന്റ് ഇതാണ് നമ്മൾ എടുക്കേണ്ടത്. എയർ ഇൻഡിപെൻഡന്റ്, ആബ്സെൻസ് ഓഫ് എയർ, കണ്ടീഷൻസ് വേർ ദി എയർ ഈസ് ആബ്സെന്റ്. അത് നമ്മൾ ഇനി ചെക്ക് ചെയ്യും. Advanced rocket engines for deep space exploration, air is required. Stealth technology used in 5th generation fighter, air is required. Increasing the submerged endurance of conventional submarines, high speed propulsion, air is required. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? നമുക്ക് ടേം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എയർ ഇൻഡിപെൻഡന്റ്, എയർ ഡിപെൻഡന്റ് അല്ല, എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. ആബ്സെൻസ് ഓഫ് എയർ. ദി ആൻസർ ഈസ് സി. ഇവിടെ എന്താ ഇത്? എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം എന്താണ്? നമ്മുടെ സാധാ നോർമൽ ഡീസൽ ഇലക്ട്രിക് സബ്മറൈൻസിന്റെ കേസ് എടുത്ത് നോക്കുവാണെങ്കിൽ ദേ റൺ വെരി ക്വയറ്റ്ലി വെൻ ഇറ്റ് ഈസ് റണ്ണിങ് ഓൺ ദി ബാറ്ററീസ്. അത് പറഞ്ഞ സ്റ്റെൽത്ത് മോഡിൽ. സബ്മറൈൻസിന്റെ പ്രത്യേകത എന്താണ്? അണ്ടർ വാട്ടറിലൂടെ പോകണം. എനിമി റഡാറിലേക്ക് അത് വരരുത്. അങ്ങനെ എന്താണ്? സ്റ്റെൽത്ത് മോഡാണ് അവിടെ വേണ്ടത്. അപ്പോൾ അതിൻ്റെ അണ്ടർ വാട്ടറിൽ കൂടെ കുറേ ദിവസങ്ങൾ സഞ്ചരിക്കാൻ അതിന് പറ്റണം. എൻഡ്യൂറൻസ് ഉണ്ടാവണം. ഓക്കെ, പക്ഷെ ഇവിടെ പ്രശ്നം എന്താണ്? നമ്മുടെ സാധാ ഇപ്പോഴത്തെ ഡീസൽ ഇലക്ട്രിക് സബ്മറൈൻസ് ആണെങ്കിൽ 2, 3, 4 ദിവസം കഴിയുമ്പോഴത്തേക്കും അത് റീചാർജ് ചെയ്യേണ്ടി വരും. അതിൻ്റെ ബാറ്ററീസ് റീചാർജ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ സബ്മറൈൻ പെരിസ്കോപ്പിക് ഡെപ്തിലേക്ക് പൊങ്ങണം, മുകളിലേക്ക് വരണം. ഇതിനെയാണ് സ്നോർക്കലിംഗ് എന്ന് പറയുന്നത്. സ്നോർക്കലിംഗ്. ഈ സ്നോർക്കലിംഗിൻ്റെ സമയമാണ് ഇറ്റ് ഈസ് ദി പീരീഡ് ഓഫ് വൾനറബിലിറ്റി. എനിമി റഡാർസിൽ പെട്ടുപോകാനുള്ളൊരു സമയമാണിത്. അല്ലെങ്കിൽ അവർക്ക് വിസിബിൾ ആവുന്ന ഒരു ടൈമാണ് ഈ സ്നോർക്കലിംഗ് ടൈം. അപ്പോൾ ഇത് ഡേഞ്ചറസ് ആണ് ഫോർ എ സബ്മറൈൻ. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്തേക്കുന്നത്? അണ്ടർ വാട്ടറിൽ കൂടെ ഒരുപാട് ദിവസങ്ങൾ സഞ്ചരിക്കാൻ എന്തെങ്കിലും ഒരു ടെക്നോളജി വേണം. എൻഡ്യൂറൻസ് കൂടാൻ ഒരു ടെക്നോളജി വേണം. അതാണ് എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം, which provides these submarines, these diesel electric submarines, the capability of going long in the underwater. ഒരുപാട് ദിവസങ്ങൾ അണ്ടർ വാട്ടറിൽ സ്റ്റെൽത്ത് മോഡിൽ അതിന് പോകാൻ പറ്റും. എയർ ഡിപ്പെൻഡൻസി അതിൻ്റെ കുറയ്ക്കും. അങ്ങനെ ഒരു ടെക്നോളജിയാണിത്. ഓക്കെ, അപ്പോൾ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഡീസൽ ഇലക്ട്രിക് സബ്മറൈൻസ്. ഇറ്റ് ഈസ് യൂസ് ടു ദി ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്മറൈൻസിൻ്റെ അണ്ടർ വാട്ടർ എൻഡ്യൂറൻസ് കൂട്ടാൻ, സ്റ്റെൽത്ത് മോഡിൽ കുറേ ദിവസങ്ങളിൽ ആരും കാണാതെ എനിമി റഡാർസിൽ പെടാതെ കുറേ നാൾ സഞ്ചരിക്കാനുള്ള ഒരു ടെക്നോളജിയാണ് എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം. ഓക്കെ, അടുത്ത ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 57.
Consider the following pairs: electromagnetic radiation and its common application. Application type ആണ്, പക്ഷെ ഇത് match the following ആണ്. Okay, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ എനർജിയുടെ ഡിസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡർ നിങ്ങൾ പഠിച്ചിരിക്കണം, മസ്റ്റാണ്. എന്തൊക്കെയാണ്? ഗാമ, പിന്നെ എക്സ്റേ, പിന്നെ യു വി റേ, വിസിബിൾ, IR, ഇൻഫ്രാറെഡ്, പിന്നെന്താണ്? മൈക്രോ, റേഡിയോ. ഈ ഒരു ഡിസെൻഡിങ് ഓർഡർ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് ഈ ഒരു ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ എന്താണ് ചോദ്യം? ഓരോ റേഡിയേഷനും അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലേക്കുമാണ് നമുക്ക് ഈ ചോദ്യം വന്നേക്കുന്നത്. പെയർ ടൈപ്പ് ചോദ്യമാണ്. വിച്ച് ഓഫ് ദി പെയർസ് ആർ കറക്റ്റ്ലി മാച്ച്ഡ് എന്നാണ് നമുക്ക് ചോദ്യം വന്നേക്കുന്നത്, അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഓർഡർ നിങ്ങൾക്ക് മസ്റ്റായിട്ട് അറിയണം. എന്നിട്ട് ഈ ഒരു ഓർഡർ അറിയാമെങ്കിൽ ഇനി വേറെ ഇതിനെ എങ്ങനെ കണക്ട് ചെയ്യണം? ഹയർ ദി എനർജി, ഹയർ വിൽ ബി ദി പെനിട്രേറ്റിംഗ് കപ്പാസിറ്റി. ഈ എനർജി കൂടുതലുള്ളതിനൊക്കെ എന്താണ്? പെനിട്രേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടും, പെനിട്രേറ്റ് ചെയ്യും ഈ റേസ് ഒക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള റേസ് നമുക്ക് എന്തിനു യൂസ് ചെയ്യാം? ഫോർ സ്റ്റെറിലൈസേഷൻ പർപ്പസ്. ഇപ്പോൾ കോവിഡിന്റെ ടൈമിലൊക്കെ നിങ്ങൾക്ക് അറിയാം, ഈവൻ UV റേസ് യൂസ് ചെയ്ത് മാസ്കിന്റെ സ്റ്റെറിലൈസേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഈ മാസ്ക് സ്റ്റെറിലൈസ് ചെയ്യണമെങ്കിൽ ഇത് പെനിട്രേറ്റ് ചെയ്യണം. അപ്പം ദീസ് ഹൈ എനർജി റേസ് കുഡ് ബി യൂസ് ഫോർ ദി എന്താണ് സ്റ്റെറിലൈസേഷൻ പർപ്പസ്. ലോ എനർജി വേവ്സ് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മുടെ എയർപോർട്ടിലെ സ്കാനർ ഒക്കെ അല്ലേ, ഫുൾ ബോഡി സ്കാനർ. ഇവിടെയൊക്കെ എന്താണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഫുൾ ബോഡി സ്കാനർ, കമ്മ്യൂണിക്കേഷൻ പർപ്പസ്, ഇമേജിംഗ് പർപ്പസ്, ഇതിനൊക്കെ യൂസ് ചെയ്യുന്നത് എന്താണ്? വി ആർ യൂസിങ് ദീസ് വേവ്സ്. എനർജി കുറവുള്ള വേവ്സ് അത് പെനിട്രേറ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇത് എളുപ്പമാണ്. സ്റ്റാറ്റിക് സബ്ജക്ട്, സ്റ്റാറ്റിക്കിൽ സയൻസ് ആൻഡ് ടെക്കിൻ്റെ വളരെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ടോപ്പിക്കിൽ വരുന്ന ഒരു ഏരിയയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും നോക്കാം. അൾട്രാവയലറ്റ് റേഡിയേഷൻ, ഹൈ എനർജി സ്റ്റെറിലൈസേഷൻ, മില്ലിമീറ്റർ ലോ എനർജി സ്കാനിങ്, മൈക്രോവേവ് റേഡിയേഷൻ, റഡാർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ, ഗാമ റേസ്, ഫുഡ് പ്രിസർവേഷൻ, ഹൈ എനർജി. കണക്ട് ചെയ്യേണ്ട ഇങ്ങനെയാണ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്. ആ എനർജിയെയും അല്ല ആ റേസും അതിൻ്റെ ആപ്ലിക്കേഷനെയും കണക്ട് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഹയർ എനർജി ക്യാൻ ബി യൂസ് ഫോർ സ്റ്റെറിലൈസേഷൻ പർപ്പസസ്, ലോ എനർജി വേവ്സ് ക്യാൻ ബി യൂസ് ഫോർ ഇമേജിംഗ് പർപ്പസസ്, സ്കാനിങ് പർപ്പസസ്, കമ്മ്യൂണിക്കേഷൻ പർപ്പസസ് എക്സെട്ര. അതിൻ്റെ ആൻസർ എന്താണ്? അപ്പം ഓൾ ദി എബോവ് ഈസ് ദി ആൻസർ. ഓക്കെ, അപ്പം നമ്മൾ കൂടുതലായിട്ട് നിങ്ങൾ ഇത് പഠിച്ചിരിക്കണം. നമ്മൾ വെതർ റഡാർസ് ഓർത്തിരുന്നോണം. വെതർ റഡാർസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് മൈക്രോവേവ് റീജിയനിലാണെന്ന് ഒന്ന് ഓർത്തിരുന്നോണം. വെതർ റഡാർ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് മൈക്രോവേവ് റീജിയനിലാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Question number 58. Consider the following statements. Assertion reasoning ആണ്. Liquid rocket engines provide greater control during the satellite launches compared to solid rocket launches. Liquid rocket engines can be throttled, shut down and restarted during the flight, whereas the most solid rocket engines burn continuously once ignited. Science and Techന്റെ വേറൊരു ടൈപ്പിലുള്ള ചോദ്യം എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാമോ? കമ്പാരിസൺ ടൈപ്പ് വരും. ഒരു ഓൾഡ് ടെക്നോളജി വേഴ്സസ് ന്യൂ ടെക്നോളജി എന്ന് പറയുന്ന ഒരു കമ്പാരിസൺ വരും. അപ്പോൾ എങ്ങനെ കമ്പാരിസൺ വരുന്നത്? ഓൾഡ് ടെക്നോളജി ആൻഡ് ന്യൂ ടെക്നോളജി. അപ്പോൾ ന്യൂ ടെക്നോളജി എപ്പോഴും എന്തായിരിക്കും? ഇതിൻ്റെ ഒരു അപ്ഗ്രഡേഷൻ ആയിരിക്കത്തില്ലേ? ഇതിൻ്റെ ലിമിറ്റേഷൻസ് ഒക്കെ ന്യൂ ടെക്നോളജിയിൽ ഇല്ലാണ്ടാവും. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് വരുമ്പം എങ്ങനെയായിരിക്കും മിക്കപ്പോഴും വരുന്നത്? ചിലപ്പം ഓൾഡ് ടെക്നോളജിയുടെ കേസിൽ നമുക്ക് എന്തായിരിക്കും വരുന്നത്? നമുക്ക് ഇന്റർചേഞ്ച് ചെയ്യും. സാധാരണഗതിയിൽ ഞാൻ ഇപ്പം പറഞ്ഞു ഓൾഡ് നിന്ന് ന്യൂ ടെക്നോളജി വരുമ്പോൾ ഇതിൻ്റെ അപ്ഗ്രഡേഷനാണ് സംഭവിക്കുന്നത്. ആപ്ലിക്കേഷൻസിൻ്റെ എല്ലാം അടുത്ത ലെവലിലേക്കാണ് നമുക്ക് പോകാൻ പറ്റുന്നത്. ഇതിൻ്റെ ലിമിറ്റേഷൻസ് ഒക്കെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ കമ്പാരിസൺ വരുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിച്ചു, ന്യൂ ടെക്നോളജി വിൽ ബി അസോസിയേറ്റഡ് വിത്ത് സംതിങ് പോസിറ്റീവ്. ഓൾഡ് ടെക്നോളജി വിൽ ബി ഹാവിങ് സം ഡിസഡ്വാൻറ്റേജസ്.
ഈ രീതിയിൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റണം. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ എക്സാമിനർ എന്താ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഓൾഡ് ടെക്നോളജി എന്താണ്, ന്യൂ ടെക്നോളജി എന്താണ്. ഇതിൻ്റെ ആ ഒരു ഐഡിയ നമുക്കുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്കൊന്ന് ആലോചിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഓൾഡ് ടെക്നോളജിയുടെ ഈ ഡിസഡ്വാൻറ്റേജ് മറികടക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ന്യൂ ടെക്നോളജിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് സൈഡിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും, ഇവിടെ ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമുക്ക് നോക്കാം. Liquid engines provide greater control during launches compared to solid rocket engines. Correct alle? Because liquid engine is an upgradation to solid engine. Solid engines നിന്ന് ഒരു അപ്ഗ്രേഡേഷൻ ആണ് നമുക്ക് ലിക്വിഡ് എഞ്ചിനിലേക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ സ്റ്റേറ്റ്മെന്റ്, ലിക്വിഡ് എഞ്ചിൻ പ്രൊവൈഡ്സ് ഗ്രേറ്റർ കൺട്രോൾ. അപ്പോൾ ഇത് പോസിറ്റീവായി ലിക്വിഡ് എഞ്ചിന് കമ്പയർഡ് ടു സോളിഡ് എഞ്ചിൻ. ഇവിടെ നെഗറ്റീവ് സൈഡിൽ നിൽക്കുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് എടുക്കാം. രണ്ടാമത് ഇതിന്റെ കാരണം ഇതാണോ, liquid rocket engines can be throttled, it could be shut down and it could be restarted during flight, whereas most solid engines burn continuously once ignited. അപ്പോൾ ഇത്തരത്തിലുള്ള രീതിയിൽ നമുക്ക് മാനുവർ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടല്ലേ ലിക്വിഡ് എഞ്ചിൻ കുറച്ചും കൂടെ ഗ്രേറ്റർ കൺട്രോൾ നൽകുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിന്റെ എക്സ്പ്ലനേഷൻ അല്ലേ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്, ആൻസർ ഇസ് എ. ഓക്കെ ആണേ. അപ്പോൾ എങ്ങനെ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്തതെന്ന് മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 59. ഞാൻ പറഞ്ഞു ഇങ്ങനൊരു ടേം തന്നിട്ട് 4 സ്റ്റേറ്റ്മെന്റ് തരുവാണെങ്കിൽ ടേം ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും നോക്കണം ആ ഓരോ ഓപ്ഷൻസിൽ. Reju PAVE, which has been developed by the Council of Scientific and Industrial Research, is primarily used in which of the following areas? Reju, ഇങ്ങനെ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ, രജു പാവേന്നോ രജു പാവെന്നൊക്കെ വായിക്കുകയാണെങ്കിൽ തെറ്റിപ്പോകും. രജു പേവ് എങ്ങോട്ടാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്, പേവ്മെന്റ്, റോഡ്, ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈസിയാണ്. രജു പേവ്, കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയ റോഡ്സ് ഇൻ ദി ലോ ടെമ്പറേച്ചർ കണ്ടീഷൻ. ഇത് കറക്റ്റ് ആകാൻ സാധ്യതയുണ്ട്. വേറെ എവിടെയെങ്കിലും റോഡ് ഉണ്ടോ? ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ ടു പ്രൊവൈഡ് പോർട്ടബിൾ വാട്ടർ, റാപ്പിഡ് റീസ്റ്റോറേഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ്, ട്രീറ്റ്മെന്റ് ഓഫ് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ടു പ്രൊഡ്യൂസ് ബയോഫ്യൂവൽ. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? ആൻസർ ഈസ് എ. വിച്ച് കുഡ് ബി, എന്താണ് എടുത്തത്? റോഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയയിൽ നമുക്ക് സംഭവിക്കാൻ വന്നത് ഈ ബിറ്റുമെൻ വർക്കബിലിറ്റി കുറയും ബിറ്റുമിൻ്റെ. ഓക്കെ, അപ്പോൾ അവിടെ പെട്ടെന്ന് ബിറ്റുമെൻ എന്താണ്, ബ്രിട്ടിലാവും, ബിറ്റുമിൻ ക്രാക്ക് ആവും. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി ബിറ്റുമിൻ ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ അത് ഹീറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ഇത്രയും ടെമ്പറേച്ചർ റേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ബിറ്റുമിൻ്റെ വർക്കബിലിറ്റി ഭയങ്കര പുവറാണ്. അപ്പം ഇതിനൊരു സൊല്യൂഷനാണ് രജു പേവ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി നമ്മൾ കൊണ്ടുവന്നു. രജു പേവ് ആരാ ഡെവലപ്പ് ചെയ്തേക്കുന്നത്? കൗൺസിൽ ഓഫ് സയന്റിഫിക് റിസർച്ച് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ആണ് രജു പേവ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊരു ബയോ ബേസ്ഡ് ആയിട്ടുള്ള ലിക്വിഡാണ്. ഇത് ബിറ്റുമെനിലേക്ക് ആഡ് ചെയ്യും. ബിറ്റുമെനിന് ഒരു സോഫ്റ്റനിങ് ഏജന്റ് ആയിട്ട് രജു പേവ് വർക്ക് ചെയ്യും. ഓക്കെ, ഇവിടെ അപ്പോൾ റോഡ് കൺസ്ട്രക്ഷൻ പോസിബിൾ ആക്കും അറ്റ് ലോ ടെമ്പറേച്ചർ. ഓക്കെ, അതിന്റെ വർക്കബിലിറ്റി കൂട്ടും. ബിറ്റുമെന്റെ വർക്കബിലിറ്റി കൂട്ടുന്ന ഒരു ബയോ ഏജന്റ് ആണ് രജു പേവ് എന്ന് പറയുന്ന ടെക്നോളജി. ഓക്കെ ആണേ. അടുത്ത ചോദ്യം, question number 60. Consider the following statements. Quantum technology could allow stations anywhere in India to exchange information through a quantum network without the fear of being compromised. Correct അല്ലേ? ക്വാണ്ടം എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ സേഫസ്റ്റ് ആണെന്നാണ് പറയുന്നത് അല്ലേ? സോ അത്രയെങ്കിലും നമുക്കറിയണം. ക്വാണ്ടം ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഏറ്റവും എൻക്രിപ്ഷൻ ലെവലിന്റെ ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് സെക്യൂരിറ്റിയാണ് നമുക്ക് ക്വാണ്ടം ടെക്നോളജി നൽകുന്നത് അല്ലേ? ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. ക്വാണ്ടത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്തൊക്കെ പഠിക്കണം? സൂപ്പർ പൊസിഷൻ എന്താണ്, എൻറ്റാങ്കിൾമെന്റ് എന്താണ്, ക്യൂബിറ്റ്സ് എന്താണ്, ഈ രീതിയിൽ ജസ്റ്റ് ഒരു ഐഡിയ മതി. ആ വേർഡ് അസോസിയേറ്റ് ചെയ്താലെങ്കിലും മതി. ക്വാണ്ടം കമ്പ്യൂട്ടറിൽ ക്വാണ്ടം ടെക്നോളജി എൻക്രിപ്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് അത്ര അറിഞ്ഞിരുന്നാൽ മതി ഇവിടെ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ചോദ്യം? സ്റ്റേറ്റ്മെന്റ് 1 എന്താ പറയുന്നത്? ക്വാണ്ടം ടെക്നോളജി could allow stations anywhere in India to exchange information through a
ക്വാണ്ടം നെറ്റ്വർക്ക് വിത്തൗട്ട് ഫിയർ ഓഫ് ബീങ് കോംപ്രമൈസ്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? അത്രയും പ്രൊട്ടക്ഷൻ ആണ് നൽകുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇൻ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻ ഇസ് സ്റ്റോർഡ് ആൻഡ് കമ്മ്യൂണിക്കേറ്റഡ് വയ ചാനൽസ് ദാറ്റ് ആർ എൻക്രിപ്റ്റഡ് ബൈ കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ്. ഇനി ഒരു കാര്യം, ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോകും. നിങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ തെറ്റത്തില്ല. ഒന്നും കൂടെ നിങ്ങൾ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് വഴിയാണോ ഇവിടെ എൻക്രിപ്ഷൻ നടക്കുന്നത്? ക്വാണ്ടം ടെക്നോളജി ഈസ് ബേസ്ഡ് ഓൺ ക്വാണ്ടം ഫിസിക്സ്, or it is based on the physical properties of matter like superposition, superentanglement. അത്തരത്തിലുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ടാണ്, ക്വാണ്ടം ഫിസിക്സിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലാണ്ട് കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസിനെ ബേസ് ചെയ്തിട്ടല്ല. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ഈ മോഡേൺ ആയിട്ടുള്ള എൻക്രിപ്ഷൻ കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഉപയോഗിച്ചാണ് എൻക്രിപ്ഷൻ നടക്കുന്നത്. അതിനെയും ബീറ്റ് ചെയ്യുന്ന സാധനമാണ് ക്വാണ്ടം. ക്വാണ്ടം ടെക്നോളജി. ട്രഡീഷണൽ ആയിട്ടുള്ള കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് വഴിയാണ് ഇപ്പം നമ്മൾ എൻക്രിപ്ഷൻ ചെയ്യുന്നതെങ്കിൽ ഇതിനെയും ബീറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ക്വാണ്ടം ഫിസിക്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 നമുക്ക് റോങ് ആയിട്ട് എടുക്കാമായിരുന്നു. ആൻസർ എന്താണ്? സി, സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ്. അടുത്ത ചോദ്യം. ഓക്കെ, ഇനി ജോഗ്രഫി റിലേറ്റഡ് ആയിട്ട് ചോദ്യമാണ്. കോൺസെപ്ച്വൽ ആണ്. ജോഗ്രഫിക്ക് എലിമിനേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജോഗ്രഫി എല്ലാം കോൺസെപ്ച്വൽ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ്സ് ഒക്കെ ഇതിൻ്റെയൊക്കെ നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. അത്രയും കുറേ ഡെപ്തിലേക്കൊന്നും നമുക്ക് ഈ ഒരു ഡിസ്കഷനിൽ പോകാൻ പറ്റില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, നമ്മൾ കൂടുതലായിട്ടും എങ്ങനെ ഓരോ ചോദ്യങ്ങൾ അപ്രോച്ചസിലൂടെ, ഫാക്ച്വൽ അല്ല, അല്ലാണ്ട് വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ആ ചോദ്യം സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ചോദ്യം ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഇൻ റീസെന്റ് ടൈംസ് which of the following factors have directly contributed to favorable conditions for cyclonic formation? നിങ്ങൾ ഓൾറെഡി സ്റ്റാറ്റിക്കിൽ പഠിക്കുന്നുണ്ട്, ജോഗ്രഫിയിൽ പഠിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഫേവറബിൾ കണ്ടീഷൻസ്? സീ സർഫസ് ടെമ്പറേച്ചർ എത്ര കൂടണം? ഓൾറെഡി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് വെർട്ടിക്കൽ വിൻഡ് ഷിയർ എങ്ങനെയായിരിക്കണം, ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഇതെന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫാക്ടേഴ്സ് ഹാവ് ഡയറക്ട്ലി കോൺട്രിബ്യൂട്ടഡ് ടു ഫേവറബിൾ കണ്ടീഷൻസ് ഓഫ് സൈക്ലോണിക് ഫോർമേഷൻ ഓവർ ദി ഇന്ത്യൻ ഓഷ്യൻ? പോസിറ്റീവ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ. അപ്പോൾ ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എൽ നിനോ, റൈസ് ഇൻ സീ സർഫസ് ടെമ്പറേച്ചർ, ഇതെന്തായാലും ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. തേർഡ് സ്റ്റേറ്റ്മെന്റ് വിട്. യു മസ്റ്റ് സ്റ്റഡി അബൌട്ട് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ. ഇന്ത്യൻ ഓഷ്യൻ ഡൈപോളിന്റെ 3 ഫേസസ് ഉണ്ട്. ഒന്ന് പോസിറ്റീവ് ഫേസ്, ഒന്ന് ന്യൂട്രൽ ഫേസ് ആൻഡ് ഒന്ന് നെഗറ്റീവ് ഫേസ്. അപ്പോൾ ഇതിനകത്ത് പോസിറ്റീവ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. പോസിറ്റീവ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്ത് പറ്റും? ഇന്ത്യൻ ഓഷ്യൻ ആണ് ഇവിടെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട, ഇന്ത്യൻ ഓഷ്യൻ ആണ്. അപ്പോൾ ഇത് ഇന്ത്യൻ ഓഷ്യൻ ആണെങ്കിൽ, ട്രോപ്പിക്കൽ ഇന്ത്യൻ ഓഷ്യൻ ആണെങ്കിൽ പോസിറ്റീവ് ഫേസിൽ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു ഏരിയ എന്താണ്? വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യൻ ഓഷ്യൻ, ആഫ്രിക്കൻ കോണ്ടിനെന്റ് ഇവിടെ വരും. ഓക്കെ, വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യൻ ഓഷ്യൻ ആണ് ഈ ഒരു ഏരിയ. ഇവിടെയോ ദിസ് ഈസ് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യൻ ഓഷ്യൻ, നമ്മുടെ ഇന്തോനേഷ്യ ആ ഒരു ഭാഗമൊക്കെ വരും. അപ്പൊ ഈ ഒരു പോസിറ്റീവ് ഫേസിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? വെസ്റ്റേൺ പാർട്ട് ബിക്കംസ് വാർമർ. ഈ ഒരു ഭാഗം എബോവ് ആവറേജ് ആയിട്ട്, ആവറേജിനേക്കാളും കൂടുതൽ ഇവിടെ ഒരു വാം കണ്ടീഷൻസ് വരും, ഇവിടെ ഒരു കോൾഡ് കണ്ടീഷൻസും വരും. അപ്പൊ നമുക്കറിയാം, ഇവിടെ വാം കണ്ടീഷൻ, ഇവിടെ കോൾഡ് കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹൈ പ്രഷർ സോണും ഇവിടെ ഒരു ലോ പ്രഷർ സോണും ക്രിയേറ്റ് ചെയ്യും. നമ്മുടെ ആഫ്രിക്കൻ കോസ്റ്റ്, ആഫ്രിക്കൻ തീരത്തിൽ ആ ഒരു ഏരിയയിൽ, ഇന്ത്യൻ ഓഷ്യൻ്റെ ഏരിയയിൽ അവിടെ ഒരു ലോ പ്രഷർ സോണും, ഇവിടെ ഇന്തോനേഷ്യ ഓസ്ട്രേലിയ ഭാഗത്തെ ആ ഒരു ഏരിയയിൽ, ആ ഒരു ഇന്ത്യൻ ഓഷ്യൻ്റെ ഏരിയയിൽ ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യും? ഒരു ഹൈ പ്രഷർ സോണും ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾക്കറിയാം വിൻഡ് എങ്ങനെ ഫ്ലോ ചെയ്യുന്നത്? ഫ്രം ഹൈ പ്രഷർ ടു ലോ പ്രഷർ വിൻഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യും. ഇത് എന്തിനെ എയ്ഡ് ചെയ്യും? ദിസ് വിൽ ഇൻ ടേൺ എയ്ഡ് അവർ മൺസൂൺ. അപ്പോൾ നമുക്ക് മൺസൂൺ ഇവിടെ കൂടും. സൈക്ലോൺസിന്റെ ഫോർമേഷൻ ഇവിടെ കൂടാനുള്ള സാധ്യതയാണ് ഇവിടെ പോസിറ്റീവ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് ആണ്. എൽ നിനോ ലാനിന ഫിനോമിന എന്താണെന്ന് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. എൽ നിനോ ലാനിന ഫിനോമിന എവിടെയാണ് നമ്മൾ നോക്കുന്നത്? പസഫിക് ഓഷ്യനിലാണ് നമുക്ക് നോക്കുന്നത്. ഇപ്പൊ എൽ നിനോയുടെ ടൈമിൽ എന്താ സംഭവിക്കുന്നത്? ശരിക്കും വിൻഡ് എങ്ങോട്ടായിരിക്കും ഫ്ലോ ചെയ്യുന്നത്? ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. വെസ്റ്റേൺ പസഫിക് ഓഷ്യന്റെ ഏരിയ എന്ന് ഈസ്റ്റേൺ പസഫിക് ഓഷ്യനിലേക്കായിരിക്കും. ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് ആയിരിക്കും വിൻഡ് ഫ്ലോ ചെയ്യുന്നത് എൽ നിനോയുടെ ടൈമിൽ. അപ്പോൾ നമുക്ക് മോയ്സ്ചർ ലെയ്ഡൻ ആയിട്ടുള്ള ഒരു വിൻഡ് നമ്മുടെ സൈഡിലേക്ക് വരുമോ? ഇന്ത്യയുടെ ഭാഗത്തേക്ക്, വെസ്റ്റ് ബംഗാൾ, എന്താണ്, ബേ ഓഫ് ബംഗാളിലേക്ക്? ഇല്ല. അപ്പോൾ എൽ നിനോ വന്നു കഴിഞ്ഞാൽ അത് മാത്രമല്ല, വെർട്ടിക്കൽ വിൻഡ് ഷിയറും ഹൈ ആയിരിക്കും.
സൈക്ലോൺ ഫോർമേഷൻ്റെ ഒരു കണ്ടീഷൻ ഉണ്ട്, വെർട്ടിക്കൽ വിൻഡ് ഷിയർ ലോ അല്ലെങ്കിൽ 0 ആയിരിക്കണം ഫോർ ദി ഫോർമേഷൻ ഓഫ് സൈക്ലോൺസ്. അപ്പം എൽനിനോ എവിടെ തെറ്റി? എൽനിനോയുടെ കാര്യം മാത്രം പറഞ്ഞാൽ നമുക്കിവിടെ ആൻസറിലേക്ക് എത്തായിരുന്നു. 2 എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 and 3 is the answer. ഇന്ത്യൻ ഓഷ്യൻ ഡൈപോളിനെ കുറിച്ച് പറയണം. 2 എലിമിനേറ്റ് കഴിഞ്ഞാൽ 1 and C is the answer. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട എന്താണ്? ഇന്ത്യൻ ഓഷ്യൻ ഡൈപോളിനെ കുറിച്ച് പഠിക്കണം, എൽനിനെ കുറിച്ച് പഠിക്കണം, കണ്ടീഷൻസ് ഫോർ ദി ഫോർമേഷൻ ഓഫ് ട്രോപ്പിക്കൽ സൈക്ലോൺസ്, കണ്ടീഷൻസ് ഫോർ ദി ഫോർമേഷൻ ഓഫ് ടെമ്പറേറ്റ് സൈക്ലോൺസ്. ട്രോപ്പിക്കൽ സൈക്ലോൺസിനും ടെമ്പറേറ്റ് സൈക്ലോൺസിനും ഡിഫറൻസ് എന്താണ്? വെരി ഇമ്പോർട്ടൻറ്റ്. സൈക്ലോജനസിസ് നമ്മുടെ പ്രിലിംസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തീമാണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം വരുന്ന തീമാണ്. നന്നായിട്ട് ഇതിൻ്റെ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി വെച്ചേക്കണം. ഓക്കെ, അടുത്ത ചോദ്യം. Continental rocks are much older than oceanic rocks. Statement 1. Statement 2. Continental crust is less dense and more buoyant compared to oceanic crust and therefore does not undergo subduction in the normal conditions. Factual ചോദ്യമാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞേക്കുന്നത്? കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ലെസ് ഡെൻസ് ആണ് ബിക്കോസ് ദേ ആർ മേഡ് അപ്പ് ഓഫ് ഗ്രാനൈറ്റിക് റോക്സ്. ഡെൻസിറ്റി കുറവാണ്. ഡെൻസിറ്റി കുറവാണെങ്കിൽ എന്ത് ചെയ്യും? ബോയന്റ് ആണ്, അത് പൊങ്ങിക്കിടക്കും. രണ്ടാമത് എന്താണ്? കമ്പയർഡ് ടു ഓഷ്യാനിക് ക്രസ്റ്റ് വിച്ച് ഈസ് മേഡ് ഓഫ് ബസാൾട്ടിക് റോക്സ്, അത് മോർ ഡെൻസ് ആണ്. അപ്പം മൂവ്മെന്റ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പ്ലേറ്റ് മൂവ്മെന്റ് വരുമ്പോൾ ഡെൻസർ ആയിട്ടുള്ള പാർട്ട് സബ്ഡക്ട് ചെയ്യും, ഓഷ്യാനിക് ക്രസ്റ്റ് സബ്ഡക്ട് ചെയ്യും. അതിനർത്ഥം എന്താണ്? ഇവിടെ സീ ഫ്ലോർ സ്പ്രെഡിങ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, സീ ഫ്ലോർ ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്, പുതിയ ഓഷ്യൻ ക്രസ്റ്റ് ഇവിടെ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓൾഡ് ഓഷ്യൻ ക്രസ്റ്റ് സബ്ഡക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ ക്രസ്റ്റ് എവിടെ എപ്പോഴും ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇറ്റ് ഈസ് ഇൻ ദി ഓഷ്യൻ ക്രസ്റ്റ്. കോണ്ടിനെന്റൽ ക്രസ്റ്റോ ഇറ്റ് ഈസ് സ്റ്റിൽ സ്റ്റാൻഡിങ് ബിക്കോസ് ഇറ്റ് ഈസ് ലെസ് ഡെൻസ് ദാൻ ദി ഓഷ്യാനിക് ക്രസ്റ്റ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2 നോക്കിയേ. സ്റ്റേറ്റ്മെന്റ് 2 എന്താ പറയുന്നത്? കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഈസ് ലെസ് ഡെൻസ് ആൻഡ് മോർ ബോയന്റ് കമ്പയർഡ് ടു ഓഷ്യാനിക് ക്രസ്റ്റ് ആൻഡ് therefore does not undergo subduction in the normal conditions. ഇത് കറക്റ്റ് അല്ലേ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, സ്റ്റേറ്റ്മെന്റ് 1 നോക്കി. കോണ്ടിനെന്റൽ റോക്സ് ആർ മച്ച് ഓൾഡർ ദാൻ ദി ഓഷ്യാനിക് റോക്സ്. ഞാൻ പറഞ്ഞു ഓഷ്യാനിക് റോക്സ് എന്താണ്? അവർ സബ്ഡക്റ്റ് ചെയ്യും, അതുകൊണ്ട് പുതിയ ഓഷ്യാനിക് ക്രസ്റ്റ് ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കാരണം ഇത് തന്നെയല്ലേ? മോർ ഡെൻസ് ആയിട്ടുള്ള ഓഷ്യൻ ക്രസ്റ്റ് സബ്ഡക്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ആൻസർ ഈസ് എ. ബോത്ത് ദി സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് 1. അടുത്ത 63rd ക്വസ്റ്റ്യൻ. വിത്ത് റെഫറൻസ് ടു ഹോട്ട്സ്പോട്ട് വോൾക്കാനിസം. ഹോട്ട്സ്പോട്ട് വോൾക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? With reference to hotspot volcanism, which of the following locations are known to be global hotspot region? അപ്പോൾ hotspot volcanism എന്താണ് ശരിക്കും? ഇത് നമ്മുടെ ഒരു ടെക്ടോണിക് പ്ലേറ്റിന്റെ മിഡിലിൽ സംഭവിക്കുന്ന ഒരു എന്താണ് വോൾക്കാനിക് ആക്ടിവിറ്റിയാണ്. ഇതൊരു ടെക്ടോണിക് പ്ലേറ്റ് ആണെങ്കിൽ ഇതിന്റെ താഴെ എന്താണ്? ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള എന്താണ് സ്റ്റേഷനറി മാൻറ്റിൽ പ്ലൂംസ് പൊങ്ങി വരും. റൈസിങ് മാൻറ്റിൽ പ്ലൂംസ് എന്ത് ചെയ്യും? ഈ ഒരു പ്ലേറ്റ് ഇതിൻ്റെ ക്രസ്റ്റിനെ മെൽറ്റ് ചെയ്യും, അങ്ങനെ ഇതിൻ്റെ മാഗ്മ ഇവിടെ ഫോം ചെയ്യും. ഈ മാഗ്മയാണ് വോൾക്കാനിക് ഇറപ്ഷൻ്റെ രീതിയിൽ പുറത്തേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലേറ്റ് ഈ ഒരു സ്റ്റേഷനറി ആയിട്ടുള്ള മാൻഡിൽ പ്ലൂമിൻ്റെ കൂടെ ഹോട്ട്സ്പോട്ടിൻ്റെ മേളിൽ കൂടെ ഇത് മൂവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇതിൻ്റെ ക്രസ്റ്റ് മെൽറ്റ് ചെയ്യും, മാഗ്മ ഫോം ചെയ്യും, വോൾക്കാനോസ് ഇറപ്റ്റ് ചെയ്യും. ഇതാണ് എന്ത്? ഹോട്ട്സ്പോട്ട് വോൾക്കാനിസം. ഇനി ഏതൊക്കെ റീജിയനിലാണ് ഹോട്ട്സ്പോട്ട് വോൾക്കാനിസം നമുക്ക് കാണാൻ കഴിയുന്നത്? ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് എന്തായാലും അറിയണം. ഹവായി എന്തായാലും നിങ്ങൾക്ക് അറിയാം, 1 എന്തായാലും വേണം, 1 വേണം. 1 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, ഹവായൻ ഹോട്ട്സ്പോട്ട് റീജിയൻ. 1 അറിയാമെങ്കിൽ തന്നെ നമുക്ക് എന്ത് പറ്റി? 50-50 എത്താൻ പറ്റി. ഇനി നമുക്ക് എന്താ ഉള്ളത്? ഐസ്ലൻഡും കൂടെ അറിയാമെങ്കിൽ, ഇത് ഫാക്ച്വൽ ചോദ്യമാണ്, ഐസ്ലൻഡും കൂടെ അറിയാമെങ്കിൽ എന്താണ്? ഐസ്ലൻഡും കൂടെ അറിയാമെങ്കിൽ ലോട്ടറി അടിച്ചു. ആൻസർ എന്താണ്? സി ആണ്. ഐസ്ലൻഡും ഹവായൻ റീജിയനും ഹോട്ട്സ്പോട്ട് റീജിയൻസ് ആണ്. അത് കൂടാണ്ട് യെല്ലോസ്റ്റോൺ, റിയൂണിയൻ, ഗലപ്പാഗോസ്, ഇതൊക്കെ ഹോട്ട്സ്പോട്ട് റീജിയന്റെ എക്സാമ്പിൾസ് ആണ്. സാഗ്രോസ് മൗണ്ടൻസ് എവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്? സാഗ്രോസ് മൗണ്ടൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദി കൊളിഷൻ ഓഫ് അറേബ്യൻ ആൻഡ് യുറേഷ്യൻ പ്ലേറ്റ്. അറേബ്യൻ ആൻഡ് യുറേഷ്യൻ പ്ലേറ്റിന്റെ കൊളിഷൻ കാരണമാണ് സാഗ്രോസ് മൗണ്ടൻസ് ഫോം ചെയ്തേക്കുന്നത്. യുറേഷ്യൻ പ്ലേറ്റ്സിന്റെ കൊളിഷൻ കാരണമാണ് സാഗ്രോസ് മൗണ്ടൻസ് ഫോം ചെയ്യുന്നത്. അതിന്റെ മേജർ പാർട്ട് നമുക്ക് ഇറാനിലാണ് കാണാൻ കഴിയുന്നത്. സാഗ്രോസ് മൗണ്ടൻ, ആൻഡിസ് മൗണ്ടൻ നിങ്ങൾക്ക് എവിടെയാണെന്ന് അറിയാമല്ലോ. ആൻഡിസ് മൗണ്ടൻ
സൗത്ത് അമേരിക്കയിലാണ് ആൻഡീസ് മൗണ്ടൻ. അഫാർ റീജിയൻ എവിടെയാണ്? അഫാർ റീജിയൻ എന്ന് പറയുന്നത് ഈസ്റ്റേൺ ആഫ്രിക്കയിലാണ്. അഫാർ ട്രിപ്പിൾ ജംഗ്ഷൻ നോക്കുക, മാപ്പിൽ പോയി ലൊക്കേഷൻസ് മാർക്ക് ചെയ്ത് പഠിക്കണം, മാപ്പിൽ പോയി. ഓക്കെ, ഇന്റർനാഷണൽ മാപ്പിങ്ങും നാഷണൽ മാപ്പിങ്ങും ഇന്റർനാഷണൽ IR മാപ്പ് റിലേറ്റഡ് ആയിട്ട് എത്ര ചോദ്യമാണ് നമുക്ക് വരുന്നതെന്ന് ആലോചിച്ച് നോക്കി. ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും ഇത് നമുക്ക്. ഓക്കെ, അപ്പം നിങ്ങളിതൊക്കെ പഠിച്ചു വെച്ചേക്കണം. അഫാർ റീജിയനും കറക്റ്റ് ആണ്. ഇവിടെയും ഹോട്ട്സ്പോട്ട് വോൾക്കാനിസം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദി ആൻസർ ഈസ് C 1, 3 and 5. അടുത്ത ദി സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദി എർത്ത്. ഫാക്ച്വൽ ചോദ്യമാണ് അടുത്ത ഫാക്ച്വൽ ചോദ്യം. ഓക്കെ, ജോഗ്രഫി ഒക്കെ ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയാസും കൂടിയാണ് കവർ ചെയ്യുന്നത്. ഇതൊക്കെ വളരെ നമ്മൾ നേരത്തെ എടുത്ത ചോദ്യങ്ങളെല്ലാം ഒന്നും തന്നെയും വളരെ വേഗമായിട്ടുള്ള ഏരിയാസിൽ നിന്നൊന്നും നമ്മൾ ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്തിട്ടില്ല. എല്ലാം റിപ്പീറ്റഡ് തീംസ് ആണ്. അപ്പോൾ നമ്മളൊരു പേപ്പർ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഓരോ സബ്ജക്ട്സിനും റിപ്പീറ്റഡ് ആയിട്ടുള്ള തീംസ് ഉണ്ട്. ആ തീംസ് ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിച്ചാൽ മതി. അതാണ് ഇവിടെ ചെയ്യുന്നത്. ആ തീംസ് ഫോക്കസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഇടുന്നത് ആ തീംസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ്. ഈ ക്വസ്റ്റ്യൻസിൽ മാത്രം നിങ്ങൾ റിലേ ചെയ്യണോ? അല്ല, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ തീംസ് പോയി പിക്ക് ചെയ്ത് ഈ തീംസ് നിങ്ങൾ നന്നായിട്ട് കവർ ചെയ്യണം. ഇപ്പം നേരത്തെ പറഞ്ഞ തീംസ് എല്ലാം തന്നെയും നിങ്ങൾ പ്രോപ്പറായിട്ട് കവർ ചെയ്യണം. ഓക്കെ, അടുത്ത ചോദ്യം. ദി സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദി എർത്ത് ഈസ് മാക്സിമം അറ്റ് ദി ഇക്വേറ്റർ. വിത്ത് റെഫറൻസ് ടു ദി above observation, which of the following statement is correct? The given observation is correct and it partly explains why the effective gravity becomes marginally lower at the equator than at the poles. The given observation is incorrect as the variation in the apparent gravity with latitude arises solely from the differences in the Earth's mass distribution. The given observation is correct, but it results in a uniform gravitational pull at all the latitude despite the centrifugal effect. Aduthe, the given observation is incorrect since any rotational asymmetry would be neutralized by Earth's gravitational gradient, ensuring identical effective gravity across all latitudes. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ ഇതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. The speed of rotation of Earth is maximum at the equator. Okay, the speed of rotation of Earth is maximum at the equator. നിങ്ങൾ പാർക്കിലൊക്കെ പോകുമ്പോൾ ഈ ഒരു റൈഡ് ഇല്ലേ, ഇങ്ങനെ കുറേ ഒരു റോപ്പ് ഉണ്ട്, ഇവിടെ കുറേ ചെയർസ് ഉണ്ട്. ഈ ഒരു റൈഡ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇത് നോർത്ത് പോളും ഇത് ഇക്വേറ്ററും ആണെന്ന് കൺസിഡർ ചെയ്യുക. ഇത് നോർത്ത് പോളും ഇത് ഇക്വേറ്റർ ആണെന്ന് കൺസിഡർ ചെയ്യുക. ഇത് കൺസിഡർ ചെയ്യാമോ? നിങ്ങളൊരു കാര്യം ഓർത്തോ, ഇവിടെ ഒരാളെ നിർത്തിയെന്ന് വെച്ചോ. ഇതിൻ്റെ പോയിന്റില്ല, നിർത്താൻ പറ്റത്തില്ല, സർക്കസ് ആണെങ്കിൽ അവിടെ ഒരാളെ നിർത്താൻ പറ്റത്തില്ല. സപ്പോസ് ഒന്ന് ഇമാജിൻ ചെയ്യ്, ഇവിടെ എന്താണ്, ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്, ഇവിടെ ഒരാൾക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണെങ്കിൽ ഇവിടെ നമ്മൾ ഇരിക്കുവാണ്, ഞാൻ ഇരിക്കുവാണ്, ഇവിടെ കറങ്ങുവാണ്, എന്നിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുവാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കറങ്ങുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തലകറക്കം വരും അല്ലേ? എനിക്ക് തലകറക്കം വരും. കാരണം ഇവിടെ എന്താണ്, എനിക്ക് ഭയങ്കര സ്പീഡ് അനുഭവപ്പെടുവാണ്. ഇവിടെ ഞാൻ ഈ അറ്റത്തിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സ്പീഡ് അനുഭവപ്പെടും. മറിച്ച് ഞാൻ ഇവിടെ നിൽക്കുവാണെങ്കിലോ ഞാൻ സ്റ്റാറ്റിക് പൊസിഷനിലല്ലേ, ഞാൻ കറങ്ങുന്നുണ്ട്. എനിക്ക് പക്ഷേ ഞാൻ അവിടെ തന്നെ സ്റ്റാറ്റിക് പൊസിഷനിൽ നിൽക്കുമല്ലേ. എന്തുകൊണ്ടാണ് എനിക്കിവിടെ സ്പീഡ് അനുഭവപ്പെടുന്നത്? അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട, ഇത് 2 ലെയറിലുള്ളൊരു സാധനമാണെന്ന് വെച്ചോ. ഇവിടെയും ഞാനുണ്ട്, ഇവിടെ എന്താണ്, നിങ്ങളൊരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളൊരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ ഒരു പോയിന്റിൽ നിന്ന് തിരിച്ച് കറങ്ങി ഈ ഒരു പോയിന്റിലേക്ക് ഞാൻ എത്താൻ T1 എന്ന് പറയുന്നൊരു ടൈം എടുക്കുവാണെങ്കിൽ ഈ പോയിന്റിൽ ഇരിക്കുന്ന ആൾ തിരിച്ച് കറങ്ങി ഇവിടെ എത്താൻ T1 എന്ന് പറയുന്ന ടൈം തന്നെ എടുക്കുന്നേ. സെയിം ടൈമിൽ തന്നെ തിരിച്ചെത്തത്തില്ലേ? പക്ഷേ ഇവിടെ ഞാൻ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസും ഇദ്ദേഹം കവർ ചെയ്യുന്ന ഡിസ്റ്റൻസും സെയിം ആണോ? ഇല്ല, ഇദ്ദേഹം കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് കുറവാണ്, ഞാൻ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് കൂടുതലാണ്. അതിനർത്ഥം എന്താണ്? ഇവിടുത്തെ സ്പീഡ് കൂടുതലാണെന്നല്ലേ അർത്ഥം. ഇക്വേറ്ററിൻ്റെ അവിടുത്തെ സ്പീഡ് മാക്സിമം ആണ്. എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് അപ്പൊ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെങ്കിൽ 50-50 എത്തി. ഇറ്റ് ഷുഡ് ബി എയ്തർ ഒന്നെങ്കിൽ A ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം, അത് C ആയിരിക്കണം. കാരണം ഇതിനകത്ത് മാത്രമേ പറയുന്നുള്ളൂ ഒബ്സർവേഷൻ ഈസ് കറക്റ്റ് എന്ന്. ബാക്കി എന്താ പറയുന്നത്? ഒബ്സർവേഷൻ ഈസ് ഇൻകറക്റ്റ്, ഒബ്സർവേഷൻ ഈസ് ഇൻകറക്റ്റ്. ഡിയും എലിമിനേറ്റ് ചെയ്യാം, ബിയും എലിമിനേറ്റ് ചെയ്യാം. ഇനി അടുത്ത എന്താ ഇതിനകത്ത് പറയുന്നത്? ഇറ്റ് പാർട്ട്ലി എക്സ്പ്ലെയിൻസ് വൈ ദി എഫക്റ്റീവ് ഗ്രാവിറ്റി ബിക്കംസ് മാർജിനലി ലോവർ അറ്റ് ദി ഇക്വേറ്റർ ദാൻ അറ്റ് ദി പോൾസ്. ഓക്കെ, മാക്സിമം ഗ്രാവിറ്റേഷണൽ പുൾ എവിടെയാണ് നമുക്ക് വരുന്നത്?
മാക്സിമം ഇത് നോർത്ത് പോൾ ആണെങ്കിൽ ഇത് ഇക്വേറ്റർ ആണെങ്കിൽ മാക്സിമം ഗ്രാവിറ്റേഷണൽ പുള്ള് നമുക്ക് എവിടെയാണ് വരുന്നത്? നമുക്ക് എവിടെയാണ് വരുന്നത്? ഈ പോൾസിലാണ് മാക്സിമം ഗ്രാവിറ്റേഷണൽ പുള്ള് നമുക്ക് അനുഭവപ്പെടുന്നത്. ഓക്കെ, ഇക്വേറ്ററിൽ എന്താ? നമ്മളിപ്പോൾ ഒരു കാര്യം ആലോചിച്ചാണ്, ഇക്വേറ്ററിൽ നമ്മൾ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ ഈ ഒരു ഇമാജിൻ ചെയ്തപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് പുറത്തേക്ക് ഔട്ട്വേർഡായിട്ട് തെറിച്ച് പോകുന്നൊരു ഒരു ഫീലിംഗ് എനിക്ക് കാണത്തില്ല. ഞാൻ ഈ റൈഡിലിരിക്കുമ്പോൾ ഞാൻ പുറത്തേക്ക് എന്നെ ഏതോ ഒരു ഫോഴ്സ് എന്നെ തെറിപ്പിച്ച് വിടുന്ന പോലെയല്ലേ എനിക്ക് തോന്നുന്നത്. ഈ ഫോഴ്സാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അപ്പോൾ ഇവിടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടോ? ആക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇവിടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് എന്താണ് സെന്ററിലേക്ക് ആകർഷിക്കുന്ന ഫോഴ്സ് ഏതാണ്? ഇറ്റ് വിൽ ബി ഗ്രാവിറ്റേഷണൽ പുൾ. അപ്പോൾ ഗ്രാവിറ്റേഷണൽ പുള്ളും ഉണ്ട്, അവിടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഗ്രാവിറ്റേഷണൽ പുൾ ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇങ്ങനെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ പുള്ളിനെ കുറച്ചൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നുണ്ട് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ വായിച്ചു നോക്കിയേ. And it partly explains why the effective gravity becomes marginally lower at the equator than at the poles. Gravity എന്തുകൊണ്ട് കുറയുന്നു? Because of the centrifugal pull in the opposite direction of the gravitational pull. Factual question ആണ്, നിങ്ങളത് പഠിച്ചിരിക്കണം. ഓക്കെ, അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ആൻസർ എന്താണ്? ആൻസർ ഈസ് എ. ഇതേ കാരണം കൊണ്ടാണ് 100 കിലോ ഉള്ള ഞാൻ നോർത്ത് പോളിൽ നിൽക്കുമ്പോൾ എനിക്ക് 100 കിലോ ആണെങ്കിൽ ഐ വിൽ ഫീൽ സ്ലൈറ്റ്ലി ലെസ് വെയിറ്റ് വെൻ ഐ കം ടു ദി ഇക്വേറ്റർ. എനിക്ക് ചിലപ്പോൾ 99.5 കിലോയെ കാണത്തുള്ളൂ, പക്ഷെ എൻ്റെ ബോഡി മാസ് കുറഞ്ഞിട്ടുമില്ല. ഇതിനുള്ള കാരണം ഞാനിപ്പം പറഞ്ഞതാണ്. നിങ്ങൾ ഒന്നും കൂടെ ആലോചിച്ച് ഒന്നുകൂടെ സെർച്ച് ചെയ്ത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം 65. With reference to distribution of temperature over land and ocean, consider the following statements. At a given latitude, the temperature contrast between the continent and adjoining ocean is generally greater in January than in July. Second statement, during January, the landmass of a lower latitude continent may register temperature comparable to those of an ocean located at a higher latitude. The difference in specific heat capacity between land and water provides a direct explanation for both the above statements. അപ്പോൾ ചോദ്യം ഒന്നേ ഉള്ളൂ, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. വാട്ട് ഡു യു മീൻ ബൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ചേഞ്ച് ദി ടെമ്പറേച്ചർ ബൈ 1 യൂണിറ്റ്. എത്രത്തോളം എനർജി റിക്വയർമെന്റ് ഉണ്ട് ടു ചേഞ്ച് ദി ടെമ്പറേച്ചർ ബൈ 1 യൂണിറ്റ്. അപ്പോൾ നമുക്ക് സ്പെസിഫിക് ഹീറ്റ് ഓഫ് ലാൻഡ് നിങ്ങൾക്ക് എപ്പോഴും പഠിച്ചിട്ടുണ്ടാവും. ലാൻഡ് പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് തണുക്കും. ഇറ്റ് കൂൾസ് ഡൗൺ റാപ്പിഡ്ലി, ഇറ്റ് ഹീറ്റ്സ് അപ്പ് റാപ്പിഡ്ലി. നിങ്ങളിത് പഠിച്ചിട്ടുണ്ടാവും. ഇതിന്റെ കാരണം എന്താണ്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ലാൻഡ് ഈസ് ലോ. ഓക്കെ, പക്ഷെ ഓഷ്യൻസിന്റെ കേസ് ആകുമ്പോഴോ ഇതിന്റെ ഹീറ്റ് ലൂസ് ചെയ്യുന്നതും വളരെ ഗ്രാജുവലി സ്ലോ ആയിട്ടാണ്, ഇത് കൂൾ ഡൗൺ ചെയ്യുന്നതും വളരെ സ്ലോ ആയിട്ടാണ്. അപ്പം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ഓഷ്യൻസ് ഈസ് ഹയർ. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ ഒരു ചോദ്യം നമുക്ക് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഫാക്ച്വൽ ചോദ്യമാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? അറ്റ് എ ഗിവൺ ലാറ്റിറ്റ്യൂഡ്. അപ്പൊ ഇതൊരു ഇക്വേറ്റർ ആണ്. അപ്പൊ ഇത് ഇക്വേറ്റർ ആണെങ്കിൽ ഇത് ഞാൻ വരയ്ക്കുവാണ്. ഇത് ഇക്വേറ്റർ ആണെങ്കിൽ അറ്റ് എ ഗിവൺ ലാറ്റിറ്റ്യൂഡ് ദി ടെമ്പറേച്ചർ കോൺട്രാസ്റ്റ്. അപ്പോൾ ഈ ഒരു ലാറ്റിറ്റ്യൂഡ് നമുക്ക് കൺസിഡർ ചെയ്യാം, ഈ ഒരു താഴത്തെ ലാറ്റിറ്റ്യൂഡ്. ദി ടെമ്പറേച്ചർ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദി കോണ്ടിനെന്റ് ആൻഡ് ദി അഡ്ജോയിനിങ് സീ. അപ്പോൾ ഇതൊരു കോണ്ടിനെന്റ് ആണ്, ഇത് അഡ്ജോയിനിങ് സീ ആണെങ്കിൽ ദി ടെമ്പറേച്ചർ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദി കോണ്ടിനെന്റ് ആൻഡ് ദി അഡ്ജോയിനിങ് സീ ഇസ് ജനറലി ഗ്രേറ്റർ ഇൻ ദി മന്ത് ഓഫ് ജാനുവരി ദാൻ ഇൻ ജൂലൈ. അത് നമ്മൾ ജാനുവരി കൺസിഡർ ചെയ്യാം. ജാനുവരിയിൽ എന്താ സംഭവിക്കുന്നത്? നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്താ സംഭവിക്കുന്നത്? വിന്റർ ടൈമാണ്. നേരത്തെ പറഞ്ഞു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് തണുപ്പല്ലേ ജാനുവരി എന്ന് പറഞ്ഞാൽ, വിന്റർ ടൈം നോർത്തേൺ ഹെമിസ്ഫിയറിൽ. അപ്പോൾ ലാൻഡിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണ്? ഇറ്റ് ഈസ് വെരി ലോ. അപ്പോൾ ലാൻഡിന് എന്ത് പറ്റും? ഇറ്റ് കൂൾസ് ഡൗൺ വെരി ഫാസ്റ്റ് ജാനുവരി ടൈമിൽ അല്ലേ, പെട്ടെന്ന് കൂൾ ഡൗൺ ചെയ്യും, പെട്ടെന്ന് തണുക്കും ലാൻഡ്. അതുപോലെയാണ് ഓഷ്യൻ.
അല്ല, ഇറ്റ് റീറ്റെയിൻസ് ഹീറ്റ്. അതുകൊണ്ട് തന്നെ ഈ ജാനുവരി മന്തിൽ എന്താണ് നമുക്ക് എന്ത് കാണാൻ കഴിയും? ടെമ്പറേച്ചർ കോൺട്രാസ്റ്റ്. ഇതിന്റെ രണ്ടിന്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടുതലായിരിക്കും കമ്പയർഡ് ടു ജൂലൈ. ജൂലൈയിൽ എന്താ സംഭവിക്കുന്നത്? ഈ ലാൻഡും ഓഷ്യനും ദേ വാം അപ്പ് മോർ ഈവൻലി, കുറെ ഈവൻ ആയിട്ടാണ് അവർ വാം അപ്പ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ കോൺട്രാസ്റ്റ് കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് ജാനുവരിയിലാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. ഡ്യൂറിംഗ് ജാനുവരി ദി ലാൻഡ് മാസ് ഓഫ് എ ലോവർ ലാറ്റിറ്റ്യൂഡ്, the landmass of a lower latitude is land may register temperature comparable to the ocean located in a higher latitude. ഇത് ഓഷ്യൻ. ഈ ഹയർ ലാറ്റിറ്റ്യൂഡിലുള്ള ഓഷ്യനും ഈ ലോവർ ലാറ്റിറ്റ്യൂഡിലുള്ള ലാറ്റ് മാസിന് ടെമ്പറേച്ചർ ഈക്വൽ ആകും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഏത് മാസമാണ്? ഡ്യൂറിംഗ് ദി മന്ത് ഓഫ് ജാനുവരി. നേരത്തെ നമ്മൾ പറഞ്ഞ സെയിം ലാറ്റിറ്റ്യൂഡിന്റെ കാര്യമാണ്. ഇത് ഡിഫറെന്റ് ലാറ്റിറ്റ്യൂഡ്സിലുള്ള ഓഷ്യന്റെയും ലാൻഡിന്റെയും കാര്യമാണ്. അപ്പൊ നമുക്ക് നോക്കാം ജാനുവരിയിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്. നോർത്തേൺ ഇന്ത്യയിലേക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്? ജാനുവരിയിൽ ലാൻഡ് തണുക്കും, പക്ഷെ സ്റ്റിൽ ഇറ്റ് ഈസ് ഗെറ്റിംഗ് സം ഫോം ഓഫ് സൺലൈറ്റ് അല്ലേ? കുറച്ചൊക്കെ സൺലൈറ്റ് നമുക്ക് കിട്ടും ലാൻഡ് ഇവിടെ. പക്ഷേ ഹയർ ലാറ്റിറ്റ്യൂഡിലേക്ക് പോകുമ്പോൾ എന്താ പറ്റുന്നത്? ഓഷ്യൻസ് അറ്റ് ഹയർ ലാറ്റിറ്റ്യൂഡ്. അപ്പോൾ ഇതൊരു ജാനുവരി മന്ത് ആണെങ്കിൽ ഞാൻ പറഞ്ഞു ഓഷ്യൻസ് ഹീറ്റ് ലൂസ് ചെയ്യുന്നത് വളരെ ചെറുതായിട്ടായിരിക്കും ഹീറ്റ് ലൂസ് ചെയ്യുന്നത്. സ്പെസിഫിക് കപ്പാസിറ്റി അവർക്ക് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ പ്രസീഡിങ് മന്ത്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സമ്മർ ക്ലൈമറ്റ് ആയിരുന്നു, സമ്മർ മന്ത്സ് ആയിരുന്നു. അപ്പൊ അത് സ്റ്റിൽ ദിസ് വാട്ടർ ഈസ് ഹോൾഡിംഗ് ഓൺ ടു സം ഹീറ്റ് ഫ്രം മന്ത്സ് എഗോ. മാസങ്ങൾക്ക് മുന്നേ ഉള്ള കുറച്ച് ഹീറ്റ് ഇപ്പോഴും ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജാനുവരി മാസം ആകുമ്പോഴത്തേക്കും ഇതിന്റെ രണ്ടിന്റെയും ടെമ്പറേച്ചർ എടുത്ത് നോക്കിയാൽ ഏകദേശം നമുക്ക് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു മിഡ് പാത്തിലേക്ക് എത്തും. കാരണം ഇവിടെ നമുക്ക് സൺലൈറ്റ് കിട്ടുന്നതുകൊണ്ട് കുറച്ച് ചൂടുണ്ട്. ഒരു സമ്മർ ഹോട്ട് അല്ലെങ്കിലും, സമ്മർ ഹോട്ട് ആണ് അവിടെ അല്ല, ഗെറ്റിംഗ് സം സൺ, പക്ഷെ ഇത് സമ്മർ ഹോട്ട് അല്ല. ഓക്കെ, പക്ഷെ ഇവിടെ നോക്കിയേ, ഇതിന് മാസങ്ങൾക്ക് മുമ്പ് സമ്മർ ആയിരുന്നു. അപ്പൊ അതിന്റെ ഹീറ്റ് ലോസ് വളരെ കുറവായിരിക്കും. ഇവിടെ സ്പെസിഫിക് കപ്പാസിറ്റി കൂടുതലാണ്. അപ്പൊ ഇവിടെയും ചൂടുണ്ട്, ഇവിടെയും ചെറിയ ചൂടുണ്ട്. അപ്പൊ ഈ ജനുവരി മാസത്തിൽ ഇത് ഹയർ ലാറ്റിറ്റ്യൂഡിലുള്ള ഓഷ്യനും ലോവർ ലാറ്റിറ്റ്യൂഡിലുള്ള ലാൻഡിന്റെയും ടെമ്പറേച്ചർ ഏകദേശം കമ്പയറബിൾ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നിങ്ങളിത് സ്റ്റാറ്റിക് സ്റ്റഫ് ആണ്, നന്നായിട്ട് പോയി പഠിക്കണം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, the difference in the specific heat capacity between land and the water provides a direct explanation for both statement 1 and 2. ഇത്രയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതിൽ നിങ്ങൾക്ക് ഇത് ശരിയാണെന്ന് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. The answer is all 3. അപ്പം ജോഗ്രഫി ചോദ്യങ്ങളെല്ലാം തന്നെയും ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ്. മനസ്സിലാക്കി എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് പഠിക്കേണ്ടി വരും. അധികം അപ്രോച്ചസും കാര്യങ്ങളൊന്നും ഇവിടെ വർക്കാവത്തില്ല, ഫാക്ച്വൽ ആണ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കി NCERT തന്നെ പഠിക്കണം. NCERT നന്നായിട്ട് പഠിച്ചാൽ ഇതിനകത്ത് കുറേ ചോദ്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, എന്തെങ്കിലും മനസ്സിലാകാത്തത് മാത്രം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നോട്ട്സ് എടുക്കുക, നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം. Consider the following statements. Description. The temperature stays between 20 degrees Celsius and 30 degrees Celsius. Rainfall is about 200 cm per year. It is grown on the hill slopes and requires well-drained loamy soil. The state of Kerala is the leading producer in India. Which of the following crops is given below? Direct അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടോ നമുക്ക്? Fourth statement വായിച്ചപ്പോൾ തന്നെ the state of Kerala is the leading producer in India. അത് വായിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്ത്? റബ്ബർ ആണെന്ന് എനിക്ക് മനസ്സിലായി. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ലേ അപ്പോൾ ആൻസർ? ഇതിൻ്റെ എല്ലാവരും കിട്ടിക്കാണല്ലോ ഇതിൻ്റെ ആൻസർ. അപ്പോൾ നമ്മൾ എന്താ പഠിക്കേണ്ടത്? ഓരോ ക്രോപ്സ് എടുക്കുമ്പോഴും അതിൻ്റെ ഇത്ര ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു വെക്കണം. കാരണം നമുക്ക് ഇതേ പാറ്റേണിലാണ് ചോദ്യം വരുന്നത്. നിങ്ങളെടുത്ത് നോക്കിക്കോ, ഇതേ പാറ്റേണിൽ തന്നെ നമുക്ക് ചോദ്യം വരുന്നത്. ആ പാറ്റേൺ തന്നെയാണ് ഞങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് നിന്ന് നമുക്ക് പാറ്റേൺ എങ്ങനെ ഞങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെന്ന്. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? അപ്പോൾ നിങ്ങൾ ഓരോന്ന് പഠിക്കുമ്പോഴും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ടെമ്പറേച്ചർ റിക്വയർമെൻറ്റ് എങ്ങനെയാണ്, അതിൻ്റെ റെയിൻഫോൾ റിക്വയർമെൻറ്റ് എന്താണ്, അതിൻ്റെ സോയിൽ റിക്വയർമെൻറ്റ് എന്താണ്, ഏത് സ്റ്റേറ്റ് ആണ് അതിൻ്റെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ, ഇതൊക്കെ നിങ്ങൾ ഓരോ ക്രോപ്സിനും എടുത്ത് ഈ രീതിയിൽ നിങ്ങൾ ചാർട്ട് ഉണ്ടാക്കി വെക്കേ. ക്രോപ്സിൻ്റെ കോട്ടൺ ചോദിച്ചു, ഷുഗർ കെയിൻ ചോദിച്ചു, ഇതെല്ലാ ക്രോപ്സും നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ശരിക്കും PYQ നിങ്ങൾ ലാസ്റ്റ് 20 yearsൻ്റെ PYQ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. PYQ ലാസ്റ്റ് 20 years 2005 മുതൽ 2025 വരെയുള്ള PYQ എല്ലാ സബ്ജക്ട്സിൻ്റെയും PHOTON IAS ഞങ്ങളിവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇത് പഠിച്ചാൽ മതി. ശരിക്കും ഇതിനകത്ത് കവർ ചെയ്യുന്ന ക്രോപ്സ് തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് എല്ലാം കവേർഡാണ്.
എല്ലാം കവേർഡാണ്, ഗ്യാരണ്ടീഡ് ആണ്, അതിനകത്ത് കവേർഡാണ്. ഓക്കെ, പിന്നെ ആൻസർ എന്താണ്? ബി, റബ്ബർ. അടുത്ത ചോദ്യം, വിത്ത് റെഫറൻസ് ടു ചേഞ്ചിങ് പാറ്റേൺസ് ഓഫ് സൈക്ലോണിക് ഡിസ്റ്റർബൻസ്. അഗെയിൻ ഇമ്പോർട്ടൻറ്റ് തീമാണ്, നേരത്തെയും സൈക്ലോജനസിസിനെ കുറിച്ച് നമ്മളൊരു ചോദ്യം ചെയ്തിരുന്നു. അടുത്ത ചോദ്യം, with reference to the changing patterns of cyclonic disturbance in the northern Indian Ocean over the recent decades, consider the following statements. There has been a notable reduction in the overall frequency of the cyclonic disturbances in the northern Indian Ocean. Despite the decrease in the total number of disturbances, the intensity and severity of the storms have increased. The Arabian Sea has witnessed a decline in the ഇത് തന്നെ എത്ര വർഷങ്ങളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അറേബ്യൻ സീയിൽ സൈക്ലോൺസിൻ്റെ നമ്പർ ഓഫ് സൈക്ലോൺസ് ഇൻക്രീസ് ചെയ്തു എന്ന് നിങ്ങൾ എത്ര തവണ നിങ്ങൾ കേൾക്കുന്നതാണ്, ന്യൂസുകളിൽ കാണുന്നു. അതിൻ്റെ കാരണങ്ങൾ മെയിൻസിൽ ചോദിക്കുന്നു. അല്ലേ, പഠിച്ചു വെച്ചിരിക്കുന്നത് എന്ത് ഈസി ചോദ്യമാണ്. ഞാൻ പറഞ്ഞില്ല, UPSC ആണെങ്കിലും ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തരും. നമുക്ക് മൊത്തത്തിൽ ടഫാക്കത്തില്ല അവർ. ഒരു സ്റ്റേറ്റ്മെന്റ് തരും, നമുക്ക് അറിയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അതിനകത്ത് കാണും, പിക്ക് ചെയ്യാൻ പറ്റണം. ദി അറേബ്യൻ സീ ഹാസ് വിറ്റ്നസ്ഡ് എ ഡിക്ലൈൻ ഇൻ സൈക്ലോണിക് ആക്ടിവിറ്റി വൈൽ ദി ബേ ഓഫ് ബംഗാൾ ഹാസ് സീൻ എ മാർക്ക്ഡ് ഇൻക്രീസ് ഇൻ ഇറ്റ്സ് ഔട്ട്പുട്ട്. അല്ല, അറേബ്യൻ സീയിലുള്ള സൈക്ലോൺസിന്റെ നമ്പേഴ്സ് കൂടി. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 3 ഇവിടെ എലിമിനേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? കറക്റ്റ് അല്ലേ ചോദിച്ചേക്കുന്നേ? സ്റ്റേറ്റ്മെന്റ് 3 എലിമിനേറ്റ് ചെയ്യാം, സ്റ്റേറ്റ്മെന്റ് 3 എലിമിനേറ്റ് ചെയ്യാം. ഇവിടെയും സ്റ്റേറ്റ്മെന്റ് 3 എലിമിനേറ്റ് ചെയ്യാം. ആൻസർ എന്താണ്? സി. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, എല്ലാ സ്റ്റേറ്റ്മെന്റും വായിച്ച് നോക്കിയിട്ട് വേണം എലിമിനേറ്റ് ചെയ്യാൻ കേട്ടോ. എല്ലാ സ്റ്റേറ്റ്മെന്റും വായിച്ചിട്ട് വേണം. അത് തേർഡ് സ്റ്റേറ്റ്മെന്റിൽ തന്നെ നിന്നുകൊണ്ട് നിങ്ങൾ എല്ലാം എലിമിനേറ്റ് ചെയ്ത് ആൻസറിലേക്ക് എത്തരുത്. അവിടെയാണ് നമുക്ക് ചിലപ്പോൾ തെറ്റിപ്പോകാൻ പോകുന്നത്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് കൂടെ വായിച്ചു നോക്കണം, ഉറപ്പ് വരുത്തണം. എന്നിട്ട് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്താണ്? There is a shift in the seasonality with an increasing number of disturbances arriving later in the year, October-December window compared to the July-September window. ഇത് കറക്റ്റ് ആണ്. ആൻസർ എന്താണ്? സി, 1, 2 and 4 only. അപ്പോൾ എന്താ നിങ്ങൾ പഠിക്കേണ്ട? സൈക്ലോജനസിസ് എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. എന്തുകൊണ്ട് അറേബ്യൻ സീയിൽ സൈക്ലോൺസിന്റെ നമ്പേഴ്സ് കൂടുന്നു? നമുക്ക് മെയിൻസിൽ ചോദിച്ചാണ്. അപ്പോൾ അത് പഠിച്ചു വെക്കണം നന്നായിട്ട്. അത് പ്രിലിംസിലും ചോദിക്കാം നമുക്ക്. ഓക്കെ, സൈക്ലോണിന്റെ ഫോർമേഷന്റെ കണ്ടീഷൻസ് ഓൾറെഡി ഞാൻ ഇത് പറഞ്ഞു. ഇമ്പോർട്ടൻറ്റ് തീം പഠിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 68. വിച്ച് ഓഫ് ദി ഫോളോയിങ് റിവേഴ്സ് ഡസ് നോട്ട് ഒറിജിനേറ്റ് ഫ്രം ദി അരാവലി റേഞ്ച്? അരാവലി റേഞ്ച് എന്തുകൊണ്ടാണ് ന്യൂസിൽ വന്നേക്കുന്നത്? സുപ്രീം കോടതി എന്താണ് അവിടുത്തെ എല്ലാ മൈനിങ് ആക്ടിവിറ്റീസും ബാൻ ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പം ന്യൂസിൽ വരുന്നത്. നേരത്തെ ഒരു ലൂപ്പ് ഹോൾ ഉണ്ടായിരുന്നു, സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു ലൂപ്പ് ഹോൾ ഉണ്ടായിരുന്നു. ടെക്നിക്കലി അരവലിയുടെ ഒരു പാർട്ട് ഫോറസ്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്തു? പെർട്ടിക്കുലർലി ഹരിയാന എന്ത് ചെയ്തു? ദേ ഓപ്പൺഡ് ഇറ്റ് ഫോർ മൈനിങ്. ഓക്കെ, അപ്പം ഇവിടെ കുറെ എൻവയോൺമെന്റൽ ഇഷ്യൂസ് വന്നു. സുപ്രീം കോടതി ഇതെല്ലാം 2024 ബാൻ ചെയ്തു. ഒരു ബ്ലാങ്കറ്റ് ബാൻ കൊണ്ടുവന്നു. ഇപ്പം കുറെ ന്യൂസിലുണ്ട് അരവലി റേഞ്ച്. അരവലി റേഞ്ച് എന്തുകൊണ്ട് ന്യൂസിൽ വന്നു, ഇവിടെ എന്താണ് ഇപ്പം നടക്കുന്നത്, ഇതെല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അരാവലി റേഞ്ച് ഓൾറെഡി നമുക്ക് ചോദിച്ചിട്ടുണ്ട് ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെ അരാവലി റേഞ്ച് പാസ് ചെയ്യുന്നുണ്ട്. ഇനി അരാവലി റേഞ്ചിനെ കുറിച്ച് ചോദിക്കാമോ? ഇറ്റ് ഈസ് എൻ ഓൾ ഫോൾ മൗണ്ടൻ. ജോഗ്രഫി ലിങ്ക് ചെയ്യ്, എവിടെയാണ് മൗണ്ടൻ ഫോർമേഷൻ, കാര്യങ്ങൾ പഠിക്കുക. അരാവലി റേഞ്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഫോർ 2026 പ്രിലിംസ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് റിവേഴ്സ് ഡസ് നോട്ട് ഒറിജിനേറ്റ്? 69th question. Consider the following strait. Again, geography, mapping, static question. How many of the straits given above directly connects with the Mediterranean Ocean? Direct connect the strait ഏതൊക്കെയാണ്? Strait of Gibraltar. It connects Atlantic Ocean to Mediterranean. അപ്പം Strait of Gibraltar ഉണ്ട്. ഏതൊക്കെ കൺട്രീസിനാണ് കണക്ട് ചെയ്യുന്നത്? മൊറോക്കോ ആൻഡ് സ്പെയിൻ. ബോസ്ഫറസ് സ്ട്രേറ്റ് ഇതാരൊക്കെയാണ് കണക്ട് ചെയ്യുന്നത്? It connects Black Sea and Sea of Marmara. It connects Black Sea and Sea of Marmara. അപ്പോൾ ഇതുണ്ടോ? ഇല്ല. ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നില്ല. ബാബൽ മാൻഡബ് സ്ട്രീറ്റ്. ബാബൽ മാൻഡബ് ആരൊക്കെ കണക്ട് ചെയ്യുന്നത്? ഇറ്റ് കണക്ട്സ് ബാബൽ മാൻഡബ് അല്ലേ? ഓക്കെ, തേർഡ് വൺ ബാബൽ മാൻഡബ് അങ്ങനെ റെഡ് സീ വിത്ത് ദി ഗൾഫ് ഓഫ് എയ്ഡൻ. ഇറ്റ് കണക്ട്സ് റെഡ് സീ വിത്ത് ഗൾഫ് ഓഫ് എയ്ഡൻ. അപ്പോൾ ഇതും തെറ്റല്ലേ? കെർച്ച് സ്ട്രേറ്റ് ഏതിനൊക്കെ കണക്ട് ചെയ്യുന്നത്? ബ്ലാക്ക് സീ അല്ലേ ഇവിടെയും വരുന്നത്? ഇറ്റ് കണക്ട്സ് ബ്ലാക്ക് സീ ആൻഡ് സീ ഓഫ് അസോവ്. ഇവിടെ ഒരുപാട് സ്ട്രേറ്റ്സ് വരുന്നുണ്ട്.
പഠിച്ചു വെച്ചേക്കണേ. സ്ട്രേറ്റ് ഓഫ് ബോസ്പറസ് സ്ട്രേറ്റ്, കെർ സ്ട്രേറ്റ്, ഡാർഡനലിയൻ സ്ട്രേറ്റ്, ഇതെല്ലാം പഠിച്ചു വെക്കണം. നോർത്ത് സൗത്ത് എങ്ങനെയാണ് അതിനെ നമുക്ക് നോർത്ത് സൗത്ത് ലൊക്കേഷൻ മാപ്പ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ നിങ്ങൾ നോക്കി വെക്കണം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്റർനാഷണൽ റിലേഷൻസിലെ മാപ്പിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. ഓക്കെ, അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 70. With reference to composition of oxygen on the earth, again geography static question. Okay, consider the following statements. Oxygen accounts for a higher share of the continental crust than any other single element. Oxygen dominates the elemental composition of the earth when all the layers are considered together. Oxygen is surpassed by another gas in this atmospheric composition. ഇതെന്തായാലും കറക്റ്റ് അല്ലേ? നൈട്രജൻ നിങ്ങൾക്ക് അറിയാം, 78% നൈട്രജൻ. അപ്പോൾ ഈ തേർഡ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് എന്തായാലും അറിയാം. തേർഡ് സ്റ്റേറ്റ്മെന്റ് അറിയാമെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഓപ്ഷനെങ്കിലും കളയാം. ഇത് നിങ്ങൾക്ക് പഠിച്ചു വെക്കണം കേട്ടോ. കോമ്പോസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എർത്ത് ക്രസ്റ്റിന്റെ കോമ്പോസിഷൻ എന്താണ്? ഓവറോൾ നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ കോമ്പോസിഷൻ എങ്ങനെയാണ്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കി, ഓക്സിജൻ ഡോമിനേറ്റ്സ് ദി എലമെന്റൽ കമ്പോസിഷൻ ഓഫ് ദി എർത്ത് വെൻ ഓൾ ദി ലെയേഴ്സ് ആർ കൺസിഡേർഡ് ടുഗദർ. തെറ്റല്ലേ ഇത്? ഇവിടെ നമ്മൾ എന്തും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്? അയൺ റിച്ച് ആയിട്ടുള്ള ഒരു കോറും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ എന്തായിരിക്കും ഉള്ളത്? അയൺ ആയിരിക്കും. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ത് പറ്റി? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ നിങ്ങൾ എന്താ പഠിച്ചു വെച്ചേക്കണ്ടേ? അതിന്റെ അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിൽ അതിനകത്തെ എലമെന്റൽ കമ്പോസിഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. എർത്ത് ക്രസ്റ്റ് നമുക്ക് എർത്ത് ക്രസ്റ്റ് ഈസ് മേജർലി മേഡ് അപ്പ് ഓഫ് സിലിക്കേറ്റ് മിനറൽസ്. സിലിക്കേറ്റ് മിനറൽസ് എന്ന് പറഞ്ഞാൽ ഓക്സിജനും സിലിക്കയും കൂടെ ചേർന്നാണ് സിലിക്കേറ്റ് മിനറൽസ് ഫോം ചെയ്തേക്കുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ കമ്പോസിഷൻ എന്താണ്? എർത്ത് ക്രസ്റ്റ് കോണ്ടിനെന്റൽ ക്രസ്റ്റിൽ കാണാൻ കഴിയുന്ന നമുക്ക് ഏറ്റവും കൂടുതൽ കമ്പോസിഷൻ എന്താണ് കാണാൻ കഴിയുന്നത്? ഇറ്റ് ഈസ് ഓക്സിജൻ. ഓക്സിജൻ കഴിഞ്ഞാൽ സിലിക്കൺ കഴിഞ്ഞാൽ അലുമിനിയം. അപ്പോൾ ആ ഒരു കമ്പോസിഷൻ അതിന്റെ ഡിസെൻഡിങ് ഓർഡറിൽ നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ അതിനകത്ത് ആൻസർ എന്താണ്? ദി ആൻസർ ഈസ് ഡി 1 and 3. Oxygen accounts for the higher share of the continental crust. കറക്റ്റ് ആണ്. ബാക്കി എലമെന്റൽ കമ്പോസിഷൻ എന്താണ് എന്ന് നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചു വെച്ചേക്കണം. അറ്റ്മോസ്ഫിയറിക് എലമെന്റൽ കമ്പോസിഷൻ, നമ്മുടെ എർത്ത് ക്രസ്റ്റിന്റെ എലമെന്റൽ കമ്പോസിഷൻ, ഓവറോൾ എടുത്തു നോക്കുവാണെങ്കിൽ എല്ലാ ലെയേഴ്സും കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ കമ്പോസിഷൻ, ഓഷ്യാനിക് ക്രസ്റ്റിന്റെ കമ്പോസിഷൻ, ഇതുപോലെ തന്നെ ഒരു ലെയർ എടുക്ക്, ക്രസ്റ്റ്, മാന്റിൽ, കോർ, ഇതിന്റെ കമ്പോസിഷൻ ജോഗ്രഫി സ്റ്റാറ്റിക്കിലുള്ളതാണിത്. പഠിച്ചു വെക്കേണ്ട ടോപ്പിക്സ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം 71st question. Which of the following is located in the northernmost region? Pulicat Lake, Kolleru Lake, Gandikota Canyon and Bithaganika. എളുപ്പമല്ലേ? ബിത്തഗണിക, ഒഡീഷ. പുലിക്കറ്റ് ലേക്ക് എവിടെയാണ്? ആന്ധ്രാപ്രദേശ്. കൊല്ലേരു ലേക്ക് എവിടെയാണ്? ആന്ധ്രാപ്രദേശ്. ഗന്ദിക്കോട്ട കാനിയൻ എവിടെയാണ്? ഇതും ആന്ധ്രാപ്രദേശ്. പുലിക്കറ്റ് ലേക്ക് ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് ബോർഡറിൽ വരും. കൊല്ലേരു ലേക്ക് എവിടെയാണ്? ആന്ധ്രാപ്രദേശിൽ വരും. കൃഷ്ണ ഗോദാവരി ഡെൽറ്റയുടെ മിഡിലായിട്ട് വരും. ഗന്ദിക്കോട്ട കാനിയൻ എവിടെ വരും? ഇതും ആന്ധ്രാപ്രദേശിലാണ്. ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് റിവർ ഏതാണ്? പെന്നാർ റിവർ when it cuts എറമല ഹിൽസ്. പെന്നാർ റിവർ എറമല ഹിൽസിനെ കട്ട് ചെയ്യുമ്പോഴാണ് എന്ത് ഫോം ചെയ്തേക്കുന്നത്? ഗന്ദിക്കോട്ട കാനിയൻ ഫോം ചെയ്തേക്കുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് ദി ഗ്രാൻഡ് കാനിയൻ ഓഫ് ഇന്ത്യ. ഗന്ദിക്കോട്ട കാനിയൻ ഇമ്പോർട്ടൻറ്റ്. സോ ദി ആൻസർ ഈസ് D. Bithaganika National Park, which is located in Odisha, which is famous for its salt water crocodiles. Okay. Adutha. Consider the following information: places in news, reasons for being in news, and the country. Massive following type of question ആണ്. ഓപ്ഷൻസ് ഇന്റർചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. ഓക്കെ, കാത്മാണ്ഡു ജെൻസി ലെഡ് പ്രൊട്ടസ്റ്റ് ഫോഴ്സ് ദി ഗവൺമെന്റ് കൊളാപ്സ്. നേപ്പാൾ. ഇത് നിങ്ങൾ കേട്ടതല്ലേ? മിനിമം ന്യൂസ് പേപ്പർ വായിക്കുന്നത്, ഒരു ചെറുതായിട്ടെങ്കിലും ഒരു ലോകവിവരം ഉണ്ടെങ്കിൽ ഇതിന് നിങ്ങൾ കേട്ടിരിക്കും. ജെൻസി മൂവ്മെന്റ് എവിടെയാണ് സംഭവിച്ചതെന്ന്? നേപ്പാളിൽ തന്നെയാണ്. El Fasher, devastating civil war between army and powerful paramilitary group which is in Iran. Further, massive precision strikes on the nuclear facility. US nuclear facility strikes. സുഡാൻ ആണോ ഇറാൻ ആണോ? എളുപ്പമായില്ലേ? അപ്പൊ ഇവിടെ ഇറാൻ ആണെങ്കിൽ ഈ സുഡാൻ ഇവിടെ വരാനാണ് സാധ്യത. ഇന്റർചേഞ്ച് ചെയ്തേക്കുവാണ്. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്റർചേഞ്ച് ചെയ്തിട്ടുണ്ടോ എവിടെയെങ്കിലും? അപ്പം ഇറാൻ ഇവിടെ വരുവാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവർ മാറ്റിയതായിരിക്കും. സുഡാൻ ഇവിടെ ആയിരിക്കും. എൽ ഫാഷർ ഈസ് ഇൻ സുഡാൻ. ഓക്കെ, ഇറാനിലാണ് നമുക്ക് ന്യൂക്ലിയർ ഫെസിലിറ്റി കാണാൻ. ഫോർദോ മാത്രമല്ല, നാതാൻസ്, ഫോർദോ പോലുള്ള ഇസ്ഫാഹൻ, നതാൻസ്, ഫോർദോ,
പോലുള്ള യുറാനിയം എൻറിച്ച്മെന്റ് സൈറ്റ്സ് നമുക്ക് ഇറാനിലാണ് ഉള്ളത്. പിന്നെ സെക്കൻഡ് ഡെഡ്ലിയസ്റ്റ് എർത്ത്ക്വേക്ക് ഇൻ മോഡേൺ ഹിസ്റ്ററി മ്യാൻമാർ, ഇതും കറക്റ്റ് ആണ്. അപ്പോൾ ഇത് രണ്ടും ഇന്റർചേഞ്ച് ചെയ്തേക്കുവാണ്. ദി ആൻസർ എന്താണ്? only 2. ഇതിനകത്ത് ഞാൻ പറഞ്ഞു സുഡാൻ, ആഫ്രിക്കൻ കോണ്ടിനെന്റ്, എന്ത് വന്നാലും അത് നന്നായിട്ട് കവർ ചെയ്യണം. അവിടെ ഇപ്പോൾ എന്താണ്? ഡിവാസ്റ്റേറ്റിംഗ് സിവിൽ വാർ നടക്കുന്നു. ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്, സിവിൽ വാർ, എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ, ഇതെല്ലാം ആഫ്രിക്കൻ കോണ്ടിനെന്റ്. മിനറൽ റിച്ച് ആണ് അത്രയും, അതും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്താണ്? ഇതിനകത്ത് നിങ്ങൾ പഠിച്ചു വെച്ചുകൊണ്ട് ഒരു ടേമും കൂടെ ഉണ്ട്. ഈ ഒരു പാരാമിലിറ്ററി ഗ്രൂപ്പ് ഏതാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏതാണ് ആ പാരാമിലിറ്ററി ഗ്രൂപ്പ്? RSF എന്ന് പറയുന്ന പാരാമിലിറ്ററി ഗ്രൂപ്പ്. ഇറ്റ് ഈസ് ഇൻ സുഡാൻ, വിച്ച് വാസ് ഇൻ ഫൈറ്റ് വിത്ത് ദർ സുഡാനീസ് ആംഡ് ഫോഴ്സസുമായിട്ട് ഇത് ഫൈറ്റിലായിരുന്നു, സിവിൽ വാറിലായിരുന്നു. അപ്പൊ ഇത് നോക്കി വെച്ചേക്കുന്ന റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസ് വിച്ച് ഈസ് ഇൻ ഇറാൻ ഈസ് എ പാരാമിലിറ്ററി ഗ്രൂപ്പ്. This is a powerful Sudanese paramilitary group which was engaged in a brutal civil war against the Sudanese armed forces since April 2023. Okay. അടുത്ത ചോദ്യം. ചോദ്യം. 73rd question. The international monitoring system. Monitoring ആണ്. So it should be monitoring something. മനസ്സിലായിക്കോണം. International monitoring system. A global network of facilities designed to detect nuclear explosions detect ചെയ്യാൻ വേണ്ടിയാണിത്. Is a critical component of which of the following treaties or conventions? Nuclear non-proliferation treaty ഇത് വരാൻ സാധ്യതയുണ്ട്. കോംപ്രിഹെൻസീവ് ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റി ഇതും വരാനുണ്ട്, കാരണം രണ്ടിടത്തും ന്യൂക്ലിയർ ഉണ്ട്. കെമിക്കൽ വെപ്പൺസ് കൺവെൻഷൻ, കൺവെൻഷൻ ഓൺ ക്ലസ്റ്റർ മ്യൂണിഷൻസ്, ഇത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ either A or B. ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയിൽ ഇന്ത്യ ഭാഗമാണോ? അല്ല, ഇന്ത്യ സൈൻ ചെയ്തിട്ടില്ല എന്ന് ഓർത്തോണം. എന്താണ്? ഇറ്റ് ഈസ് ടു പ്രിവെന്റ് ദി സ്പ്രെഡ് ഓഫ് ന്യൂക്ലിയർ വെപ്പൺ ആൻഡ് ഇറ്റ്സ് ടെക്നോളജി. NPT എന്തിനാണ്? ഇറ്റ് ഈസ് ടു പ്രിവെന്റ് ദി സ്പ്രെഡ് ഓഫ് ന്യൂക്ലിയർ വെപ്പൺ ആൻഡ് ന്യൂക്ലിയർ ടെക്നോളജീസ്. അപ്പോൾ ഈ ഒരു സൈൻ ചെയ്യുന്ന കൺട്രീസ് എന്തായിരിക്കും? ഇവര് ദേ എഗ്രി നോട്ട് ടു അക്വയർ എനി ന്യൂക്ലിയർ വെപ്പൺസ്. ഓക്കെ, ഇവിടെ ചോദ്യം എന്താണ്? ഇന്റർനാഷണൽ മോണിറ്ററിംഗ് സിസ്റ്റം, മോണിറ്ററിംഗ് ആണ്. ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ഫെസിലിറ്റി ഡിസൈൻ ടു ഡിറ്റക്ട് ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ. ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ എവിടെ സംഭവിച്ചാലും അതിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു നെറ്റ്വർക്കാണ് ഈ ഇന്റർനാഷണൽ മോണിറ്ററിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. കോംപ്രിഹെൻസീവ് ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റി ആണ് ഇതിന്റെ ആൻസർ. കോംപ്രിഹെൻസീവ് ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റിയിൽ എന്താ പറയുന്നത്? എന്താണ് കോംപ്രിഹെൻസീവ് ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റിയിൽ പറയുന്നത്? മൊത്തം ബാനിങ് ഓഫ് ന്യൂക്ലിയർ ടെസ്റ്റിംഗ്, എല്ലാം ബാനിങ് ആണ്. അപ്പോൾ എവിടെയാണെങ്കിലും അതിൻ്റെ ഏതെങ്കിലും തരത്തിൽ ടെസ്റ്റിങ്ങോ എക്സ്പ്ലോഷൻസോ നടന്നാൽ അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇന്റർനാഷണൽ മോണിറ്ററിംഗ് സിസ്റ്റത്തിനെ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഇത് എന്തിൻ്റെ അണ്ടറിലാണ് വരുന്നത്? കോംപ്രിഹെൻസീവ് ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റിയുടെ അണ്ടറിലാണ് ഈ ഒരു IMS എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് സിസ്റ്റം വന്നേക്കുന്നത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് 50-50 വരാമല്ലോ. either A or B നമുക്ക് വരാമായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Question number 74. Consider the following statements. India is a republic, India is a sovereign country. രണ്ടും കറക്റ്റ് ആണ്. ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്തുകൊണ്ടാണ്? ഇന്ത്യക്ക് ഒരു എലക്ടഡ് ഹെഡ് ഉണ്ട്. അത് മാത്രമല്ല, ഇറ്റ് ഓൾസോ മീൻ 2 things. People is the sovereign authority. The political sovereignty lies in the people. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ ഇന്ത്യ is having an elected head. Indirectly elected ആയിട്ടുള്ള പ്രസിഡന്റ് ഉണ്ട്. And the political sovereignty lies in the people and not in a single individual like a king. ഒരു കിങ്ങിന്റെ അണ്ടറിലല്ല ഇന്ത്യ. ഓക്കെ, അതുകൊണ്ട് മീൻ ചെയ്യുന്നുണ്ട്. Okay, there is no privileged class. There is absence of any privileged class. അതും അതിന് അർത്ഥമാക്കുന്നുണ്ട് റിപ്പബ്ലിക് എന്ന്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് ആണ്. രണ്ടാമത്തെ, ഇന്ത്യ ഇസ് എ സോവറിൻ കൺട്രി. നിങ്ങൾക്ക് അറിയാമല്ലോ, ഇന്ത്യ ഇസ് നോട്ട് എ ഡൊമിനിയൻ ഓർ ഡിപ്പെൻഡന്റ് ഓഫ് എനി എക്സ്റ്റേണൽ ഏജൻസി. ഇന്ത്യ ഇസ് എ സോവറിൻ കൺട്രി. രണ്ടും കറക്റ്റ് ആണ്. ഇത് രണ്ടിന്റെ എക്സ്പ്ലനേഷൻ ആണല്ല, രണ്ടും ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്, ഒരു എക്സ്പ്ലനേഷനും അല്ല. ദി ആൻസർ ഈസ് ബി. ദി ആൻസർ ഈസ് ബി. Okay. 75th ചോദ്യം. In the context of Indian Constitution, the presidential orders regarding the identification of scheduled caste and scheduled tribes, consider the following statements. According to the Constitution Order 1950, a person belonging to a scheduled caste loses their reservation status if they convert to any religion other than Hinduism, Sikhism or Buddhism. A person belonging to a scheduled tribe retains their tribal identity and reservation benefits regardless of the religion they profess or convert to. അപ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കണം. ഓക്കെ, നമുക്ക് SC റിസർവേഷൻ
ഏത് റിലിജിയൻ്റെ അണ്ടറിലാണ് വന്നേക്കുന്നത്, എന്തുകൊണ്ട് ആ റിലിജിയൻ്റെ അണ്ടറിൽ വന്നേക്കുന്നു, വേറെ ഏതെങ്കിലും റിലിജിയനിൽ SC കാറ്റഗറി ഉണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ ഹിസ്റ്റോറിക്കലി മാർജിനലൈസ്ഡ് ആയിട്ടുള്ള, ഹിസ്റ്റോറിക്കലി എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ളയും, ഹിസ്റ്റോറിക്കലായിട്ട് റിലീജിയസ് ഡിസബിലിറ്റീസും ഏത് സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ വന്നിട്ടുണ്ട്? കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ വന്നിട്ടുണ്ട്, വിച്ച് വാസ് പ്രിവലന്റ് ഇൻ ദി ഹിന്ദു റിലിജിയൻ. ഹിന്ദു റിലിജിയൻ്റെ അണ്ടറിലെ കാസ്റ്റ് സിസ്റ്റത്തിൽ ഒരുപാട് ഡിസ്ക്രിമിനേഷൻ വന്നു, ഒരുപാട് സോഷ്യൽ എക്സ്ക്ലൂഷൻ വന്നു, ഒരുപാട് റിലീജിയസ് ഡിസബിലിറ്റീസ് വന്നു. കാസ്റ്റ് സിസ്റ്റം എവിടെയാണ്? ഹിന്ദുയിസത്തിനകത്ത കാസ്റ്റ് സിസ്റ്റത്തിൽ. ഇവർക്ക് വേണ്ടിയാണ് ഷെഡ്യൂൾ കാസ്റ്റ് റിസർവേഷൻ കൊണ്ടുവന്നേക്കുന്നത്. ഇവരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് ഷെഡ്യൂൾ കാസ്റ്റ് റിസർവേഷൻ കൊണ്ടുവന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ ദളിത് ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ SC ഇൻ മുസ്ലിം കമ്മ്യൂണിറ്റി ഇതില്ല. ദളിത് ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലീഗൽ സിസ്റ്റമോ സുപ്രീം കോടതിയോ ഒന്നും റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. ക്രിസ്ത്യാനിറ്റിയിലോ ഇസ്ലാം കമ്മ്യൂണിറ്റിയിലോ കാസ്റ്റിസം ഉണ്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. ഓക്കെ, ഹിന്ദുയിസത്തിലാണ് കാസ്റ്റ് സിസ്റ്റം ഉള്ളതാണ് നമ്മുടെ ലീഗൽ സിസ്റ്റവും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും നമ്മുടെ സുപ്രീം കോടതിയും ഒക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. പിന്നീട് എന്തുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിയേ. According to the Constitution Order 1950, a person belonging to a scheduled caste loses their reservation status if they convert to any other religion other than Hinduism or Sikhism, Buddhism. ഹിന്ദുയിസത്തിന്റെ അകത്താണ് കാസ്റ്റ് സിസ്റ്റം ഉള്ളത് അല്ലേ? ഹിന്ദുയിസത്തിന്റെ അകത്ത് കാസ്റ്റ് സിസ്റ്റം ഉള്ള ഒരു കാസ്റ്റ് റിസർവേഷൻ ഉള്ള ഒരാള് ബുദ്ധിസത്തിലേക്ക് മാറിയാൽ ഓക്കെയാണ്, സിക്കിസത്തിലേക്ക് മാറിയാലും ഓക്കെയാണ്. ഇത് പിന്നീട് ആഡ് ചെയ്തതാണ് സിക്കിസവും ബുദ്ധിസവും. ബിക്കോസ് ഇറ്റ് ഈസ് ഹാവിംഗ് സം സോഷ്യൽ ലിങ്ക്സ് അല്ലെങ്കിൽ റിലീജിയസ് ലിങ്ക്സ് ടു ഹിന്ദുയിസം. അതുകൊണ്ട് ഇത് കുഴപ്പമില്ല. സിക്കിസവും ബുദ്ധിസവും കുഴപ്പമില്ല. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ഇവിടെ കറക്റ്റ് ആണ്. നിങ്ങളത് ഈ കോണ്ടെക്സ്റ്റ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പക്ഷെ ഇദ്ദേഹം ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്താലോ ഹി വിൽ ലൂസ് ഹിസ് സ്റ്റാറ്റസ് ഓഫ് SC. ഷെഡ്യൂൾ കാസ്റ്റ് എന്ന് പറയുന്ന സ്റ്റാറ്റസ് അദ്ദേഹത്തിന് നഷ്ടപ്പെടും. കാരണം എന്താണ്? ക്രിസ്ത്യാനിറ്റിയിൽ കാസ്റ്റ് സിസ്റ്റം ഇല്ല, ഇസ്ലാമിൽ കാസ്റ്റ് സിസ്റ്റം ഇല്ല, ജൈനിസത്തിൽ കാസ്റ്റ് സിസ്റ്റം ഇല്ല. ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ് ഇവിടെ കറക്റ്റ് ആണ്. എ പേഴ്സൺ ബിലോങ്ങിങ് ടു എ ഷെഡ്യൂൾ ട്രൈബ് റീറ്റെയിൻസ് ദെയർ ട്രൈബൽ ഐഡന്റിറ്റി ഓർ റിസർവേഷൻ ബെനിഫിറ്റ്സ് റിഗാർഡ്ലെസ് ഓഫ് ദി റിലിജിയൻ ദേ പ്രഫേഴ്സ്. ഇനി ആലോചിച്ച് നോക്ക്, ട്രൈബൽ കമ്മ്യൂണിറ്റി അവരുടെ ട്രൈബൽ ഐഡന്റിറ്റി എന്തിന്റെ ബേസിലാണ്? അത് റിലീജിയസ് അഫിലിയേഷന്റെ ബേസിസിലാണോ? അല്ല. It is based on cultural traits. It is based on their ethnicity. It is not based on their religious affiliation. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഒരു ട്രൈബൽ ആള് he does not loses his tribal status if he converts from one religion to another. ട്രൈബൽ സ്റ്റാറ്റസ് അദ്ദേഹം റീറ്റെയിൻ ചെയ്യും, റിലിജിയനെ ബേസ് ചെയ്തിട്ടല്ല. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഇവിടുത്തെ 75th ആൻസർ എന്താണ്? The answer should be C. The answer should be C. Okay, now let's see the 76th question. 76. In the light of various Supreme Court judgments and the government notifications, for which of the following services is the use of Aadhaar considered mandatory? ഇതിനകത്ത് എവിടെയൊക്കെയാണ് ആധാർ മാൻഡേറ്ററി ആയിട്ടുള്ളത്? ഫസ്റ്റ് വൺ, ലിങ്കേജ് ഫോർ ഇൻകം ടാക്സ് റിട്ടേൺസ് ആൻഡ് ദ അലോട്ട്മെന്റ് ഓഫ് പാൻ. സീക്കിംഗ് അഡ്മിഷൻസ് ടു പ്രൈവറ്റ് സ്കൂൾസ് അണ്ടർ ജനറൽ കാറ്റഗറി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ ഒരു കുഞ്ഞിന് പ്രൈവറ്റ് സ്കൂളിലേക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ ആധാർ കാർഡ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ അഡ്മിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ? റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഈ ഫണ്ടമെന്റൽ റൈറ്റിനെ ആർക്കെങ്കിലും തടയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇവിടെ ആധാർ കാർഡ് നിർബന്ധമാകുമോ? ഇവിടെ ഒരിക്കലും ഇല്ല. ഇവിടെ ആധാർ കാർഡ് നിർബന്ധമാകത്തില്ല. ഇത് തെറ്റാണ്. ഓപ്പണിംഗ് എ ന്യൂ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഇൻ എ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്. സുപ്രീം കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്, സുപ്രീം കോടതിയിൽ ഓർഡർ പറയുന്നുണ്ട്, ഇത് മാൻഡേറ്ററി അല്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആധാർ പ്രൂഫ് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓൾട്ടർനേറ്റീവായിട്ട് വേറെ ഏതെങ്കിലും ID പ്രൂഫ് പ്രൊവൈഡ് ചെയ്താൽ മതി. ഇത് സുപ്രീം കോടതി പറയുന്നുണ്ട്. അടുത്ത, രജിസ്റ്ററിംഗ് ഫോർ അപ്പിയറിംഗ് ഇൻ എ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ കണ്ടക്ടഡ് ബൈ ദി UPSC. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ആധാർ കാർഡ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര പേര് ഇതിനകത്ത് ആധാർ കാർഡ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് UPSC എക്സാം കണ്ടക്ട് ചെയ്യാൻ? ഇല്ല. ഞാൻ പാൻ കാർഡാണ് സബ്മിറ്റ് ചെയ്തിരുന്നത്. വോട്ടേഴ്സ് ID സബ്മിറ്റ് ചെയ്യും. ആധാർ കാർഡാണ് സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടോ? ഇല്ല. ഇതും നെസസറി അല്ല. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? ലിങ്കേജ് ഫോർ ഫയലിംഗ് ഇൻകം ടാക്സ് റിട്ടേൺസ് ആൻഡ് ദി അലോട്ട്മെന്റ് ഓഫ് പാൻ. ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സിം എടുക്കണമെങ്കിൽ, ഒരു ഫോണിന്റെ സിം എടുക്കണമെങ്കിൽ ആധാർ ബേസ്ഡ് ബയോമെട്രിക്സ് മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. ആധാർ ബേസ്ഡ് ബയോമെട്രിക്സ് മാൻഡേറ്ററി ആക്കിക്കൊണ്ട് ഫോർ ഇഷ്യൂയിങ്
new SIMs, Aadhaar-based biometric scanning is mandatory. അത് ഓർത്തിരുന്നോണം. അടുത്ത ചോദ്യം 77. Which of the following characterizes the integrated nature of the Indian judiciary? Integrated nature എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂണിഫൈഡ്, ഇറ്റ് ഈസ് ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിംഗിൾ യൂണിറ്റ് ആണ് ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. സ്റ്റാർട്ടിങ് ഫ്രം സുപ്രീം കോർട്ട് ടു ദി സ്മോളസ്റ്റ് ഡിസ്ട്രിക്ട് കോർട്ട് നമുക്കൊരു യൂണിഫൈഡ് ആയിട്ടുള്ള സിംഗിൾ ഹയറാർക്കിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സെപ്പറേറ്റ് ആയിട്ട് ഒരു സെപ്പറേറ്റ് സൈലോസിലല്ല ഇത് വർക്ക് ചെയ്യുന്ന ഓരോ കോടതികളും. ഒരു യൂണിഫൈഡ് ആയിട്ടുള്ളൊരു സിംഗിൾ യൂണിറ്റ് ആണ്, ഒരു സിംഗിൾ ഹയറാർക്കിയാണ്, നമുക്ക് യൂണിഫൈഡ് ഹയറാർക്കിയാണ് നമുക്ക് നമ്മുടെ ഇവിടെ കാണാൻ കഴിയുന്നത്. ഫോർ എക്സാമ്പിൾ, സുപ്രീം കോടതിക്ക് ലോവർ കോർട്ടിൻ്റെ ഏതെങ്കിലും ഒരു ഓർഡറിനെ ക്വാഷ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ലോവർ കോർട്ടിൻ്റെ ഒരു ഓർഡറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു എന്താണ് അവിടെ നിന്നൊരു കേസ് മറ്റു കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇതിനർത്ഥം എന്താണ്? ഇവർ സെപ്പറേറ്റ് സൈലോസിൽ വർക്ക് ചെയ്യുകയാണോ? അല്ല, ദേ ആർ ഇൻ്റഗ്രേറ്റഡ്. അത് മാത്രമല്ല, ആർട്ടിക്കിൾ 141 എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 141 എന്താ പറയുന്നത്? Article 141 says a law declared by the Supreme Court is binding on all courts in India. A law declared by the Supreme Court is binding on all courts in India. അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെയും ഇന്ത്യൻ ജുഡീഷ്യറി ഈസ് ഇന്റഗ്രേറ്റഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. The power of state legislature to create their own independent final courts of appeal. ഇത് സാധ്യമാണോ? അല്ല, ഇന്ത്യയിൽ ഇത് സാധ്യമല്ല. The power of president to appoint judges of the Supreme Court. ഇത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, പക്ഷേ ഇത് ഇന്റഗ്രേറ്റഡ് നേച്ചറിനെയാണ് കാണിക്കുന്നത്. അല്ല, ഇറ്റ് ഈസ് ഷോക്കേസിംഗ് ദി ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, സെപ്പറേഷൻ ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ദി ഹൈ കോർട്ട്സ് ഇൻടു ടു ഡിഫറെന്റ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യൽ ഹൈറാർക്കീസ്. അല്ല, ഇവിടെ ഇന്റഗ്രേറ്റഡ് ആവുന്നില്ല, തെറ്റി. The writ of certiorari issued by the Supreme Court of India against lower court. ഇതല്ലേ കറക്റ്റ് ആൻസർ? നേരത്തെ പറഞ്ഞു ഞാൻ. സുപ്രീം കോടതിക്ക് ഓർഡർ ചെയ്യാൻ ഒരു ലോവർ കോർട്ടിൽ നിന്ന് അവരുടെ കേസ് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ സുപ്രീം അല്ലെങ്കിൽ ക്യാഷ് ചെയ്യാം, അവരുടെ ഓർഡർ ക്യാഷ് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ ലോവർ കോർട്ടിൽ നിന്ന് വേറൊരു കേസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറയാം. അതാണ് റിട്ട് ഓഫ് സെർഷ്യോറി. ഈ റിട്ട് ഓഫ് സെർഷ്യോറി ഇഷ്യൂ ചെയ്യും. കാരണം എന്താണ്? നമുക്കൊരു ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, സിംഗിൾ യൂണിഫൈഡ് ജുഡീഷ്യറി നമുക്കുള്ളത് കൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? ഡി ആണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ചോദ്യം, which of the following acts provides statutory basis for the establishment of zonal councils in India? ഫാക്ച്വൽ ചോദ്യമാണ്, ഒരു കളി ഇവിടെ ഇല്ല, ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. ദി ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ ആക്ട്, നിങ്ങൾക്ക് കണ്ടോ? ഇതൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഈ പൊളിറ്റിയിൽ കാണാൻ കഴിയുന്നതാണ്. ഭയങ്കര ലൂക്രേറ്റീവ് ആയിട്ടൊരു ഓപ്ഷൻ ആദ്യം തന്നെ എടുത്തിടും. നിങ്ങൾ കാണുമ്പോൾ തന്നെ ഇതങ്ങ് മാർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്താണ്? സോണൽ കൗൺസിൽ. അപ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കും? ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ അസോസിയേറ്റ് ചെയ്തു, വേർഡ് അസോസിയേറ്റ് ചെയ്ത് മാർക്ക് ചെയ്തു. തെറ്റി. പൊളിറ്റിയിൽ ഇതൊരു ട്രാപ്പാണ്, ആലോചിച്ചോണം. ദി സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് ഓഫ് 1956, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. പഠിച്ചു വെച്ചോണം. ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. സോണൽ കൗൺസിൽസ് ഫോം ചെയ്തേക്കുന്നത് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് പ്രകാരമാണ്. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് ഓഫ് 1956. നോർത്ത് ഈസ്റ്റേൺ കൗൺസിലിന് മാത്രം സെപ്പറേറ്റ് ആക്ട് ഉണ്ട്. ഓക്കെ, നോർത്ത് ഈസ്റ്റേൺ കൗൺസിൽ ഫോം ചെയ്തേക്കുന്നത് നോർത്ത് ഈസ്റ്റേൺ കൗൺസിൽ ആക്ട് ഓഫ് 1971 പ്രകാരമാണ്. റീകോൾ ദി ഫാക്ട് ഫ്രം ദി ലക്ഷ്മികാന്ത്. 79 question. Geographical indication tag protects the authenticity of the products and provides economic benefits to producers by helping them counter counterfeiting and machine-made limitations. GI tag protects a product's name and origin as well as its design and style. GI tag എന്തിനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? എല്ലാവർക്കും സംശയം ഉണ്ടായിരിക്കും. GI tag എന്തിനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? It protects the name and it protects the place of the origin of the product. അല്ലാണ്ട് അതിൻ്റെ ഡിസൈനെയോ അതിൻ്റെ സ്റ്റൈലിനെയോ ഒന്നും അല്ല പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഒരു കാഞ്ചീപുരം സാരി, നിങ്ങൾ കാഞ്ചീപുരത്ത് നിന്ന് തന്നെ മെറ്റീരിയൽ എടുത്തിട്ട് നിങ്ങളൊരു കാഞ്ചീപുരം സാരി ഉണ്ടാക്കി അത് വിറ്റ് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ അതിനെ കാഞ്ചീപുരം സാരി എന്ന് പറഞ്ഞ് വിറ്റ് കഴിഞ്ഞാൽ അവിടെയാണ് പ്രശ്നം. നിങ്ങളൊരു ആറന്മുള കണ്ണാടി നിങ്ങൾ പോയി ഒരു മെറ്റീരിയൽ എടുത്തിട്ട് നിങ്ങളൊരു കണ്ണാടി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ആറന്മുള കണ്ണാടി എന്ന് പറയുന്ന ഒരു പേരിൽ വിറ്റ് കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാണ്. പക്ഷെ നിങ്ങൾക്ക് അതേ ഡിസൈനിൽ വേറൊരു പേരിൽ നിങ്ങൾക്ക് അത് വിൽക്കുന്നതിന് ഒരു പ്രോബ്ലം ഇല്ല. പക്ഷെ ബിക്കോസ് GI ടാഗ് പ്രൊട്ടക്ഷൻ ഈസ് ഫോർ
ദി നെയിം ആൻഡ് ദി പ്ലേസ് ഓഫ് ഒറിജിൻ. ഓക്കെ, അപ്പം അങ്ങനെ ആ രീതിയിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതിനെ നോക്കി. GI പ്രൊട്ടക്ട്സ് പ്രൊഡക്ട്സ് നെയിം ആൻഡ് ഒറിജിൻ ആസ് വെൽ ആസ് ഇറ്റ്സ് ഡിസൈൻ ആൻഡ് സ്റ്റൈൽ. തെറ്റിയില്ലേ സ്റ്റേറ്റ്മെന്റ്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ എന്താണ്? ദി ആൻസർ ഈസ് സി. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ്. എന്തുകൊണ്ടത് ന്യൂസിൽ വന്നതെന്ന് അറിയാമോ? പ്രാഡ എന്ന് പറയുന്ന വലിയൊരു ഇന്റർനാഷണൽ കമ്പനി ഉണ്ടല്ലോ, പ്രാഡ കമ്പനി നമ്മുടെ കൊളാപ്പൂരി ചപ്പൽസിൻ്റെ ഡിസൈനിൽ ഇൻസ്പയർ ചെയ്തിട്ട് അവരൊരു ഫുഡ് വെയർ ഇറക്കി. 1-1.5 ലക്ഷം രൂപയുടെ ഒരു ഫുഡ് വെയർ ആണ്. അവരത് വിറ്റു. ഇതാണ് പ്രശ്നം വന്നത്. അപ്പോൾ അവിടെ ഒരു ചോദ്യം വന്നു, നമ്മുടെ ഡിസൈൻ അവർ യൂസ് ചെയ്തു, നമ്മുടെ GI ടാഗ്ഡ് ആണ് നമ്മുടെ കൊളാപ്പൂരി ചപ്പൽസ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു? പിന്നീട് അത് ശരിക്കും യൂസ് ചെയ്യാൻ പറ്റും അവർക്ക്. കാരണം എന്താണ്? അവർ ഡിസൈൻ സ്റ്റൈൽ മാത്രം അവർ ഇൻസ്പയർഡ് ആണ്. അവർ കൊലാപ്പൂരി ചപ്പൽസ് എന്ന് പറഞ്ഞല്ലോ ഇറക്കിയേ. പിന്നെ ഇപ്പം അവർ തമ്മിലൊരു കൊളാബറേഷൻ ഉണ്ട്, മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊക്കെ പ്രാഡ ചെരുപ്പ് ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓക്കെയാണ്. പക്ഷെ ഞാൻ പറയാണ്, അത് ഓക്കെയാണ്, അവർക്കത് അങ്ങനെ ചെയ്യാൻ പറ്റും, എനിക്കും അത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ്. Question number 80. Consider the following. Foreign currency deposits held by the nationals and commercial banks, gold reserve, special drawing rights, IMF reserve. Generally, how many of the above form the part of foreign exchange reserve? എത്ര പേര് all four കറക്റ്റ് മാർക്ക് ചെയ്തു? ഇവിടെ എത്ര പേര് മാർക്ക് ചെയ്തു? ഇവിടൊക്കെയാണ് നിങ്ങളുടെ ചാൻസസ് കുറയുന്നത്. ഇതെന്ത് ഇത് നിങ്ങൾ പഠിക്കുന്നതല്ലേ? ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് NCERT-യിലുള്ള കാര്യമല്ലേ? ഇതൊക്കെ തെറ്റിക്കാൻ പറ്റുമോ നമുക്ക്? ഇത് തെറ്റിച്ച നിങ്ങൾ തെറ്റിച്ചവരിൽ നിങ്ങൾക്ക് എങ്ങനെ തെറ്റിച്ചു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഫോറിൻ കറൻസി ഡിപ്പോസിറ്റ് ഹെൽഡ് ബൈ ദി നാഷണൽസ് ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ഇത് കണ്ടില്ല. ഇത് വലിയ മിസ്റ്റേക്കാണ് നിങ്ങൾ ചെയ്യുന്നത്. പഠിക്കാത്തതും അറിയാത്തതും തെറ്റിക്കോട്ടെ, പഠിച്ച കാര്യങ്ങൾ തെറ്റാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ഫോറിൻ കറൻസി ഡിപ്പോസിറ്റ്സ് ഹെൽഡ് ബൈ RBI അല്ലേ? കറക്റ്റ്. സെൻട്രൽ ബാങ്ക് ഹെൽഡ് ചെയ്യുന്ന ഫോറിൻ കറൻസി അസറ്റ്സ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിന് ആൻസർ എന്തായിരുന്നു? ഓൺലി 3. ഗോൾഡ് റിസർവ്, സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് ആൻഡ് IMF. ഇതിന്റെ ഡിസെൻഡിങ് ഓർഡറിൽ നിങ്ങൾ പഠിച്ചു വെക്കണം. ഏറ്റവും കൂടുതൽ ഏതാണ്? ഫോറിൻ കറൻസി അസറ്റ്സ്. പിന്നെന്താണ്? ഗോൾഡ് റിസർവ്സ്. പിന്നെന്താണ്? SDR. പിന്നെന്താണ്? റിസർവ് ട്രാൻഷേ. ഇത് നിങ്ങൾ IMF റിസർവ് പൊസിഷൻ ഇത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, അതിന്റെ ആൻസർ എന്താണ്? ആൻസർ ഈസ് സി, ഓൺലി 3. തെറ്റിക്കരുത്, ഇങ്ങനെ ആരും ഇനി തെറ്റിക്കരുത്. അടുത്ത, ദി മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് FATF നിങ്ങൾ കേൾക്കുന്നതാണ്. കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക. ഗ്രേ ലിസ്റ്റ്, ബ്ലാക്ക് ലിസ്റ്റ്. പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിലാക്കുന്നു, പാകിസ്ഥാനെ വീണ്ടും വാർണിംഗ് കൊടുക്കുന്നു. ഗ്രേ ലിസ്റ്റ് എന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇതിനർത്ഥം നിങ്ങൾക്ക് മണി ലോണ്ടറിങ് ചെയ്യാം എന്നല്ല എന്ന് വാർണിംഗ് കൊടുക്കുന്നുണ്ട് IMF. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. FATF എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പം പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആൻഡ് ലോൺസ് ടു ഡെവലപ്പിംഗ് നേഷൻ ഫോർ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് ഇതാണോ? അതിന് വേൾഡ് ബാങ്ക് ഒക്കെ ഉണ്ട്. മോണിറ്റർ ദി എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി ഓഫ് മെമ്പർ നേഷൻസ് ആൻഡ് പ്രിവെന്റ് കോമ്പറ്റിഷൻ. ഇതെന്താണ്? IMF ഉണ്ട് ഇതിന്. ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റ്സ് ആൻഡ് എൻഷുർ ദി പ്രൊട്ടക്ഷൻ ഓഫ് സ്മോൾ സ്കെയിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്. ഇതുമല്ല. സെറ്റ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രൊമോട്ട് എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ലീഗൽ, റെഗുലേറ്ററി ആൻഡ് ഓപ്പറേഷണൽ മെഷേഴ്സ് ഫോർ കോമ്പാറ്റിംഗ് മണി ലോണ്ടറിംഗ് ആൻഡ് ടെററിസ്റ്റ് ഫിനാൻസിങ്. വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമായിരുന്നു ഇത്. ഓക്കെ, വേറെ ഒരു ട്രിക്കും വേണ്ട, വളരെ ഈസി ആയിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യം, 82nd question. With reference to female labor force participation rate in India, consider the following statements. The female labor force has shown an increasing trend in the years following the COVID-19 pandemic. The female labor force participation rate in urban areas is significantly higher than in rural areas due to better access to education and formal employment opportunities. അപ്പോൾ ഇവിടെ ഈ significantly higher എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആയി. എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ എക്സ്ട്രീം ആയിട്ട് വരുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ എന്താ ചെയ്യേണ്ടത്? ആ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആയിട്ട് എടുക്കുന്നു ഇവിടെ അല്ലേ? അപ്രോച്ച് അങ്ങനെയാണ് നമ്മുടെ. അപ്പോൾ നമ്മുടെ ഇവിടെ ഈ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് നമ്മളൊരു റൂറൽ അർബൻ പാരഡോക്സ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് പാരഡോക്സ്? എന്താണ് പ്രശ്നം അവിടെ? അർബൻ ഏരിയയിലാണ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിമൻ ഉള്ളത്, പക്ഷേ ഈ എഡ്യൂക്കേഷൻ എംപ്ലോയ്മെന്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. അവരുടെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ അർബൻ ഏരിയ കുറവാണ്. പക്ഷേ റൂറൽ ഏരിയയിൽ നോക്കുമ്പോൾ എന്താണ്? അവരുടെ ജോബ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്ലെക്സിബിൾ ആണ്. ബിക്കോസ് ദേ ഡു അൺപെയ്ഡ് വർക്ക്, ദേ ക്യാൻ വർക്ക് ഇൻ അഗ്രികൾച്ചർ, ദേ ക്യാൻ വർക്ക് ഇൻ അലൈഡ് സെക്ടേഴ്സ്. അവിടെ അതുകൊണ്ട് റൂറൽ ഏരിയയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് വളരെ കൂടുതലാണ്. കറക്റ്റ് ഫിഗർ പറയുവാണെങ്കിൽ അർബൻ ഏരിയയിലെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എത്രയാണ്?
24.5%. Okay, ഞാൻ ഇത് പറയുന്നത് എന്താണ്? The female labor has shown an increase in trending in the okay. Total female labor force participation കാര്യമാണ് ഇവിടെ പറയുന്നത്. Total labor force participation നോക്കുവാണെങ്കിൽ it has increased from 24.5% in 2018-19 to 37% in 2023. അപ്പോൾ ഒരു upward trajectory നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പോസ്റ്റ് COVID-19 പാൻഡമിക്കിന് ശേഷം ഒരു upward trajectory നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? only 1. ഇവിടെയാണെങ്കിലോ അർബൻ ഏരിയയിലെ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ എത്രയാണ്? 25.4%. റൂറൽ ഏരിയയിൽ എത്രയാണ്? 41.5% നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ് ഇവിടെ? only 1. എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് നമുക്ക് തെറ്റായിട്ട് എടുക്കാം. അടുത്ത 83rd question. Consider the following statements. Assertion reasoning ആണ്. Increasing forest cover lowers surface albedo in higher latitudes. കറക്റ്റ് ആണല്ലേ? ഫോറസ്റ്റ് കവർ കുറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആൽബിഡോ കുറയും. കറക്റ്റ് ആണ്. ആൽബിഡോ എന്ന് പറഞ്ഞാൽ എന്താണ്? റിഫ്ലക്റ്റീവ് കപ്പാസിറ്റി അല്ലേ? സൺലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്നത് കൂടുതലായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആൽബിഡോ ഹയർ ആൽബിഡോ, അധികം റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ആൽബിഡോ ലോവർ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ? സ്റ്റേറ്റ്മെന്റ് ഇൻക്രീസിംഗ് ഫോറസ്റ്റ് കവർ ലോവേഴ്സ് ദി സർഫസ് ആൽബിഡോ ഇൻ ഹയർ ലാറ്റിറ്റ്യൂഡ്. ഓക്കെ, ഇൻക്രീസിംഗ് ഫോറസ്റ്റ് കവർ ഇൻ ഹയർ ലാറ്റിറ്റ്യൂഡ് റീജിയൻ ക്യാൻ പൊട്ടൻഷ്യലി ഇൻക്രീസ് ദി ഗ്ലോബൽ വാർമിംഗ്. നിങ്ങൾ പലരും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇൻക്രീസിംഗ് ഫോറസ്റ്റ് കവർ ഇൻ ഹൈ ലാറ്റിറ്റ്യൂഡ് റീജിയൻസ് ക്യാൻ പൊട്ടൻഷ്യലി ഇൻക്രീസ് ഗ്ലോബൽ വാർമിംഗ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയും. ഞാനും വന്നു ഇവിടെ ക്വസ്റ്റ്യനിലും ഫ്രെയിം ചെയ്തേക്കുന്നത് ക്യാൻ പൊട്ടൻഷ്യലി എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. ഇൻക്രീസിംഗ് ഫോറസ്റ്റ് കവർ ഇൻ ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻ വിൽ ഇൻക്രീസ് ഗ്ലോബൽ വാർമിംഗ് എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ക്യാൻ പൊട്ടൻഷ്യൽ എന്തെങ്കിലും റീസൺ കൊണ്ട് ഇറ്റ് കുഡ് ഇൻക്രീസ് ദി ഗ്ലോബൽ വാർമിംഗ് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും തെറ്റാണെന്ന് പറയാം. ഇതാണ് നമ്മൾ സൂക്ഷിച്ച് വായിക്കണം. ആ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ ഫ്രെയിം ചെയ്തേക്കുന്നതെന്ന് നമ്മൾ സൂക്ഷിച്ച് വായിക്കണം. ഇറ്റ് കുഡ് പൊട്ടൻഷ്യലി ഇൻക്രീസ് ദി ഗ്ലോബൽ വാർമിംഗ്. ഇനി സ്റ്റേറ്റ്മെന്റ് 2 വായിച്ചേ. ഇൻക്രീസിംഗ് ഫോറസ്റ്റ് കവർ ലോവേഴ്സ് ദി ആൽബിഡോ. അത് കാരണം ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവുന്നു. രണ്ടും കോംപ്ലിമെന്റ് ചെയ്യുന്നില്ല ഇവിടെ. ഇത്തരത്തിൽ കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആകാനുള്ള സാധ്യത എവിടെ? പിന്നെ ആൻസർ എന്താണ്? എ. ഇതിനകത്ത് എത്ര പേര് ആൻസർ ഡി മാർക്ക് ചെയ്തു? സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഇനിയെങ്കിലും ആലോചിച്ചോണം. അപ്രോച്ചാണിത്. നമ്മൾ ഇങ്ങനൊരു ചോദ്യം, ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വന്നാൽ ഏത് രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്? തെറ്റിക്കാൻ പാടില്ല. Okay, because even if there is a slight possibility that the option could be correct, then you have to take the statement as correct. Okay. അടുത്ത question 84. With reference to international climate finance, consider the following multilateral climate related funds: Green Climate Fund, Loss and Damage Fund, Adaptation Fund. India is a member of how many of the above funds? നിങ്ങൾ കാര്യം ആലോചിച്ചു. ഒരു ഡെവലപ്പിംഗ് നേഷൻ, ഇന്ത്യ പോലൊരു ഡെവലപ്പിംഗ് നേഷന് അതും ഒരുപാട് ക്ലൈമറ്റ് നെഗോഷിയേഷൻസിന് ഇൻവോൾവ് ആയിട്ടിരിക്കുന്ന ഒരു കൺട്രിയാണ്. അപ്പോൾ ഇന്ത്യക്ക് ക്ലൈമറ്റ് ഫിനാൻസ് എന്ന് പറയുന്നത് അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ നിന്നൊക്കെ ക്ലൈമറ്റ് ഫിനാൻസ് കിട്ടണോ അതിനൊക്കെ ഇന്ത്യയും ഭാഗമായിട്ടുണ്ടാകും. അപ്പോൾ ഇത്തരത്തിലുള്ള മൾട്ടിലാറ്ററൽ ഫണ്ട്സിലൊക്കെ ഇന്ത്യ ഭാഗമാകാനുള്ള സാധ്യത. ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? അപ്പം ക്ലൈമറ്റ് ഫിനാൻസ് ലഭിക്കാൻ എങ്ങനെ ക്ലൈമറ്റ് ഫിനാൻസ് ലഭിക്കും? ഇത്തരത്തിലുള്ള മൾട്ടിലാറ്ററൽ ക്ലൈമറ്റ് ഫണ്ട്സിൽ ഭാഗമായാൽ മാത്രമല്ല ഈ ഫണ്ടിങ് ഇന്ത്യ പോലുള്ള ഒരു ഡെവലപ്പിംഗ് നേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ആൻസർ എന്താണ്? ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ടും ലോസ് ആൻഡ് ഡാമേജ് ഫണ്ടും അഡാപ്റ്റേഷൻ ഫണ്ടും എല്ലാം കറക്റ്റ് ആണ്. അപ്പോൾ അപ്രോച്ച് എന്താണെന്ന് മനസ്സിലായല്ലോ ഇവിടെ. അടുത്ത ചോദ്യം 85th question. How many of the following are generally categorized as renewable energy sources? ഇവിടെ ജനറലി കാറ്റഗറൈസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓൾ 5 എടുത്തിട്ടുണ്ടാവും. ഓക്കെ, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ഓൾ 5 മാർക്ക് ചെയ്താൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ ഓൾ 5 മാർക്ക് ചെയ്യാം. പറ്റുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. നോക്കാം ഇതിനകത്ത് ഏതൊക്കെയാണ് റിന്യൂവബിൾ എനർജി റിസോഴ്സസ്. സോളാർ, വോൾട്ടേക് ആൻഡ് സോളാർ തെർമൽ അറിയാലോ, റിന്യൂവബിൾ എനർജിയാണ്. ജിയോ തെർമൽ എനർജി ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദി എർത്ത്. എങ്ങനെയാണ്? എർത്തിൽ നിന്നുണ്ടാവുന്ന ഹീറ്റിൽ നിന്നാണ് ജിയോ തെർമൽ എനർജി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എർത്തിൻ്റെ കോർ എന്താണ്? കോറിൽ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എർത്തിൻ്റെ കോറെന്ന്. അപ്പോൾ ഈ ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഇൻഎക്സ്ഹോസ്റ്റിബിൾ ആണ്, അല്ലെങ്കിൽ ഇതൊരു റിന്യൂവബിൾ സോഴ്സ് ആണ്. അപ്പം ജിയോ തെർമൽ എനർജി എന്ന് പറഞ്ഞാൽ
റിന്യൂവബിൾ ആണ്. ന്യൂക്ലിയർ പവർ അതൊരു ശരിയാണ്, ലോ കാർബൺ എനർജിയാണ്, അതൊരു ക്ലീൻ എനർജിയാണ്. പക്ഷെ ന്യൂക്ലിയർ പവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇറ്റ് ഈസ് മെയ്ഡ് യൂസിങ് യുറാനിയം 235 അല്ലേ? യുറാനിയം 235 എന്ന് പറഞ്ഞ റേഡിയോ ആക്റ്റീവ് എലമെന്റ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ആയിട്ട് അവൈലബിൾ ആണോ? അല്ല. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ പവർ എന്ന് പറയുന്നത് ഒരു റിന്യൂവബിൾ എനർജി സോഴ്സ് അല്ല. അടുത്ത സ്മോൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്ട്സ്, ഇത് റിന്യൂവബിൾ ആണ്. ഗ്രീൻ ഹൈഡ്രജൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ത്രൂ ദി ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ. ഈ ഇലക്ട്രോളിസിസ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി റിക്വയർമെന്റ് ഉണ്ട്. ഈ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതും റിന്യൂവബിൾ സോഴ്സസ് കൊണ്ടാണ്. അതുകൊണ്ട് ഗ്രീൻ ഹൈഡ്രജൻ നമുക്ക് റിന്യൂവബിൾ എനർജി സോഴ്സ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തില്ലായിരുന്നു? ന്യൂക്ലിയർ പവർ ഇല്ലായിരുന്നു. ആൻസർ എന്താണ്? only for സ്മോൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്ട്സ് മാത്രമല്ല, ഈവൻ ലാർജ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്ട്സ് ആർ പാർട്ട് ഓഫ് റിന്യൂവബിൾ എനർജി റിസോഴ്സസ് എന്ന് ഗവൺമെന്റ് പറയുന്നുണ്ട്. ഓക്കെ, ലാർജ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്ട്സും റിന്യൂവബിൾ റിസോഴ്സസിന്റെ കാറ്റഗറിയിൽ തന്നെ വരുന്നതാണ്. Question number 86. With reference to India, consider the following statements. The execution of compensatory afforestation projects is the primary responsibility of the state governments. The compensatory afforestation fund can be utilized for the restoration of the plantation of mangroves in the country. Second statement വളരെ ജനറൽ, നല്ല സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഇത് തെറ്റായിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടോ? കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ഫണ്ട് അത് റീസ്റ്റോറേഷനും പ്ലാന്റേഷൻ, മാംഗ്രോവ്സിന്റെ റീസ്റ്റോറേഷനും പ്ലാന്റേഷനും യൂസ് ചെയ്യാൻ പറ്റും. ആയിക്കോട്ടെ, എന്തിനാ അത് എലിമിനേറ്റ് ചെയ്യുന്നത്? ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ദി എക്സിക്യൂഷൻ ഓഫ് കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ പ്രൊജക്ട്സ് ഈസ് ദി പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെന്റ്. ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ ലാൻഡ് എന്ന് പറയുന്നതും ഫോറസ്റ്റ് ഇംപ്ലിമെന്റേഷനും ഒക്കെ പറയുന്നത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പോൾ ഈ അഫോറസ്റ്റേഷന്റെ ഇതിന്റെ സെൻട്രൽ ഗവൺമെന്റ് എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇതിനൊരു റെഗുലേറ്ററി ഫ്രെയിംവർക്കും ഇതിന്റെ ഒരു ഓവർസൈറ്റും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് നാഷണൽ കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ഫണ്ട് അതോറിറ്റി ഉണ്ട്. അവർ ഇതിന്റെ ഓവർസൈറ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും, അതിന്റെ ഫ്രെയിംവർക്കും റെഗുലേറ്ററി ഫ്രെയിംവർക്കും പ്രൊവൈഡ് ചെയ്യും. പക്ഷെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ആരാണ്? സ്റ്റേറ്റ് കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ഫണ്ട് മാനേജ്മെന്റ് ആൻഡ് പ്ലാനിംഗ് അതോറിറ്റി. ഓരോ സ്റ്റേറ്റ് ലെവലിലുള്ള സ്റ്റേറ്റ് കോമ്പൻസേഷൻ ആൻഡ് അഫോറസ്റ്റേഷൻ ഫണ്ട് മാനേജ്മെന്റ് ആൻഡ് പ്ലാനിംഗ് അതോറിറ്റിയാണ് അത് ചെയ്യേണ്ടത്. ക്യാമ്പ ഓൾറെഡി നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ക്യാമ്പ ഓൾറെഡി ചോദിച്ചിട്ടുണ്ടാണ്, ഇനിയും നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ തീം നിങ്ങൾ പോയി പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? ദി ആൻസർ ഈസ് സി. രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. Question number 87, assertion reasoning ആണ്. Consider the following statements. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വായിച്ചിരിക്കും. സോഡിയം അയോൺ ബാറ്ററീസ് പ്രൊവൈഡ് ഹയർ എനർജി ഡെൻസിറ്റി ദാൻ ലിഥിയം അയോൺ ബാറ്ററി. ഞാൻ പറഞ്ഞു സയൻസ് ആൻഡ് ടെക്നോളജിയിലെ വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്താണ്? ടെക്നോളജി കമ്പാരിസൺ. സോഡിയം ബാറ്ററി, ലിഥിയം ബാറ്ററി, ഇതിന്റെ കമ്പാരിസൺ. ഓക്കെ, നമുക്ക് നോക്കാം. സോഡിയം അയോൺ ബാറ്ററീസ് പ്രൊവൈഡ് ഹയർ എനർജി ഡെൻസിറ്റി ആൻഡ് ദാൻ ലിഥിയം അയോൺ ബാറ്ററീസ് മേക്കിംഗ് ദം ഐഡിയൽ ഫോർ ആപ്ലിക്കേഷൻസ് വേ കോമ്പാക്ട് സൈസ് ആൻഡ് ലോ വെയിറ്റ് ആർ റിക്വയർഡ്. നിങ്ങളൊന്ന് ആലോചിച്ച്, കോമ്പാക്ട് സൈസ്, നിങ്ങളുടെ മൊബൈൽ ഫോൺ സോഡിയം അയോൺ ബാറ്ററീസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതോ ലിഥിയം അയോൺ ബാറ്ററീസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്? ഇത് നമ്മൾ റിലേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കിയേ. കോമ്പാക്ട് സൈസ്, ചെറിയ സൈസ്, അവിടെ ലിഥിയം അയോൺ ബാറ്ററി അല്ലേ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ് ഇവിടെ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അതുപോലെ തന്നെ തെറ്റിയില്ലേ? അപ്പം നേരെ തിരിച്ചിട്ടേക്കുമല്ലേ? അപ്പോൾ ഇവിടെ ചേഞ്ച് ചെയ്തേക്കുമല്ലേ? സോഡിയം അയോൺ ബാറ്ററീസ് പ്രൊവൈഡ് ഹയർ എനർജി ഡെൻസിറ്റി ദാൻ ലിഥിയം അയോൺ ബാറ്ററീസ്. തിരിച്ചാണ്. ലിഥിയം അയോൺ ബാറ്ററീസ് പ്രൊവൈഡ് ഹയർ എനർജി ദാൻ ദി സോഡിയം അയോൺ ബാറ്ററി മേക്കിംഗ് ദം ഐഡിയൽ ഫോർ ആപ്ലിക്കേഷൻസ് വെർ കോമ്പാക്ട് സൈസ് ആൻഡ് ലോ വെയിറ്റ് ആർ ക്രിട്ടിക്കൽ. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ കറക്റ്റായി തിരിച്ചിട്ടേക്കുക. സ്ഥിരം പരിപാടിയത് UPSC-യുടെ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യം വരുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങളൊരു കാര്യം ആലോചിച്ചോണം. വെൻ ദി വെയിറ്റ് ആൻഡ് ദി വോളിയം ഇസ് ക്രിട്ടിക്കൽ. വെയിറ്റും വോളിയം കുറവാകേണ്ട സമയത്ത് എന്താണ്? നമുക്ക് ലിഥിയം ബാറ്ററീസ് യൂസ് ചെയ്യാം. കുറേ അതുകൊണ്ട് ലാർജ് ആയിട്ടുള്ള ബാറ്ററി പാക്സ് ഒക്കെ വേണമെങ്കിൽ ലിഥിയം ഫീസിബിൾ അല്ല. കാരണം ലിഥിയം എന്ന് പറഞ്ഞാൽ അത്ര അബണ്ടന്റ് ആയിട്ട് കിട്ടുന്ന ഒരു മിനറൽ ഒന്നും അല്ല ലിഥിയം. അപ്പം വേർ ദി വെയിറ്റ് ആൻഡ് ദി വോളിയം ഈസ് ക്രിട്ടിക്കൽ വി ക്യാൻ യൂസ് ദി ലിഥിയം. ലാർജ് ബാറ്ററി പാക്സിനൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം?
സോഡിയം യൂസ് ചെയ്യാം, സോഡിയം അയൺ ബാറ്ററീസ് യൂസ് ചെയ്യാം. സോഡിയം ഈസ് ആൻ അബൻഡന്റ് ആയിട്ടുള്ള ഒരു മിനറലാണ്. നമുക്ക് സോഡിയം അവൈലബിലിറ്റി അബൻഡന്റ് ആണ്. അപ്പോൾ അത്ര ലാർജ് പാക്കിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇവരുടെ എനർജി ഡെൻസിറ്റി ഒക്കെ എന്താണ്? സോഡിയത്തിൻ്റെ എനർജി ഡെൻസിറ്റി ഒക്കെ കുറവാണ് കമ്പയർഡ് ടു ലിഥിയം. ഓക്കെ, പക്ഷേ ഇതിൻ്റെ അബണ്ടൻസ് കൂടുതലാണ്. ഇത് കുറേ നമുക്ക് അവൈലബിൾ ആണ് സോഡിയം എന്ന് പറയുന്നത് എലമെന്റ്. ഇതിന്റെ ആൻസർ എന്താണ്? സോഡിയം ബാറ്ററീസ് ആർ ബീങ് എക്സ്പ്ലോർഡ് ആസ് എ സ്യൂട്ടബിൾ ഓൾട്ടർനേറ്റീവ് ടു ലിഥിയം അയോൺ ബാറ്ററീസ് ഫോർ ലാർജ് സ്കെയിൽ സ്റ്റേഷനറി സ്റ്റോറേജ്. നോക്കിയേ, ഇത് രണ്ടും കോൺട്രഡിക്ടറി അല്ലേ? ഒന്നും കൂടെ ആലോചിച്ച് നോക്കിയേ. ഇവിടെ സോഡിയം അയോൺ ബാറ്ററീസ് ദേ ആർ explored as a suitable alternative to large scale stationary storage. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? sodium ion batteries ideal for application for compact size and low weight are critical. രണ്ടും ഒരുമിച്ച് വരത്തില്ല. അപ്പോൾ എന്തായാലും കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ്സ് അല്ലേ? അപ്പോൾ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം? ഇവിടെ യു കുഡ് എലിമിനേറ്റ് സ്റ്റേറ്റ്മെന്റ്. രണ്ടും ഒരുമിച്ച് കറക്റ്റ് ആവത്തില്ല. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എയും ഓപ്ഷൻ ബി എന്തായാലും എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ആൻസർ എന്തായിരുന്നു? 87 ക്വസ്റ്റ്യൻ 87 ആൻസർ എന്തായിരുന്നു? ഇറ്റ് വാസ് സി. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്, ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ്. '88th question. Consider the following statements regarding the maintenance of satellites at Lagrange point. നിങ്ങൾ പോയി പഠിക്കണേ ലഗ്രാഞ്ചെ പോയിന്റ് എന്താണ്. ഈ ലഗ്രാഞ്ചെ പോയിന്റിൽ കൊണ്ടൊരു എയർക്രാഫ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ദി ഫ്യൂവൽ റിക്വയർമെന്റ് ഫോർ എന്താണ്? ഫോർ പാർക്കിംഗ്. ആ ഒരു പ്ലേസിൽ തന്നെ സ്റ്റേഷനറി ആയിട്ട് നിലനിൽക്കാൻ വേണ്ടി ആ ഒരു എയർക്രാഫ്റ്റിന് വേണ്ട ഫ്യൂവൽ റിക്വയർമെന്റ് വളരെ കുറവാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ലഗ്രാഞ്ചെ പോയിന്റിൽ കൊണ്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ലഗ്രാഞ്ചെ പോയിന്റ് ഉണ്ട്? L1, L2, L3, L4 and L5. അതായത് L1, L2, L3 ആണ് സ്റ്റേബിൾ, അൺസ്റ്റേബിൾ ആയിട്ടുള്ള പോയിന്റ്സ്. ഇപ്പം നിങ്ങളൊരു കാര്യമല്ല, മലയുടെ ഏറ്റവും മുകളിലാണ് ഇവിടെ L1, L2, L3 അൺസ്റ്റേബിൾ ആണ്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവിടെ ഇങ്ങനെ നിലനിൽക്കാൻ വേണ്ടിയുള്ള ഫ്യൂവൽ റിക്വയർമെന്റ് വളരെ കുറവാണ്. അതിന് കാരണമുണ്ട്, അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഇതെന്താണ്? താഴെ വരുന്നത് എന്താണ്? L4, L5 അത് വളരെ സ്റ്റേബിൾ ആണ്. L1, L2, L3 എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ജസ്റ്റ് ഒരു തട്ടി എന്ത് പറ്റും? ഇത് താഴേക്ക് പോകും. ഇപ്പം അൺസ്റ്റേബിൾ ആണത്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1, spacecraft positioned at Lagrange points 1, 2, 3 requires relatively low amount of fuel to maintain their designated orbits compared to other deep space trajectories. Okay, L1 and L2, L3 points are points of completely stable equilibrium. Extreme ആയില്ലേ? ഇതിന്റെ ഒന്നും ആവശ്യം വന്നില്ലല്ലോ. അപ്പം ഇതാണ് അപ്രോച്ച്. കംപ്ലീറ്റ്ലി സ്റ്റേബിൾ ഇക്വിലിബ്രിയം. സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, എക്സ്ട്രീം ആക്കിയേക്കുവാണ്. കംപ്ലീറ്റ്ലി സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു. എക്സ്ട്രീം ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ തെറ്റായിട്ട് എടുക്കാം നമുക്ക്. L1, L2, L3 അപ്പോൾ പഠിച്ചു വെച്ചേക്കണം. ദേ ആർ നോട്ട് സ്റ്റേബിൾ, അൺസ്റ്റേബിൾ ആണ്. L4, L5 ആണ് സ്റ്റേബിൾ. പക്ഷേ L1, L2, L3 ആണ് നമ്മൾ പാർക്കിംഗ് സ്പോട്ട്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫോർ സ്പേസ് എയർക്രാഫ്റ്റ്. അതും കൂടെ പഠിച്ചോണം. അപ്പോൾ നിങ്ങളൊരു ഫിഗർ ഒക്കെ ഉണ്ട്. ആ ഫിഗറിൽ L1, L2, L3 ഒരു ലൈനിലാണ് വരുന്നത്. L1, L2, L3 ഒരു ലൈനാണ് വരുന്നത്. ഒരെണ്ണം സണ്ണിന്റെ ബാക്കിലും രണ്ടെണ്ണം സണ്ണിന്റെ ഫ്രണ്ടിലുമാണ് വരുന്നത്. ഒരെണ്ണം സണ്ണിന്റെയും എർത്തിന്റെയും മിഡിലാണ് വരുന്നത്. ഒരെണ്ണം എർത്തിന്റെ അപ്പുറമാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഫിഗർ ഉണ്ട്, അത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? സ്റ്റേറ്റ്മെന്റ് 2 എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി. ആൻസർ ഈസ് സി. അടുത്ത ചോദ്യം, question number 89. Consider the following statements. Patients are strictly advised to complete the full prescribed course of antibiotics even if they begin to feel better and their symptoms disappear within a few days. നമ്മൾ ചെയ്യുന്ന പരിപാടിയല്ലേ? 2 ദിവസം കഴിക്കുമ്പോൾ നമ്മുടെ സിംറ്റം ഒക്കെ മാറും. സിംറ്റം ഒക്കെ മാറുമ്പോൾ നമ്മൾ അതൊക്കെ അതങ്ങ് നിർത്തും. ആ ആൻറ്റിബയോട്ടിക് കോഴ്സ് നമ്മളങ്ങ് നിർത്തും. പണി പാളി. അങ്ങനെ നിർത്താൻ പാടില്ല. അത് നമ്മൾ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അത് ഫുൾ കംപ്ലീറ്റ് ചെയ്യാനൊരു ഉദ്ദേശമുണ്ട്. കാരണം നമ്മളൊരു ആലോചിച്ച് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് നമുക്ക് വരുന്നതെങ്കിൽ നമ്മൾ ആദ്യം 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സിംറ്റംസ് മാറുന്നത് എന്തുകൊണ്ടാണ്? ലെസ് റെസിലിയൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയ ഒക്കെ അവിടെ ചാവും. പക്ഷെ മോർ റെസിലിയൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയ അവിടെ നിലനിൽക്കും. ഈ ബാക്ടീരിയ നമ്മൾ ആൻറ്റിബയോട്ടിക് 2 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ അത് ചാവില്ല. 5 ദിവസത്തെ കോഴ്സ് എടുത്താലേ അതും ചാവത്തുള്ളൂ. 2 ദിവസം കഴിയുമ്പോൾ എന്ത് പറ്റും? ഇത്തരത്തിലുള്ള റെസിലിയൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയ അവിടെ നിലനിൽക്കും. അവർ മൾട്ടിപ്ലൈ ചെയ്യും, അവർ മ്യൂട്ടേറ്റ് ചെയ്യും. ഇറ്റ് വിൽ ഇൻ ടേൺ ലീഡ് ടു ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. ഇതാണ് സംഭവിക്കുന്നത്. സോ
എന്താണ് നമ്മൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാത്തതാണ് വൺ ഓഫ് ദി മേജർ റീസൺസ് ഫോർ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. ഓക്കെ, Statement 1. Patients are strictly advised to complete the full prescribed course of antibiotics even if they begin to feel better and their symptoms have disappeared within a few years. The correct ആണ്. Stopping an antibiotic course prematurely allows the most resilient bacteria to survive and multiply, significantly increase the risk of developing antimicrobial resistance. ഇത് കാരണമല്ലേ ഇതിന്റെ ഫുൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഒരു എക്സ്പ്ലനേഷൻ ആയില്ലേ? ആൻസർ എന്താണ്? എ. Statement 1 and statement 2 are correct and statement 2 is the correct explanation of statement 1. Question number 90. With reference to emerging applications of gene-based medical treatment, applications, എന്താണ് അപ്രോച്ച്? ഷുഗർ ഷോർട്ട് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എല്ലാം കറക്റ്റ് ആണ്. വായിച്ചു നോക്കാം. എന്തൊക്കെയാണ് എമർജിംഗ് ആപ്ലിക്കേഷൻസ് ഓഫ് ജീൻ ബേസ്ഡ് മെഡിക്കൽ ട്രീറ്റ്മെന്റ്? They can permanently cure, they can help to reduce, they are now widely used to treat. അപ്പോൾ ഞാൻ പറഞ്ഞു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സ് വരുവാണെങ്കിൽ അത് എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞു. ദേ ആർ വൈഡ്ലി യൂസ് ടു ട്രീറ്റ് കോമൺ ലൈഫ്. നമ്മുടെ കോമൺ കോൾഡിലൊക്കെ നമ്മൾ ജീൻ ബേസ്ഡ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ മൂക്കൊലിപ്പിനും ചുമയ്ക്കും ഒക്കെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ജീൻ ബേസ്ഡ് തെറാപ്പിയാണോ? അത് വൈഡ്ലി യൂസ്ഡ് ആണോ? അപ്പോൾ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആയി. അപ്പം ഞാൻ പറയുന്നുണ്ട്, ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം വന്നാലും എക്സ്ട്രീം വേർഡ് ആണെങ്കിൽ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് കുഡ് ബി ടേക്കൺ as wrong. ആൻസർ എന്താണ്? 1 and 2 are correct. തേർഡ് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യുക. ആൻസർ എ, 1 and 2. With reference to crop cutting experiments, India consider the following statement. അടുത്ത crop cutting experiment. Crop cutting experiments are conducted to estimate crop yields at the village level for crop insurance and national production statistics. Crop cutting experiments are carried out by the union government through centrally appointed field officers. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? രണ്ട് സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കി. എന്തെങ്കിലും കോൺട്രഡിക്ഷൻ ഇവിടെ ഉണ്ടോ രണ്ട് സ്റ്റേറ്റ്മെന്റിലും? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഇവിടെ they are conducted to estimate the crop yields at the village level for crop insurance. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? വില്ലേജ് ലെവലിലാണ്, ബട്ട് ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ യൂണിയൻ ഗവൺമെന്റ്. വില്ലേജ് ലെവലിൽ നടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇറ്റ് ഷുഡ് ബി ക്യാരിഡ് ഔട്ട് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെന്റ്. ആലോചിച്ച് നോക്ക്, എങ്ങനെ എന്ത് എളുപ്പത്തിൽ നമുക്ക് ഓരോ ഉത്തരങ്ങൾ കിട്ടുന്ന നോക്കി. അപ്പോൾ ഈ വില്ലേജ് ലെവലിൽ നടക്കുവാണെങ്കിൽ അത് സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും, അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണോ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും. അത് മാത്രമല്ല, ക്രോപ്പ് കട്ടിംഗ് എക്സ്പെരിമെന്റ് ആണ്. ക്രോപ്പ് കട്ടിംഗ് എക്സ്പെരിമെന്റ് അഗ്രികൾച്ചർ സ്റ്റേറ്റ് സബ്ജക്ട്, ഇങ്ങനെ ആലോചിക്കാം അല്ലേ? ക്രോപ്പ് കട്ടിംഗ് എക്സ്പെരിമെന്റ് ആണ്. അപ്പോൾ അത് നമുക്ക് ആ രീതിയിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അഗ്രികൾച്ചർ ഒരു സ്റ്റേറ്റ് സബ്ജക്ട് ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് 2 എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടുമോ? സ്റ്റേറ്റ്മെന്റ് 2 എലിമിനേറ്റ് ചെയ്ത് ചെയ്യാൻ Answer 1 and 3. Data generated from CECs is used for settling claims under the പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. ഇതും കറക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ പോയി പഠിക്കേണ്ട എന്താണ്? പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന എന്താണെന്ന് കൂടി പഠിച്ചു വെച്ചേക്കണം. ഇത് മാത്രം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. ആ ഒരു സംഭവം കൂടി നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ബാക്കി കാര്യങ്ങൾ ആൻസർ കീ നോക്കി വായിക്കണം. ഞാൻ അപ്രോച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞത്. അപ്പം കോൺട്രഡിക്ടറി ആണ്, സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്, ഇതൊക്കെ നമ്മുടെ മൈൻഡിൽ വരണം. ഓക്കെ, അടുത്ത ചോദ്യം. Question number 92. With reference to production and consumption of milk in India, consider the following statement. India is the largest consumer and the producer of milk in the world. Okay. ഇത് ശരിക്കും പറഞ്ഞാൽ ലാർജസ്റ്റ് ഒക്കെ പറയുമ്പോൾ സാധാരണഗതിയിൽ അത് തെറ്റാൻ സാധ്യതയുണ്ട്. Although southern states lead in milk production, northern states top. ഇത് പെർഫെക്റ്റ് ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റിയ സാധനമാണ് അല്ലേ? ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഇത് ഇന്റർചേഞ്ച് ചെയ്യാൻ സാധ്യതയുള്ളതല്ലേ, മാനിപ്പുലേറ്റ് ചെയ്യാൻ ചാൻസ് അല്ലേ? ഓൾദോ സദേൺ സ്റ്റേറ്റ്സ് ലീഡ് ഇൻ മിൽക്ക് പ്രൊഡക്ഷൻ, നോർത്തേൺ സ്റ്റേറ്റ് ടോപ്പ് ദി ലിസ്റ്റ്. ഇത് തിരിച്ചു വരാം. നോർത്തേൺ സ്റ്റേറ്റ്സ് ആയിരിക്കാം പ്രൊഡക്ഷനിൽ കൂടുതൽ, സദേൺ സ്റ്റേറ്റ് ടോപ്പ് ചെയ്യും, അങ്ങനെയാകാം. അപ്പോൾ ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് ഞാൻ തെറ്റായിട്ട് എടുക്കണം. പിന്നെ ഇത് നമുക്കൊരു നോൺ ഫാക്റ്റാണ്. ഇന്ത്യ ഈസ് ദി ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് മിൽക്ക്. ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആണെങ്കിൽ ഇന്ത്യ ലാർജസ്റ്റ് കൺസ്യൂമർ ആയിരിക്കും. എന്ത് പോപ്പുലേഷനാണ് ഇപ്പോൾ ഇന്ത്യക്കുള്ളത്? അപ്പോൾ ഇന്ത്യ തന്നെ ആയിരിക്കത്തില്ല ലാർജസ്റ്റ് കൺസ്യൂമറും. ആൻസർ എന്താണ്? ഓൺലി 1. അപ്പോൾ ഇതെന്താണ്? സദേൺ സ്റ്റേറ്റ്സ് അല്ല, ഇവിടെ നോർത്തേൺ സ്റ്റേറ്റ്സ് ആണ്. മിൽക്ക് പ്രൊഡക്ഷനിലും മിൽക്ക് കൺസംഷനിലും നോർത്തേൺ അല്ലെങ്കിൽ വെസ്റ്റേൺ സ്റ്റേറ്റ്സ് ആണ് കൂടുതൽ നിൽക്കുന്നത്, സദേൺ സ്റ്റേറ്റ്സ് അല്ല. ഓക്കെ, ആ രീതിയിലാണ് അപ്പം മാനിപ്പുലേറ്റ് ചെയ്തേക്കുന്നത് ആ ഒരു ചോദ്യം. അടുത്ത ചോദ്യം. Which of the following is a common mandatory criterion for availing benefits under both Pradhan Mantri Jeevan Jyoti Bima Yojana
ആൻഡ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. ബെനിഫിറ്റ്സ് കിട്ടണമെങ്കിൽ മാൻഡേറ്ററി ക്രൈറ്റീരിയ എന്താണ്? അണ്ടർ ജീവൻ ജ്യോതി ബീമാ യോജനയും എന്താണിത്? ഇൻഷുറൻസ് സ്കീംസ് അല്ലേ? ഒന്ന് ലൈഫ് ഇൻഷുറൻസും ഒന്ന് ആക്സിഡന്റൽ ഇൻഷുറൻസും ആണ്. എന്താണ് മാൻഡേറ്ററി ആയിട്ടുള്ള ക്രൈറ്റീരിയ? ഹാവിങ് എ ബിലോ പോവർട്ടി ലൈൻ സർട്ടിഫിക്കറ്റ്, ഹാവിങ് എ സേവിങ്സ് ബാങ്ക്. ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നത്? ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ ബെനിഫിറ്റ്സ്? എന്ത് എളുപ്പമുള്ള ചോദ്യം ഇത്. ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ക്രൈറ്റീരിയ എന്താണ്? ഹി ഷുഡ് ഹാവ് എ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. അപ്പം നിങ്ങൾ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയും ഇതിൻ്റെ ഡിഫറൻസസ് പഠിച്ചു. ഈ ഫ്ലാഗ്ഷിപ്പ് സ്കീംസ് ഒക്കെ നമുക്ക് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇതിൻ്റെ ഡിഫറൻസസും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, നിങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ. അടുത്ത ചോദ്യം 94. With reference to PM Vidyalakshmi scheme for education loans, consider the following statements. This scheme aims to provide financial support. ഇപ്പം നമുക്ക് ഒരു കാര്യമായിട്ട് നിങ്ങൾ സ്കീംസ് ഒക്കെ പഠിക്കുമ്പോൾ ഇതിൻ്റെ കോർ ഒബ്ജക്റ്റീവ് എന്താണ്? സ്കീംസ് പഠിക്കേണ്ട ഇതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്, അല്ലെങ്കിൽ why this scheme is introduced. ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ you will get all the scheme related questions. നിങ്ങൾ സ്കീംസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഈ ഒരു രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇതിൻ്റെ കോർ ഒബ്ജക്റ്റീവ് എന്താണ്, എന്തുകൊണ്ടാണ് ഈ സ്കീം വന്നേക്കുന്നു. PM വിദ്യാലക്ഷ്മി സ്കീമിനെ കുറിച്ചാണ് ചോദിച്ചത്. ഇറ്റ് എയിംസ് ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു മെറിറ്റോറിയസ് സ്റ്റുഡൻസ് പെർസ്യൂയിങ് ഹയർ എഡ്യൂക്കേഷൻ ഇൻ ടോപ്പ് ടയർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇത് എല്ലാവർക്കും ഇല്ല. മെറിറ്റോറിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് അവരുടെ ഫിനാൻഷ്യൽ ആക്സസിബിലിറ്റി, അത് മാത്രമല്ല ഹയർ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അവർക്ക് പഠിക്കാനുള്ള യോഗ്യത ഉള്ളവർക്ക് പഠിക്കാനുള്ള അവസരം തുറന്നു കൊടുക്കാനാണ്, ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാനാണ് PM വിദ്യാലക്ഷ്മി സ്കീം ഫോം ചെയ്തേക്കുന്നതാണ് സ്റ്റേറ്റ്മെന്റ് 1 പറഞ്ഞേക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അണ്ടർ ദി സ്കീം സ്റ്റുഡൻസ് ഗെറ്റിംഗ് അഡ്മിഷൻ ഇൻ ടു ദി ടോപ്പ് ഹൈ ക്വാളിറ്റി ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ എലിജിബിൾ ഫോർ കൊളാറ്ററൽ ഫ്രീ ഗ്യാരണ്ടി ഫ്രീ ലോൺസ്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും എന്താണ് പറ്റിയേക്കുന്നത്? നമുക്കിവിടെ അറിയാം, ഇവിടെ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നു, കൊളാറ്ററൽ ഫ്രീ ഗ്യാരണ്ടി ഫ്രീ ലോൺസ് കൊടുക്കുന്നു. രണ്ടും കോംപ്ലിമെൻ്ററി അല്ലേ? ഇത്തരത്തിലുള്ള കോംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെയും പറഞ്ഞായിരുന്നു രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആകാൻ സാധ്യതയില്ലേ? ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഇവിടെ ഇറ്റ് പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ സപ്പോർട്ട് മെറിറ്റോറിയസ് സ്റ്റുഡൻസ് ഹയർ എഡ്യൂക്കേഷൻ പെർസ്യൂ ചെയ്യുന്നത് എടുത്ത് പറയുന്നുണ്ട്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഹൈ ക്വാളിറ്റി ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വീണ്ടും ഇവിടെ പറയുന്നുണ്ട്. അതും അപ്പം ശരിയല്ലേ? ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇവിടെ കൊടുക്കുന്നു എന്ന് പറയുന്നു, ഇവിടെ പറയുന്നത് കൊളാറ്ററൽ ഫ്രീ ഗ്യാരണ്ടർ ഫ്രീ ലോൺസ് കൊടുക്കുന്നു എന്ന് പറയുന്നത്, അതും ശരിയല്ലേ? ഇതിൻ്റെ ആൻസർ എന്താണ്? സി ആണ് ഇതിൻ്റെ ആൻസർ. എങ്ങനെ ഇത് കറക്റ്റ് ആക്കി? രണ്ട് സ്റ്റേറ്റ്മെൻറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അപ്രോച്ച് ചെയ്യാം. അടുത്ത വിത്ത് റെഫറൻസ് ടു 2025 Women's World Cup, Kabaddi World Cup, consider the following statements. The event was held in Dhaka. The Indian team clinched the World Cup title by defeating Chinese Taipei with a score of 35-20. നിങ്ങൾ ഇന്ന് ആലോചിച്ച് നോക്കി, ഇത്തരത്തിലൊക്കെ ഈ സ്കോറൊക്കെ UPSC നിങ്ങൾ പഠിച്ചു വെക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ സ്കോറ് UPSC പഠിച്ചു വെക്കണം. ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള ഈ സ്കോറൊക്കെ നിങ്ങൾ കഷ്ടപ്പെട്ടിരുന്ന് കുത്തിയിരുന്ന് കാണാതെ പഠിക്കണമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ഇതൊക്കെ തെറ്റിക്കാൻ ഞാൻ പറഞ്ഞത് നോൺ ഫാക്ട്സ്, ഫേമസ് ഫാക്ട്സ് തെറ്റിക്കാനാണ് സാധ്യത. ഇതൊന്നും പഠിച്ചിരിക്കണം നമുക്ക് UPSC പറയുന്നില്ല. കബഡി കോമ്പറ്റീഷൻ ഇതൊന്നും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? പിന്നെ ചൈനയാണോ, ചൈനീസ് തായ്പേ ആണോ എന്നൊക്കെ സംശയം വരാം. നോക്കാം. തേർഡ് സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യ മെയിൻറ്റെയിൻഡ് ആൻ അൺബീറ്റൺ റൺ ത്രൂ ഔട്ട് ദി ടൂർണമെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ UPSC? ഈ തേർഡ് സ്റ്റേറ്റ്മെന്റ് UPSC വെറുതെ ഫ്രെയിം ചെയ്യാൻ സാധ്യതയുണ്ടോ, അതോ അത് ഫാക്ട് കണ്ടതുകൊണ്ടായിരിക്കുമോ ഈ ഒരു കബഡി ടൂർണമെന്റിനെ കുറിച്ച്? കാരണം ഇത് കാണാം, അൺബീറ്റൺ റൺ എന്നൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. UPSC എക്സാമിനർ ഇത്തരത്തിലുള്ള ടേംസ് ഒക്കെ അൺബീറ്റൺ റൺ എന്നൊക്കെ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇത് കോപ്പി പേസ്റ്റഡ് ആണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ അൺബീറ്റൺ റൺ അതൊക്കെ നമ്മൾ വായിച്ചു. അപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടൊരു ഫാക്ച്വൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് 3 വരുന്നത്. അപ്പം ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഇൻവെന്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരു എക്സാമിനറിന്. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും ഇപ്പോൾ കറക്റ്റ് ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് 50-50 എത്തിക്കൂടെ? 2 and 3 or 1, 2 and 3. It was held in Dhaka. ആൻസർ എന്താണ്? 1, 2 and 3 ആണ്. ഇത് സെക്കൻഡ് എഡിഷൻ ആണ് ഇതിൻ്റെ വിമൻസ് കബഡി വേൾഡ് കപ്പിൻ്റെ വെറും സെക്കൻഡ് എഡിഷൻ ആണ്. ഫസ്റ്റ് എഡിഷൻ നടന്നിരുന്നത് 2012 ഇന്ത്യയിലായിരുന്നു ഫസ്റ്റ് എഡിഷൻ നടന്നിരുന്നത്. പിന്നീട് ഇപ്പോഴാണ് നടക്കുന്നത്. ഓക്കെ, അതുകൊണ്ടും കൂടെ അത് റിലവൻ്റ് ആണ്. അടുത്ത കൺസിഡർ ദി ഫോളോയിങ് പെയേഴ്സ് ഓഫ് ഇന്ത്യൻ ഐക്കൺസ്. ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. നീരജ് ചോപ്ര ജാവലിൻ ത്രോ, PV സിന്ധു എന്താണ്? ബാഡ്മിൻ്റൺ. പിന്നെ
PV സിന്ധു ബാഡ്മിൻ്റൺ ആണെങ്കിൽ പ്രജ്ഞാനന്ദ എന്താണ്? ചെസ് ആണ്. നിഖത് സറീൻ ബോക്സിംഗ് ആണ്. ആൻസർ എന്താണ്? only one. 96ന്റെ ആൻസർ A. അടുത്ത് വേറെ ഒന്നും ചെയ്യാനില്ല. അടുത്ത് 97. With reference to Nobel Prize, consider the following statements. The maximum number of people who can share a Nobel Prize is 2. ഇത്തരത്തിലുള്ള ഫാക്ട്സ് തന്നിരുന്നാൽ, ഇത്തരത്തിലുള്ള ഡേറ്റ തന്നിരുന്നാൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 നമുക്ക് അറിയത്തില്ലെങ്കിൽ തെറ്റാണെന്ന് കൺസിഡർ ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് 2, ദി മിനിമം ഏജ് റിക്വയർമെന്റ് to be eligible for a Nobel Prize is 18. A Nobel Prize cannot be awarded posthumously in any case. In any case. Extreme ആയില്ലേ? ഇതും തെറ്റി. ഇത് നിങ്ങൾക്ക് നിങ്ങളൊരു അറിയാവുന്ന ഒരാളുണ്ടല്ലോ, മലാല യൂസഫ് ഷാഹി. ഇത് 17 ഇയേഴ്സിനാണ് ഇവർക്ക് നൊബേൽ പ്രൈസ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡേറ്റയും തെറ്റാണ്. ഇതിൻ്റെ ആൻസർ എന്താണ്? only one. ഒരു കാര്യം ആലോചിച്ച് വെച്ചാൽ തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ടാണ് തെറ്റായെന്ന് ആലോചിച്ചോണം. നൊബേൽ പ്രൈസ് cannot be awarded posthumously in any case എന്നാണ് ഇവിടെ വന്നേക്കുന്നത്. ഒരു സിറ്റുവേഷനിലും നൊബേൽ പ്രൈസ് പോസ്റ്റ്യൂമസ്ലി നമുക്ക് അവാർഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് ഇതിനകത്തൊരു ലൂപ്പ് ഹോൾ ഉണ്ട് കേട്ടോ. നൊബേൽ പ്രൈസ് അനൗൺസ് ചെയ്തതിന് ശേഷമാണ് ഇദ്ദേഹം മരിക്കുന്നതെങ്കിൽ, അന്ന് പറഞ്ഞാൽ അനൗൺസ്മെന്റിന് ശേഷവും അവാർഡ് ചെയ്യുന്നത്, മീൻസ് അവാർഡിങ് സെറമണി ഉണ്ടല്ലോ, അവാർഡ് കൊടുക്കുന്ന സെറമണി, ഇതിൻ്റെ ഇടയ്ക്കാണ് ഇദ്ദേഹം മരിക്കുന്നതെങ്കിൽ ഈ അവാർഡ് അദ്ദേഹത്തിന് കൊടുക്കും. പക്ഷെ ഇദ്ദേഹം ഇത് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പെയാണ് ഇദ്ദേഹം മരണപ്പെടുന്നതെങ്കിൽ ഈ അവാർഡ് അദ്ദേഹത്തിന് കൊടുക്കത്തില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. So if a chosen winner dies after the award is announced but before the ceremony, the prize is still awarded to them. ആ കാര്യം ഓർത്തിരിക്കണം. പോസ്റ്റ്യൂമസ്ലി പക്ഷേ നോമിനേറ്റ് ചെയ്യത്തില്ല. ആ കാര്യം ഓർത്തിരിക്കണം. ഓക്കെ, അടുത്ത 97th question. The ongoing excavations at Keeradi in Tamil Nadu are significant because they indicate which one of the following. Keeradi excavation, നിങ്ങൾ അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും കറണ്ട് അഫയേഴ്സ് വായിക്കുന്ന ഒരാൾ Keeradi excavationസിനെ കുറിച്ച്, സംഘം ഏജിനെ കുറിച്ചും ഇത് കേട്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ഇത് റിലവൻ്റ് ആവുന്നത്? Keeradi excavations ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സംഘം നിങ്ങൾക്ക് അറിയണം, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു വൈഗേ റിവർ നിങ്ങൾ അറിയണം. ഇത്രയും ഫാക്ട്സ് എങ്കിലും നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കണം, കാരണം ഇത് റിലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. Keeradi excavationന്റെ സമയത്ത് കുറച്ച് ആർട്ടിഫാക്ട്സ് കിട്ടിയത് കാർബൺ ഡേറ്റ് ചെയ്തപ്പോൾ കണ്ടുപിടിച്ചു. ഇറ്റ് ഡേറ്റ്സ് ബാക്ക് ടു 600 BCE. നമ്മൾ സംഗമേജ് എപ്പോഴാണ് നമ്മൾ പഠിച്ചേക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്? 300 BCE തൊട്ടല്ലേ? 300 BCE തൊട്ടല്ലേ നമ്മൾ പഠിച്ചേക്കുന്നത്? പക്ഷെ അത് അതിനും പഴയതായിരുന്നു എന്നാണ്. ആ ഒരു അർബൻ ഒരു ടൈം പീരീഡ് ആ ഒരു സമയത്ത് 600 BCEയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ ആർട്ടിഫാക്ട്സ് തെളിവാക്കുന്നത്. അപ്പോൾ ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമല്ലേ Keeradi എക്സ്കവേഷൻ നമുക്ക് കിട്ടിയേക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്താണ്? പ്രസൻസ് ഓഫ് ആൻ അഡ്വാൻസ്ഡ് അയൺ ഏജ് ഹിസ്റ്റോറിക് അർബൻ സെറ്റിൽമെന്റ് ഇൻ വൈഗേ റിവർ. ഇതാണ് കണക്ട് ചെയ്യേണ്ടത്, വൈഗേ റിവർ. അടുത്ത നോക്കാം, എക്സിസ്റ്റൻസ് ഓഫ് ലാർജ് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി. അല്ല, ഇറ്റ് വാസ് ലാർജ്ലി സെക്യുലാർ. മൗര്യൻ പീരീഡിലായിരുന്നു സംഗമേജ്, ഇറ്റ് വാസ് ലാർജ്ലി സെക്യുലാർ. എ മേജർ ഹാരപ്പൻ ട്രേഡിംഗ് ഔട്ട് പോസ്റ്റ് ഇല്ല. ഇവിടെ ഒരു ഹാരപ്പൻ ട്രേഡിംഗ് ഔട്ട് പോസ്റ്റ് ഒന്നും ഇല്ല ഇവിടെ. അതിനല്ല ഇതിന്റെ കണ്ടെത്തിയേക്കുന്ന Keeradi എക്സ്കവേഷനിൽ. ബട്ട് സ്റ്റിൽ എന്താണ് ഹാരപ്പൻ സിവിലൈസേഷൻ്റെ എന്താണ് കുറച്ച് നമുക്ക് Keeradi പോട്രിയിലൊക്കെ നമുക്ക് സം ഗ്രാഫിറ്റി മാർക്സ് കാണാൻ പറ്റും, വിച്ച് വാസ് ഫൗണ്ട് ഇൻ ദി ഇൻഡസ് വാലി സിവിലൈസേഷൻ. അങ്ങനെ ഒരു ലിങ്ക് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. Keeradi ഇവിടെ നിന്ന് കിട്ടിയേക്കുന്ന കുറച്ച് പോട്രിയിലൊക്കെ നമുക്ക് IVCയുടെ കുറച്ച് എന്ത് കാണാൻ കഴിയുന്നുണ്ട്? കുറച്ച് ഗ്രാഫിറ്റി മാർക്സ് ഓർ സിമ്പിൾസ് നമുക്ക് കാണാൻ കഴിയുന്നു, അല്ലാണ്ട് വേറൊരു ലിങ്ക് നമുക്ക് ഇല്ല. ഓക്കെ, പിന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞു ഇറ്റ് വാസ് ലാർജ്ലി സെക്യുലർ, ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ഒന്നും ആയിരുന്നില്ല. ഫോർത്ത് വൺ, എവിഡൻസ് ഓഫ് മെഗാലിത്തിക് ബറിയൽ ചേംബർ വിത്ത് റോമൻ ഇൻസ്ക്രിപ്ഷൻ. ഇതുമല്ല, നമുക്കപ്പോൾ ലിങ്ക് ചെയ്യേണ്ടത് എന്തായിരുന്നു? ടു വൈഗേ റിവർ. വൈഗേ റിവർ എന്ന് പറഞ്ഞൊരു ഫാക്ട് നിങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആൻസർ കിട്ടുമായിരുന്നു. ഓക്കെ, അടുത്ത അപ്പോൾ ആൻസർ എന്താണ് അതിൻ്റെ? 98 ഈസ് A. 99. India currently imports crude oil from how many of the following countries? ഇറാഖ്, റഷ്യ, സൗദി അറേബ്യ, USA. നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്കണം. ഇന്ത്യ എന്ന് പറയുന്ന കൺട്രി ഇപ്പം ഇന്ത്യയുടെ ഓയിൽ ബാസ്ക്കറ്റ് ഡൈവേഴ്സിഫൈ ചെയ്യാൻ നോക്കുന്നത്. എവിടെ നിന്നൊക്കെ ഓയിൽ കിട്ടാൻ പറ്റുന്ന അവിടെ നിന്നൊക്കെ ഇന്ത്യ എടുക്കുന്നുണ്ട്. പോസ്റ്റ് കോവിഡ് ടൈംസിൽ എന്താ സംഭവിച്ചത്? റഷ്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഓയിൽ ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെയാണെങ്കിൽ ഇവിടെയൊക്കെ ഓയിൽ ഉണ്ടെങ്കിൽ ഇവിടെ നിന്നൊക്കെ ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യാൻ സാധ്യതയില്ലേ? ആ രീതിയിലൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിനകത്ത് എലിമിനേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ക്വസ്റ്റ്യൻ എങ്ങനെ എന്താണ്? മിഡിൽ ഈസ്റ്റേൺ കൺട്രീസ്,
ഇവിടെ നിന്ന് എല്ലാം ഇന്ത്യ ചെയ്യാൻ സാധ്യത, യു എസ് എന്ന് ഇമ്പോർട്ട് ചെയ്യാൻ സാധ്യതയില്ലേ? എന്താണ് എൻ്റെ ആൻസർ? all 5 ആണ് എൻ്റെ ആൻസർ. 99 ദി ആൻസർ ഈസ് all 5. ഇറാഖ്, റഷ്യ, സൗദി അറേബ്യ, USA, UAE ആയിട്ട് എന്താണുള്ളത്? ഇന്ത്യക്ക് ഒരു സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് പാർട്ണർഷിപ്പും ഉണ്ട്. സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് പാർട്ണർഷിപ്പും ഇന്ത്യക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡർ കൂടെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ഇന്ത്യ 85% ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി ഉണ്ട്. 85% ഇതിൻ്റെ ടോട്ടൽ ക്രൂഡ് ഓയിൽ റിക്വയർമെൻറ്റ് ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ മാക്സിമം 30 കൺട്രീസിന് മുകളിൽ ഇന്ത്യ എന്താണ് ഇത് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൻസർ എന്താണ് അതിനകത്ത്? all 5. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Recently, which one of the following countries became the 11th member of ASEAN, officially joining the grouping in October 25? Factual question ആണ്. The answer is Timor-Leste. അപ്പോൾ ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ട് തരാം. ഏഷ്യൻ കൺട്രീസ് ഓർത്തിരിക്കാനുള്ള ഷോർട്ട് കട്ടാണ് MBBS. ക്ലിപ്പ് നിമോണിക് ആണ്. TV ഇപ്പം TV അല്ല, ഇപ്പം T2V ആയി, 11 കൺട്രി ആയി. ഓക്കെ, M മലേഷ്യ, B ബ്രുണൈ, B ബർമ അല്ലെങ്കിൽ മ്യാൻമാർ, S സിംഗപ്പൂർ, C കംബോഡിയ, L ലാവോസ്, I ഇന്തോനേഷ്യ, P ഫിലിപ്പൈൻസ്, T തിമോർ-ലെസ്ലെ, T തായ്ലൻഡ്, V വിയറ്റ്നാം. ഓർത്തിരിക്കാൻ വേണ്ടിയാണ് MBBS ക്ലിപ്പ് T2V. TV എന്നായിരുന്നു T2V. അപ്പം 2025 ഒക്ടോബറിൽ 11th മെമ്പർ ഓഫ് ഏഷ്യൻ ആയിട്ട് തിമോർ-ലെസ്ലെ ആണ് ജോയിൻ ചെയ്തേക്കുന്നത്. ഇതിനകത്ത് ഏതൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം? ജോഗ്രഫി മനസ്സിലാക്കുക. ഏഷ്യൻ കൺട്രീസ് ആണെങ്കിൽ മാൽദീവ്സ് വരുമോ? ഇല്ല. സോളമൻ ഐലൻഡ്സ് വരുമോ? ഇല്ല. ഇതൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്തിട്ട് 50-50. പപ്പുവ ന്യൂ ഗിനി അല്ലെങ്കിൽ തിമോർ-ലെസ്ലെ 50-50ലേക്ക് എത്തിക്കൂടായിരുന്നോ? ജോഗ്രഫിക്കലി നമ്മൾ നോക്കുവാണെങ്കിൽ മാൽദീവ്സും ഈ ഒരു ജോഗ്രഫിയിൽ വരുന്നതല്ല. സോളമൻ ഐലൻഡ്സ് പെസിഫിക്, സദേൺ പെസിഫിക് ഓഷ്യനിൽ വരുന്നതാണ്, ഇതും വരുന്നതല്ല. അപ്പോൾ നമുക്ക് 50-50ലേക്ക് എത്തായിരുന്നു. ആൻസർ തിമോർ-ലെസ്ലെ. അപ്പം നമ്മുടെ 100 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. നമ്മൾ ഈ ഡിസ്കഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിങ്ങളൊരു ചോദ്യത്തിന് എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും, എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്ത് എങ്ങനെ ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു കാര്യമുണ്ട്, പഠിക്കണം. സ്റ്റാറ്റിക് ക്വസ്റ്റ്യൻസ്, സ്റ്റാറ്റിക് നോളജ് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അതിൻ്റെ മേളിൽ നിന്ന് നമുക്ക് കുറച്ച് വിദ്യകളുണ്ട്. ആ വിദ്യകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനിയുള്ള ലെക്ചേഴ്സിന് ഇപ്പോൾ ഇത് ഫ്രീ ഓപ്പൺ മോക്ക് ആയിരുന്നു. ഇനിയുള്ള എല്ലാം നമ്മുടെ ടെസ്റ്റ് സീരീസിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ ഡിസ്കഷൻസ് നടക്കുന്നത്. ഇനിയുള്ള ഡിസ്കഷൻസ് എല്ലാം കുറച്ചും കൂടി ഡെപ്തിലേക്ക് പോയിട്ടായിരിക്കും ഇനി ഡിസ്കഷൻസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ഹൈ ക്വാളിറ്റി ആയിട്ടൊരു ടെസ്റ്റ് സീരീസിൻ്റെ ഭാഗമാകണമെങ്കിൽ ഞാൻ ഗ്യാരണ്ടി ചെയ്ത് പറയുകയാണ്, ഇതിൻ്റെ മേളിൽ നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഇവിടെ കിട്ടില്ല. അത്ര നല്ലൊരു പേപ്പറാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ്ലി ആയിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി ഇതിനകത്ത് നിന്ന് വരും എന്ന് 100% ഞങ്ങൾക്ക് ഉറപ്പാണ്. ഓക്കെ, അത്രയും 100% ഉറപ്പിച്ച് പറയുകയാണ്. ഇത് മാത്രമല്ല, ഇത് സെറ്റ് ചെയ്യുന്നത് PYQ അതേ പാറ്റേൺ. നിങ്ങൾ റാൻഡം കുറേ സെക്ഷണൽ ടെസ്റ്റ് ചെയ്തിട്ട് അത്രയും സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്, റിവിഷൻ നല്ലതാണ്. നിങ്ങൾക്ക് കണ്ടന്റ് എന്തെങ്കിലും ഗ്യാപ്സ് ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാൻ സെക്ഷണൽ ടെസ്റ്റ് നല്ലതാണ്. ബട്ട് വാട്ട് യു ഹാവ് ടു ഡു ഈസ് ക്വാളിറ്റി ഫുൾ ലെങ്ത് കോംപ്രിഹെൻസീവ് ടെസ്റ്റ്. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പലർക്കും മിസ് ഔട്ട് ആവുന്നത് നിങ്ങൾ ഏപ്രിൽ മെയ്യിലൊക്കെ ആയിരിക്കും ഇത് ചെയ്യുന്നത്. അല്ല, നിങ്ങൾക്ക് ഇതല്ല ചെയ്യേണ്ടത്. ഏപ്രിൽ മെയ് ടൈമിൽ നമുക്ക് റിവിഷൻ്റെ ടൈമാണ്. ആ ഒരു ടൈമിലേ നമ്മൾ FLT എടുത്ത് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ശരിയാവത്തില്ല. നിങ്ങൾ അതിന് മുമ്പേ എല്ലാ പാറ്റേൺസും ഡീകോഡ് ചെയ്യണം. PYQ ഒരു 8 വർഷത്തെ PYQ എടുത്തിട്ട് പാറ്റേൺസ് എല്ലാം ഡീകോഡ് ചെയ്തിട്ട് ഒരു ജാനുവരി ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഫുൾ ലെങ്ത് ടെസ്റ്റിൽ ഈ പാറ്റേൺസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു മസിൽ മെമ്മറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പലയിടത്തും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ മെയ്യിൽ മാത്രം FLTs ചെയ്യും. ഇതൊരു തെറ്റായിട്ടുള്ളൊരു പ്രാക്ടീസാണ്. Start before, take an advantage. Okay, അപ്പോൾ അതിന് we'll help you out. Okay, thanks a lot.